അപ്പോൾ ഞാൻ എൻ്റെ കോഫൗണ്ടേഴ്സായിട്ട് ബോണ്ട് ചെയ്യുന്നത് തന്നെ ഈ ഈസി ട്രോമ കോൺവെർസേഷൻസിലാണ്. അതായത് 4 കൊല്ലം കൊണ്ട് പഠിച്ചിറങ്ങണമല്ലോ, പാസ് ഔട്ട് ആവണമല്ലോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ കോഫൗണ്ടേഴ്സിനെ കണ്ടുപിടിക്കുന്നത് തന്നെ. അപ്പോൾ 4 കൊല്ലം NIT കാലിക്കറ്റ് ഈസി എങ്ങനെ ഇഷ്ടംമാതിരി ബാക്ക് പേപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയല്ലോ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി. പഠിപ്പിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താണ്ട് കിട്ടിയല്ലോ. അപ്പോൾ അന്ന് രാത്രി ഞങ്ങളെല്ലാവരും പേപ്പർ ഇടാന്ന് പറയും. പേപ്പർ ഇടാച്ചെങ്കിൽ പ്രസ് ദ റെസിഗ്നേഷൻ ബട്ടൺ. അതാണ് ഉദ്ദേശിച്ചേട്ടാ. അപ്പോൾ എല്ലാവരും HR പോർട്ടലിലും ഒരു റെസിഗ്നേഷൻ ബട്ടൺ ഉണ്ടാവും. അപ്പോൾ അത് പോയി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇമെയിലും കാര്യങ്ങളൊക്കെ പോകും. അതാണ് ഒഫീഷ്യൽ റെസിഗ്നേഷൻ പ്രോസസ്. ബാക്ക് അപ്പോൾ ഫസ്റ്റ് ഇയർ ഓൺലി വി ഡിഡ് ലൈക്ക് $1 million ബിസിനസ്. നെക്സ്റ്റ് ഇയർ വി ഡിഡ് 3, 7, 14 and the final year we did, I cannot disclose that final amount, പക്ഷേ 20 million കൂടാ. 1, 3, 7, 14 ഒരു നാച്ചുറൽ പ്രോഗ്രഷനിൽ വാട്ട് എവർ ബി ദ നമ്പർ സെയിം കൈൻഡ് ഓഫ് ആ ഒരു നമ്പറിലെ ബിസിനസ് നമ്മൾ ചെയ്തു. ആ കൊല്ലം തന്നെ വി ഗോട്ട് അക്വേർഡ് ഓൾസോ. ഇൻട്രസ്റ്റിംഗ്. നിങ്ങളൊരു മേ ബി ഒരു ക്ലോസ് ടു 100 million ഒക്കെ അടുത്തായിട്ടായിരിക്കും അക്വസിഷൻ പോയിന്റ് ആവാം. ഹൈ 8-digit നമ്പർ. മേ ബി ആദ്യത്തെ ഒരു 5 മിനിറ്റിൽ ഒരു നെറ്റ്വർക്കിംഗ് ഇവൻറ്റിൽ ഒരാൾ ഇംപ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് പാടായിരിക്കും. എനിക്ക് ഏറ്റവും വലിയൊരു ഇഷ്യൂ പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ടെക്നോളജി റിലേറ്റഡ് അല്ല എൻ്റെ വർക്ക് റിലേറ്റഡ് സാധനത്തിൽ എനിക്ക് ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. പക്ഷേ ചിറ്റാറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഹൗ ഈസ് ദ വെദർ ആ സാധനം ഒരിക്കലും പറ്റില്ല. ഓക്കെ, അപ്പം എനിക്ക് ആ ഒരു മൊമെന്റ് എന്തായിരുന്നു? അത്രയും മണി കണ്ടിട്ടില്ല. അപ്പം ഇറ്റ് വാസ് നൈസ്, മണി ഈസ് നൈസ്. അങ്ങനെ ലാസ്റ്റ് നമുക്ക് ഓഫ് കോഴ്സ് നമ്മൾ ഞെട്ടും, സന്തോഷം വരും. കാരണം ഫോൺ നമ്പർ പോലത്തെ നമ്പറാണ് നമ്മൾ കാണുക. അപ്പം അതൊരു നമ്മൾ സിനിമയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള സാധനമാണ്. അപ്പം ഈ എപ്പിസോഡിന്റെ സ്പോൺസർ ഒരു B2B എന്റർപ്രൈസ് കമ്പനിയാണ്. ട്രാക്ക് എന്നാണ് ആ കമ്പനിയുടെ പേര്. അണ്ടർസ്റ്റാൻഡ് വൈ ബിഹൈൻഡ് ദ എക്സ്പീരിയൻസ് എന്നുള്ളതാണ്, കസ്റ്റമർ എക്സ്പീരിയൻസ് എന്നുള്ളതാണ് ഈ കമ്പനി ടാഗ് ലൈൻ. ഇവരുടെ ഫൗണ്ടർ ഷൺവിലായിട്ട് നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ പല റോളിലേക്ക് ഹയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ റീച്ച് ഔട്ട് ചെയ്യുക. ഇതുപോലുള്ള പല കമ്പനീസും KPH മാഫിയ എന്ന കമ്പനിയിൽ നിന്ന് ഹയർ ചെയ്യുന്നതുകൊണ്ടിരിക്കുകയാണ്. സോ മേക്ക് ഷുവർ ചെക്ക് ദ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ആൻഡ് നൗ ബാക്ക് ടു ദ വീഡിയോ. ഹായ് ഓൾ, വെൽക്കം ടു KPH പോഡ്കാസ്റ്റ്. നമ്മളപ്പോൾ ഉള്ളത് അഖിലാണ്. അഖിലൊരു IT സർവീസ് കമ്പനി തുടങ്ങി 100 കോടിയോളം റവന്യൂ. റീസെൻ്റായിട്ട് അവർ കമ്പനി വേറൊരു ബെയിൻ ക്യാപിറ്റൽ ബാക്ക് ചെയ്ത കമ്പനി അക്വയർ ചെയ്തു. അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ ഷെയർ ചെയ്യണത് ഇവരുടെ ജേണി. അറൗണ്ട് 300 എംപ്ലോയീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അക്വസിഷൻ സമയത്തായിട്ട്. അപ്പോൾ ആ ഒരു ഗ്രോത്ത് എങ്ങനെയാണ്, ആ ടീം എങ്ങനെ ബിൽഡ് ഔട്ട് ചെയ്തു, അതൊരു നീഷ് സെക്ടറിലാണ് ബിൽഡ് ചെയ്തത്. സെയിൽസ്ഫോഴ്സിൻ്റെ അണ്ടറിലുള്ള ഒരു ഭയങ്കര നീഷിലാണ് അപ്പോൾ ഇവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ ഇങ്ങനത്തെ കുറേ ഇൻസൈറ്റ്സും എങ്ങനെ ഒരു അക്വിസിഷൻ തന്നെ സംഭവിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ പല M&As ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് IT സെക്ടറിലും IT പ്രൊഡക്ട്സിലും കൂടുതൽ M&A നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയും കൂടുതൽ നമ്മൾ ബ്രോഡായിട്ട് ക്യാപ്ചർ ചെയ്യാം. സോ വെൽക്കം അഖിൽ ടു KPH പോഡ്കാസ്റ്റ്. താങ്ക്സ് ഫോർ ഹാവിങ് മീ. അഖിൽ, അപ്പോൾ അഖിലിൻ്റെ കമ്പനിയുടെ പേരെന്തായിരുന്നു, എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു? അപ്പം ഞാൻ സ്റ്റാൻഡവ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ കോഫൗണ്ടർ ആൻഡ് CEO ആണ്. അപ്പോൾ നമ്മൾ സെയിൽസ്ഫോഴ്സ് സർവീസസ്, അതായത് സെയിൽസ്ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു CRM ടെക്നോളജിയാണ്. വൺ ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് CRM ടെക്നോളജിയാണ്. ഇപ്പം ഒരു Fortune 500 എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 80% ഓഫ് ദ Fortune 500 ഫേംസ് വിൽ ബി ഹാവിങ് സെയിൽസ്ഫോഴ്സ്. അപ്പം അതിൻ്റെ അകത്തുള്ള ഒരു സർവീസ് കമ്പനിയാണ് നമ്മൾ ബിൽഡ് ചെയ്തിട്ട്. അപ്പം ഒരു ടിപ്പിക്കൽ IT സർവീസസ്, പക്ഷേ നമ്മളതിൻ്റെ അകത്തൊരു നീഷ് സെഗ്മെൻറ്റിലോട്ട് പോയിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. വളരെ യാദൃശ്ചികമായിട്ടാണ് നമ്മൾ അതിലോട്ട് എത്തുന്നത്. ആ സ്റ്റോറി വി ക്യാൻ പ്രോബ്ലി നമുക്കിതിൽ സംസാരിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2015-16 സമയത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2021 നവംബർ വരെ ഓൾമോസ്റ്റ് 6 years വി ഡിഡ് ദിസ്. ആൻഡ് വി ഗ്രൂ ഫ്രം പ്രോബ്ലി 0 to 300 പീപ്പിൾ. അതും ഭയങ്കര സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടൻസ് എന്നുള്ളൊരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ബിൽഡ് ചെയ്തത്. അപ്പോൾ അതിൽ തന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു 75-80 പീപ്പിൾ വേർ ഇൻ US, റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ വേർ ഇൻ ബാംഗ്ലൂർ. അപ്പം അത് കഴിഞ്ഞ് 2021 നവംബറിൽ വി ഗോട്ട് ആൻ ഓഫർ ഫ്രം ബ്രിലിയോ, വിച്ച് ഈസ് വൺ ഓഫ് ദ ബെയിൻ ക്യാപിറ്റൽ ബാക്ക്ഡ് കമ്പനീസ്. അപ്പം ആ അക്വിഷൻ കഴിഞ്ഞു. 2 വർഷം ഞാൻ ബ്രിലിയോക്ക് വേണ്ടി വർക്ക് ചെയ്തു. ഐ വാസ് ഹെഡിങ് ദെയർ സെയിൽസ്ഫോഴ്സ് ടീം ഇൻ ഇന്ത്യ. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷമായി ഞാനതൊന്ന് പുറത്ത് വന്നു. ഇപ്പം കഴിഞ്ഞൊരു വർഷമായിട്ട് ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അല്ലല്ല, ഒരു മൈക്രോ റിട്ടയർമെൻറ്റ്. എനിക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ട്, നമുക്ക് തിരിച്ച് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. പക്ഷേ ആസ് ഓഫ് നൗ നമ്മൾ കുറച്ചധികം ബേൺഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഒരു സ്റ്റോറി ഇൻ എ നട്ട്ഷെൽ. അപ്പോൾ ഈ പോഡ്കാസ്റ്റ് നമുക്ക് എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് കവർ ചെയ്യാം. അപ്പോൾ ബിഫോർ ദാറ്റ് എവിടെ നിന്നാണ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഈ ഒരു IT-ലേക്കൊക്കെ എത്തണം എങ്ങനെയാണ്? ഞാൻ കോഴിക്കോട് പേരാമ്പ്ര എന്നുള്ള സ്ഥലത്തിനടുത്തുള്ള പുളിയോട്ടുമുക്ക് എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നതൊക്കെ. അപ്പോൾ ഒരു ടിപ്പിക്കൽ നാട്ടിൻപുറമാണ്. അപ്പം ഞാൻ എൻ്റെ 1ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ ഞാൻ അവിടെയായിരുന്നു.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ് ഞാൻ AEEE ഇപ്പോഴത്തെ JEE മീൻസ് അപ്പോൾ ഞാൻ എന്നിട്ട് NIT കാലിക്കറ്റ് ECയിൽ ജോയിൻ ചെയ്തു. പഠിപ്പിച്ചായിരുന്നു ആ പോയിന്റ് വരെ. അപ്പം അതായത് ECൻ്റെ അകത്ത് നമുക്ക് പഠിപ്പിച്ചിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സ്കൂളിലെയും ടോപ്പേഴ്സാണ് ECയിൽ അടുത്ത അവസാനം എത്തുന്നത്. അപ്പം അതും ഭയങ്കര ഒരു എന്താണ് NIT EC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അവിടെ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ ഇത്രയും കാലം ഒരു മുക്കില രാജ്യത്ത് മുഴുവൻ രാജാവായിരുന്നത് ഇവരെ കാണുമ്പോൾ മനസ്സിലാവും. നമ്മളൊരു 50 മാർക്കുള്ള എക്സാമിൽ 10 മാർക്ക് വാങ്ങാൻ കഷ്ടപ്പെടുമ്പോൾ 40-45 മാർക്ക് വാങ്ങുന്ന ഒരു 30 പേരുണ്ടാവും. അപ്പം ഈവൻ ഫണ്ണി സ്റ്റോറീസ് ഞാൻ എൻ്റെ കോഫൗണ്ടേഴ്സായിട്ട് ഞാൻ ബോണ്ട് ചെയ്യുന്നത് എൻ്റെ ഇപ്പോൾ കോളേജിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ് ഞാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കോഫൗണ്ടേഴ്സായിട്ട് ബോണ്ട് ചെയ്യുന്നത് തന്നെ ഈ EC ട്രോമ കോൺവെർസേഷൻസിലാണ്. അതായത് 4 കൊല്ലം കൊണ്ട് പഠിച്ചിറങ്ങണമല്ലോ, പാസ് ഔട്ട് ആവണമല്ലോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ കോഫൗണ്ടേഴ്സിനെ കണ്ടുപിടിക്കുന്നത് തന്നെ. അപ്പോൾ 4 കൊല്ലം NIT കാലിക്കറ്റ് EC എങ്ങനെ ഇഷ്ടംമാതിരി ബാക്ക് പേപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയല്ലോ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി. പഠിപ്പിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താണ്ട് കിട്ടിയല്ലോ. അപ്പം അത് കഴിഞ്ഞ് പുറത്തിറങ്ങി മ്യൂസിക്മ എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഞാൻ പ്ലേസ്ഡ് ആയത്. മ്യൂസിക്മ വൺ ഓഫ് ദ ഏർലി യൂണിക്കോൺസ് ഇൻ ഇന്ത്യയാണ്. അപ്പം അതായത് ഒരു അനലിറ്റിക്സ് സർവീസ് കമ്പനിയാണ്. അപ്പം ആ സമയത്ത് അതായത് 2008 അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2012 സമയത്ത് ഈ ഏറ്റവും ഏർലി സ്റ്റേജിൽ യൂണിക്കോൺ സ്റ്റാറ്റസ് അക്വയർ എന്ന വൺ ഓഫ് ദി ഇന്ത്യൻ കമ്പനീസാണ് മ്യൂസിയമ. അപ്പോൾ ഞാനൊരു അനലിറ്റിക്സ് പ്രൊഫഷണലായിട്ടാണ് ജോലി ചെയ്ത്. അപ്പം 2 വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തു. അപ്പം ആ സമയത്ത് തന്നെ നമുക്ക് ഈ ബിറ്റ്വീൻ ഞാൻ ഈ കോളേജിൽ പഠിച്ചിട്ടുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അപ്പം സഞ്ജയ്, ഹോർമീസ്, മോനിസ്, അപ്പം ഇവരൊപ്പം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഐഡിയ നമ്മൾ കോളേജിൽ പഠിക്കുന്ന ഒരു ഫൈനൽ എത്തുമ്പോഴേ നമുക്കുണ്ടായിരുന്നു. വി വോണ്ട് ടു ഡു സംതിങ്. അപ്പോൾ എല്ലാവരും പോലെ നമ്മളൊരു പ്രൊഡക്റ്റ് ലൈനിലാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും ബാംഗ്ലൂരാണുള്ളത്. അപ്പോൾ നമ്മൾ ഭയങ്കര ബാക്കിൽ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈ ഡിജിറ്റൽ സൈനേജ്, അതായത് ഇപ്പം ബാംഗ്ലൂരുള്ള ഇപ്പം ബ്രൂവറീസ് ആണെങ്കിലും പബ്സ് ആണെങ്കിലും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിലും ഒക്കെ അവിടെ ഒരു 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 വിഷ്വൽ സൈനേജ് പ്ലേസ് ചെയ്യുക ആൻഡ് പീപ്പിൾ വിൽ ബി ഏബിൾ ടു ഇൻറ്ററാക്ട് വിത്ത് ദാറ്റ്. അതായത് ഇപ്പോൾ അടുത്ത സോങ് നമുക്കിപ്പം ഏത് പ്ലേ ചെയ്യണം എന്നുള്ളത് ലൈവായിട്ട് ക്യാൻ വി ഡു ആൻ ഓൺലൈൻ അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു പോൾ നടത്തിയിട്ട് നമുക്കത് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ യൂഷ്വലി നമ്മൾ പോകുമ്പോൾ എന്താ കാണുക, നമ്മളിപ്പം TV-യിൽ ക്രിക്കറ്റ് കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ട് പ്ലേ ചെയ്യുന്നുണ്ടാവും, ബ്രാൻഡഡ് ഏതെങ്കിലും ചാനൽ പ്ലേ ചെയ്യുന്നുണ്ടാവും. അതിന് പകരം ഇറ്റ് വിൽ ഗിവ് ദം കൺട്രോൾ ഓവർ ദ കണ്ടന്റ് ദേ പ്ലേ ആൻഡ് ഓൾസോ ഈ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ കുറേ കൂടെയും എന്താണ് എൻഗേജ് ചെയ്യാൻ പറ്റുന്നൊരു സൊല്യൂഷൻ. അപ്പോൾ അതിൽ ടെക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർഡ്വെയർ ടെക്കും ഉണ്ട്, അതേപോലെ സോഫ്റ്റ്വെയറും ഉണ്ട്. കാരണം ഇത് സെൻട്രലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇവർക്ക് അതിൽ അവരുടെ ആഡ്സ് പ്ലേസ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് വിൽ ബി എൻ അഡീഷണൽ റവന്യൂ ഫോർ ദീസ് പീപ്പിൾ. അതായിരുന്നു ഐഡിയ. അപ്പോൾ നമ്മളതിൻ്റെ കോഡൊക്കെ കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ യാദൃശികമായിട്ട് ഞാൻ ഇന്ന് പോഡ്കാസ്റ്റിൽ ഏറ്റവും അധികം ഉപയോഗിക്കാൻ പോകുന്ന വാക്ക് യാദൃശികമായിരിക്കും. കാരണം കോയിൻസിഡൻസ്, അതായത് സെറിൻഡിപ്പിറ്റി. നമ്മളെ ഇതിൽ ഇഷ്ടംമാതിരി അതിങ്ങനെ സീരീസ് ഓഫ് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും. കാരണം ഞാൻ സെയിൽസ്ഫോഴ്സ്, അതായത് ഞാൻ കമ്പനി ബിൽഡ് ചെയ്ത ടെക്നോളജി ഞാൻ വർക്ക് ചെയ്തിട്ടില്ല അതുവരെ. അപ്പോൾ എൻ്റെ 3 കോഫൗണ്ടേഴ്സിൽ ഒരാൾ, 4 കോഫൗണ്ടേഴ്സിൽ ഒരാൾ സഞ്ജയ് ഡെലോയിറ്റിൽ സെയിൽസ്ഫോഴ്സിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 2012 സമയം സെയിൽസ്ഫോഴ്സിൻ്റെ ഒരു ഏർലി സ്റ്റേജാണ്. അപ്പം ഇന്ന് ഡെലോയിറ്റിന് പ്രോബ്ലി 10,000 പീപ്പിൾ പ്ലസ് സെയിൽസ്ഫോഴ്സ് പ്രാക്ടീസ് ഉണ്ട്. അന്ന് ഡെലോയിറ്റിൽ പ്രോബ്ലി 30-40 പീപ്പിൾ ഉണ്ടാവുള്ളൂ സഞ്ജയ് സെയിൽസ്ഫോഴ്സ് എന്ന ടെക്നോളജി കിട്ടുമ്പോൾ. ഏർലി ഇൻസൈറ്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും, ബട്ട് സംഭവ അവനൊരു ഏർലി ഇൻസൈറ്റ് ഉണ്ടായിരുന്നു ഇത്. അപ്പം അവൻ്റെ വൺ ഓഫ് ദ ഓൺ സൈറ്റ് കണക്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു റാൻഡം പ്രോജക്റ്റ് ഉണ്ട്, ഓക്കെ, റെഡ് ബുക്സ് പറഞ്ഞിട്ട് ഒരു റാൻഡം പ്രോജക്റ്റ് ഉണ്ട്, നിനക്കത് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് അവനോട് ചോദിക്കുകയാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു 10K USD പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ കൊള്ളാലോ, ആസിൻ നമുക്ക് നമ്മുടെ ഈ സാധനം തന്നെ പ്രൊഡക്റ്റ് കമ്പനിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിൻ്റെ ഒപ്പം ഇത് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ചെറിയ റവന്യൂ ആയി. കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആദ്യത്തെ ഒരു 3 മാസം ഇറ്റ് വിൽ, കാരണം നമ്മൾ ജസ്റ്റ് 1-2-3 വർഷം എക്സ്പീരിയൻസുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് മ്യൂസിക് മെയിൽ നിങ്ങളുണ്ട് ഇപ്പോൾ, ബട്ട് യു ആർ സ്റ്റിൽ ട്രൈങ് ടു ഫിഗർ ഔട്ട് ദ ഡിജിറ്റൽ സൈനേജ് ബിസിനസ്. അതിനൊപ്പം തന്നെ ഒരു സർവീസ് റവന്യൂ രീതിയിൽ ഈ പ്രോജക്റ്റ് ഒരു പ്രൊജക്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സെയിൽസ്ഫോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പ്രോജക്റ്റ് ചെയ്യും. ഈ പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഇപ്പം 10K USD അന്നത്തെ എനിക്ക് 6 ലക്ഷം 7 ലക്ഷം രൂപ ഉണ്ട്. അപ്പം അത് നമുക്കൊരു ഒരു 6 മാസം സസ്റ്റെയിൻ ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നമുക്ക് അത്ര അറിയില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്യാൻ പെട്ടെന്ന് ബിൽഡ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ സെയിൽസ്ഫോഴ്സ് ഈ പ്രോജക്റ്റ് എടുക്കുന്നത്. അതും ഭയങ്കര ഒരു റാൻഡം ഡേ ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ മ്യൂസിയം ഭയങ്കര പണിയാണ്. രാവിലെ നമ്മളൊരു 8 മണിയാകുമ്പോൾ ഫോർമൽസ് ഒക്കെ ഇട്ട് ചെല്ലണം. അതായത് പ്രോപ്പർ ഫുൾ സ്ലീവ്. കാരണം അവർ ഭയങ്കര യങ് കമ്പനി ആയതുകൊണ്ട് ഈ ഫൗണ്ടറിൻ്റെ ഭാഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഫ്ലഷ് കോളേജ് ഔട്ട് ഓഫ് പീപ്പിൾ അവർ ഈ പറഞ്ഞ ഒരു കൺസൾട്ടൻ്റ് ലൈൻ പിടിക്കും ഭയങ്കരമായിട്ട്.
അപ്പോൾ നമ്മൾ രാവിലെ 8 മണിക്ക് പോയിട്ടുണ്ടെങ്കിൽ രാത്രി 10 മണി 11 മണി 12 മണിക്കാണ് നമ്മൾ പുറത്തിറങ്ങുക. അപ്പം പക്ഷേ എനിക്ക് ഇഷ്ടമായിരുന്നു വർക്ക്, കാരണം എല്ലാവരും ഇതാ ചെയ്യുന്നു. അവിടെ നമ്മൾ മാത്രം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു അങ്ങനെയൊന്നുമല്ല, അവിടെയുള്ള 3000 പേരും കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു സമയത്ത് ഒരു ഫണ്ണി ഇൻസിഡൻറ്റ്, അതായത് എൻ്റെ മാനേജർക്കും ആർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ ജോലി രാജിവെക്കുന്നില്ല, കാരണം നമുക്കും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ 12 മണി വരെ ഒരു എസ്കലേഷൻ കോളൊക്കെ ഉണ്ടായിരുന്നു ഒരു കസ്റ്റമറായിട്ട് മിസ്സിമയിൽ മാനേജർ. അപ്പോൾ ശ്രീനാഥ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു CET പുള്ളിയാണ്. അപ്പം മാനേജറായിട്ട് ഞങ്ങൾ രണ്ടാൾ എസ്കലേഷൻ കോൾ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നു, തിരിച്ച് വരുന്നു. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് സഞ്ജയ് പറഞ്ഞത് ഈ പ്രോജക്റ്റ് കൺഫേം ആയിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ശരി നമുക്ക് രാജിവെക്കാം. ഞാനും ഇത്തിരി ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അപ്പോൾ അന്ന് രാത്രി ഞങ്ങളെല്ലാവരും പേപ്പർ ഇടാന്ന് പറയും. പേപ്പർ ഇടാച്ചെങ്കിൽ പ്രസ് ദ റെസിഗ്നേഷൻ ബട്ടൺ. അതാണ് ഉദ്ദേശിച്ചേട്ടാ. അപ്പോൾ എല്ലാവരും HR പോർട്ടലിലും ഒരു റെസിഗ്നേഷൻ ബട്ടൺ ഉണ്ടാവും. അപ്പോൾ അത് പോയി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇമെയിലും കാര്യങ്ങളൊക്കെ പോകും. അതാണ് ഒഫീഷ്യൽ റെസിഗ്നേഷൻ പ്രോസസ്സ്. അപ്പോൾ ഞാനന്ന് രാത്രി ഒരു 2 മണി 3 മണിക്കാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത്. ഞങ്ങളൊരു ഫ്ലാറ്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഒരുമിച്ച് ഞങ്ങൾ റിസൈൻ ചെയ്യാണ്. അപ്പം 3 കമ്പനി, അമേഡിയസ് എന്നുള്ള കമ്പനിയിലാണ് ഹോർമീസ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. മോനിസിൻ്റെ കേസിൽ മോനിസ് BPCL ആണ് വർക്ക് ചെയ്യുന്നത്. കൊച്ചിൻ പൈപ്പ് ലൈൻ പ്രോജക്റ്റിലാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അത് ഇത്തിരി കിട്ടാൻ പാടുള്ള ജോലിയാണ്. മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർക്ക് അല്ല ഗേറ്റ് എഴുതി ഗേറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു ഡ്രീം ജോബാണ് എല്ലാ ആൾക്കാർക്കും. അപ്പോൾ മോനിസ് പറഞ്ഞു കുറച്ച് കാലം ഞാൻ ഫണ്ട് ചെയ്യാം, ഓക്കെ, എന്നിട്ട് ഒരു 6 മാസം കഴിഞ്ഞ് ഇത് എങ്ങനെ പോകുന്നതനുസരിച്ചിട്ട് അതിനനുസരിച്ച് ഞാൻ ഇറങ്ങാമെന്ന്. പക്ഷേ ഞങ്ങൾ 3 പേരും എന്തായാലും പേപ്പർ ഇട്ടു. പേപ്പർ ഇടാൻ മീൻസ് അഗെയിൻ റെസിഗ്നേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ ഉറങ്ങി. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഈ മാനേജർക്കൊന്നും ഒരു ഐഡിയ അല്ല. യൂഷ്വലി ഈ റിസൈൻ ചെയ്യുന്നുള്ള പ്രോസസ്സിന് മുമ്പ് നമ്മളെ ഡിസ്പ്ലഷർ നമ്മൾ പറയും, സാലറി കൂട്ടി വേണമെന്ന് പറയും, എന്നിട്ട് ജോലി നമ്മൾ വേറെ നോക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു ഹിൻഡ് ഉണ്ടാവും. പക്ഷേ ഇതൊരു സുപ്രഭാതത്തിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു ഫസ്റ്റ് എന്താണ് നമ്മളെ ഒറിജിൻ സ്റ്റോറി എന്ന് പറയുന്നത് ആ രാത്രി 3 മണിക്ക് സംഭവിച്ചിട്ടുള്ള ആ ഡിസ്കഷനാണ്. 2015. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പേപ്പർ ഇട്ടു. ഇനിയിപ്പം ഒന്നും ചെയ്യാനില്ല. അതിന് പിറ്റേന്ന് രാവിലെ നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിച്ചു അല്ലെങ്കിൽ രാത്രി ചെയ്താൽ, കാരണം നമ്മൾ 2 മണിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അത്ര കൃത്യമായിട്ട് ആലോചിച്ചിട്ടായിരിക്കില്ല ചെയ്യുന്നുണ്ടാവുക, പുലർച്ചെ 2 മണിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പിറ്റേന്ന് ആലോചിച്ചു. പക്ഷേ നമ്മളെന്തായാലും ഓഫീസിൽ പോകാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലും നമ്മൾ ഏതായാലും ഇറങ്ങി. നമുക്ക് ഈ ഡിജിറ്റൽ സൈനേജ് ബിസിനസ് നമുക്ക് എന്തായാലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിക്കോട്ടെ വെച്ചിട്ടാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. അപ്പം എഗെയിൻ യാദൃശ്ചികമായിട്ട് നമുക്ക് സെയിൽസ്ഫോഴ്സ് തന്നെ വേറൊരു പ്രൊജക്റ്റും കൂടി കിട്ടുകയാണ്. തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോൾ അത് ഇത്തിരി വലിയ പ്രൊജക്റ്റാണ്. ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടൊരു US സ്റ്റാർട്ടപ്പ് ഉണ്ട്. അപ്പം ഈ സെയിൽസ്ഫോഴ്സ് ആസ് എ പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയൽ ഇറ്റ്സ് ഒരു CRM ആണ് എൻഡ് ഓഫ് ദ ഡേ. പക്ഷേ ഇറ്റ്സ് ലൈക്ക് എ പാസ്, ലൈക്ക് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തും ബിൽഡ് ചെയ്യാം. ആക്ച്വലി ഇറ്റ് വുഡ് ബി എൻ എക്സ്പെൻസീവ് സൊല്യൂഷൻ, ബട്ട് യു ക്യാൻ സ്റ്റിൽ പ്രിറ്റി മച്ച് എനിത്തിങ് ഔട്ട് ഓഫ് സെയിൽസ്ഫോഴ്സ്. അപ്പോൾ നമുക്ക് രണ്ടാമത് കിട്ടിയ പ്രോജക്റ്റ് ഒരു US ബേസ്ഡ് സ്റ്റാർട്ടപ്പാണ്, വെൽ ഫണ്ടഡ് സ്റ്റാർട്ടപ്പാണ്. അവർക്കൊരു നമ്മൾ യൂബറൊക്കെ പോലത്തെ ഒരു ഫ്ലീറ്റ് മാനേജ്മെൻറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ഫെലിക്സ് വാണ്ട്സ് ടു ഗോ ടു കാലിക്കറ്റ് നിന്ന് ബാംഗ്ലൂർ പോകണം. കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ് കിട്ടിയത്. അപ്പോൾ ഫെലിക്സിൻ്റെ കാർ എടുത്ത് കൊച്ചിയിൽ വന്നു. എന്നിട്ട് ഫെലിക്സ് ഫ്ലൈറ്റ് എടുത്ത് ബാംഗ്ലൂർ പോയി. ആൻഡ് യു വാണ്ട് ടു ഹയർ സംബഡി ടു ഡ്രോപ്പ് ദിസ് കാർ ബാക്ക് ടു കാലിക്കറ്റ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപ്ര പോലത്തെ ഒരു സൊല്യൂഷനാണ് ഈ ഡ്രൈവർ എന്ന് പറഞ്ഞ കമ്പനി. പക്ഷേ അതൊരു വലിയ പ്രോജക്റ്റ് ആയിരുന്നു. അതിൽ നമ്മൾ ഇനീഷ്യൽ എസ്റ്റിമേറ്റ് തന്നെ ഓൾമോസ്റ്റ് ആദ്യത്തെ ഫേസിൻ്റെ എസ്റ്റിമേറ്റ് തന്നെ ഓൾമോസ്റ്റ് $100K USD+ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം ആ പ്രൊജക്റ്റ് കാരണമാണ് നമുക്കും ഒരു റിയലൈസേഷൻ വരുന്നത് ഇത് കൊള്ളാലോ പരിപാടി. കാരണം പിന്നെ സർവീസ് ബിസിനസിൻ്റെ വേറൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഡേ 1 തൊട്ട് നമ്മൾ പ്രോഫിറ്റബിൾ ആയിരിക്കും. കോസ്റ്റ് എന്ന് പറയുന്നത് 3 ലാപ്ടോപ്പ് വാങ്ങണം, അല്ലെങ്കിൽ എത്ര ആൾക്കാരുണ്ട് അത്രയും ലാപ്ടോപ്പ് വാങ്ങണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി വൺസ് യു ഹാവ് ദ പ്രോജക്റ്റ് നമുക്ക് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ദ ഡേ 1 തൊട്ടിട്ട് ആ പെർട്ടിക്കുലർ പ്രോജക്റ്റ് എപ്പോഴും പ്രോഫിറ്റബിൾ ആയിട്ടാണ് പോകാൻ പോകുന്നത്. കാരണം നമ്മൾ അന്നത്തെ സമയത്ത് എനിക്ക് നമ്മൾ $25 per hour ബില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പം ഒരു 100K പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിൽ മോസ്റ്റ്ലി 50-60% ഗ്രോസ് മാർജിൻ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ആ പ്രോജക്റ്റ് വന്നപ്പോൾ നമുക്ക് ഇത്തിരി ധൈര്യമായി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോജക്റ്റ് ഡെലിവർ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചധികം ആൾക്കാരെ ഹയർ ചെയ്യണം. കാരണം സെയിൽസ്ഫോഴ്സിലുള്ള കുറച്ചധികം ടാലൻറ്റിനെ ഹയർ ചെയ്യണം. അന്നാണെങ്കിൽ സെയിൽസ്ഫോഴ്സ് ടാലൻറ്റ് ഇന്നിപ്പം ഭയങ്കരമായിട്ട് സെയിൽസ്ഫോഴ്സ് ടാലൻറ്റ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അന്ന് അത്രയും അവൈലബിൾ ആയിരുന്നില്ല. പക്ഷേ നമ്മൾ ടാലൻറ്റിനെ ഹയർ ചെയ്യുമ്പോൾ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ വൺസ് യു ഹയർ എ ടാലൻറ്റ് ഇസ് എ കമ്മിറ്റ്മെൻറ്റ്. പിന്നെ നമുക്കിത് നിർത്താൻ പറ്റില്ല. അവർ വേറെ സ്ഥലത്ത് നിന്ന് ജോലി രാജിവെച്ച് ഇവിടെ വന്ന് നമ്മളൊപ്പം ജോയിൻ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ പ്രൊഡക്റ്റും ഇതും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്കാം. പക്ഷേ വിൽ ഫോക്കസ് ഓൺ ദിസ് ഫോർ സം ടൈം. മറ്റടുത്ത് റവന്യൂ പ്രൊഡക്റ്റും കൂടെ അല്ല. നമുക്ക് ഈ പ്രോട്ടോടൈപ്പ് ഉണ്ടാകണമെങ്കിൽ തന്നെ, കാരണം ഈ സൈനേജ് വാങ്ങണം, അത് സെൻട്രലി കൺട്രോൾ ചെയ്യാൻ പറ്റണം, അത് ഇവർക്ക് തന്നെ അത് അഡ്മിനായിട്ട് മാനുവലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മൊഡ്യൂൾസ് ഉണ്ടാക്കി കൊടുക്കണം. അതിൽ കുറച്ചധികം ഡെവലപ്മെൻറ്റ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രോബ്ലി വി ആർ ലൈക്ക് 60% ത്രൂ.
പക്ഷേ നമ്മൾ സർവീസിൽ റവന്യൂ ആയതുകൊണ്ട് അഗൈൻ സ്വിച്ച്. സർവീസിൽ റവന്യൂ ഉണ്ട് ആൻഡ് വലിയ റവന്യൂ അല്ലേ വന്നത്. കാരണം അന്നത്തെ നമ്മളെ ഇതില്ലേ $100K എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം 62 എങ്ങനെയായിരുന്നു അന്നത്തെ ഇത്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. നമുക്ക് ഫസ്റ്റ് വന്ന പേയ്മെൻറ്റ് 10K 6.28 lakhs ആണ്. അപ്പോൾ 62.8 ആണ് അന്നത്തെ ഡോളർ റേറ്റ്. ഇന്നിപ്പോൾ 90 എത്തി, 85 സംതിങ്. അപ്പം ആ പ്രൊജക്റ്റിൻ്റെ മുകളിലാണ് നമ്മൾ ആക്ച്വലി സെയിൽസ് ഫോഴ്സ് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കാൻ തുടങ്ങി. അപ്പം അതാണ് ഒരു ഒറിജിൻ സ്റ്റോറി. അത് കഴിഞ്ഞിട്ട് ടാലൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളായിരുന്നു. കാരണം ഈ പ്രൊജക്റ്റ് നമുക്ക് ബൈ സെറൻഡിപ്പിറ്റി അല്ലെങ്കിൽ ലക്ക് ഫ്ലൂക്ക് വി ഗോട്ട് ദിസ് പ്രൊജക്റ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രൊജക്റ്റ് കൂടി കിട്ടി. ഒരു മൂന്നാമതൊരു പ്രൊജക്റ്റും കൂടെ ഇതേപോലെ GC അലക്സ് റോയ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു GC 2000 എപ്പോഴെങ്കിലും പാസ് ഔട്ട് ആയിട്ടുള്ള ഒരു പുള്ളി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിട്ടുള്ള കോവർക്കിംഗ് സ്പേസ് പുള്ളിയാണ് നടത്തിക്കൊണ്ടിരുന്നത് ബാംഗ്ലൂർ സർജാപൂർ റോഡിൽ. അപ്പം അവിടെ അവർക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, സെയിൽസ് ബോക്സ് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കൊരു CRM ഇംപ്ലിമെൻറ്റേഷൻ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാതെ വളരെ ചാൻസിൽ നമുക്ക് 3 പ്രൊജക്റ്റ് കിട്ടുകയാണ്. ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് ഒരു 1 CR ടേൺ ഓവർ ഫസ്റ്റ് കൊല്ലം തന്നെ നമ്മൾ ഹിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു പൊസിഷനിലോട്ട് നമ്മൾ എത്തുകയാണ്. അപ്പം പക്ഷേ ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി സർവീസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക ഒരു 10-15 years സർവീസിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. കാരണം അവർക്ക് അത്രയും കണക്ട്സ് ഉണ്ടാവും, അവർക്ക് മാർക്കറ്റിൽ അത്രയും ക്രെഡിബിലിറ്റി ഉണ്ടാവും. പിന്നെ ടിപ്പിക്കലി ഒരു യങ് പീപ്പിൾ ഗെയിം അല്ല സർവീസസ്. നമ്മൾ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള കുറേ അധികം സക്സസ് സ്റ്റോറീസ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇത്തിരി ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓൾഡ് ആസ് നോട്ട് ബൈ ഏജ്, ബൈ എക്സ്പീരിയൻസ്. ഈ ഇൻഡസ്ട്രിയിൽ നിന്നിട്ടുള്ള ഇൻഫോസിസ് പീപ്പിൾ, ആക്സെഞ്ചർ പീപ്പിൾ, അവരാണ് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര യങ് പീപ്പിൾ, നമുക്ക് ഹയർ ചെയ്യേണ്ട ടാലൻറ്റ് അത്രയും നമുക്ക് വേണ്ട എക്സ്പീരിയൻസ് ടാലൻറ്റൊക്കെ നമ്മളെക്കാളും ഓൾഡറാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവരെ കൺവിൻസ് ചെയ്യാൻ വേണം. ആൻഡ് ആ സമയത്ത് നമ്മളൊരു ഫ്ലാറ്റിൽ ഒരു 3 BHK ഫ്ലാറ്റിൽ, അത് ബാംഗ്ലൂർ പീപ്പിൾ ഷുഡ് ബി ഏബിൾ ടു റിലേറ്റ് ടു ദിസ്. ആസ് ഇൻ മാരത്തള്ളിൻ്റെ ഉള്ളിൽ കുന്തലഹള്ളിൻ്റെ അടുത്ത് മുന്നേക്കൊലാല എന്ന് പറഞ്ഞിട്ടുള്ള മടിവാള സ്ട്രീറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടോ? മടിവാള സ്ട്രീറ്റ്സ് ഒക്കെ പോലത്തെ ഒരു സെറ്റപ്പാണ്. ആസ് ഇൻ ഒട്ടും കളർഫുൾ അല്ല. അപ്പം അവിടെയാണ് നമ്മളെ ഫ്ലാറ്റ്. അതിൻ്റെ ഒരു ബെഡ്റൂം ഹോളുമാണ് നമ്മൾ കുറച്ച് ടേബിളും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഓഫീസായിട്ട് മെയ് ഷിഫ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു 10 പേർക്കെങ്കിലും നമ്മൾ ഓഫർ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നമ്മളെ കുറച്ച് അന്വേഷിച്ച് കഴിയുമ്പോൾ അവർ ദേ വിൽ നോട്ട് ജോയിൻ. ആസ് ഇൻ പക്ഷേ ഇവഞ്ച്വലി ദേ വിൽ നോട്ട് ജോയിൻ. അങ്ങനെ അവസാനം ഒരു പൂനെ ബേസ്ഡ് ആയിട്ടുള്ള റിസോഴ്സ് ആൻഡ് ഹി വാണ്ടഡ് ടു മൂവ് ടു ബാംഗ്ലൂർ ഫോർ സം റീസൺ. ഐ തിങ്ക് ഹിസ് ഗേൾ ഫ്രണ്ട് വാസ് ഹിയർ അങ്ങനെ എന്തോ. അപ്പോൾ അവന് നമ്മളൊരു ഓഫർ കൊടുത്തു. അപ്പോൾ അവൻ ഫസ്റ്റ്, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ആസൻ, അവൻ ഫസ്റ്റ് വന്ന് അവനും സ്റ്റാർട്ടപ്പാണെന്നറിയാം, പാക്കേജൊക്കെ സാലറി ഒക്കെ നല്ലതാണ്, പക്ഷേ നമ്മുടെ ഒരു സെറ്റപ്പിനെ കുറിച്ച് കൃത്യമായ ധാരണ അവനുണ്ടായിരുന്നില്ല. അപ്പം ഫസ്റ്റ് വരുന്നത് ഈ ഫ്ലാറ്റിലാണ്. അത് 3 മല്ലു ചെക്കന്മാർ, അത് അവൻ ഗുജറാത്തിയാണ്. പിന്നെ അവനേക്കാളും പ്രായം കുറഞ്ഞ 3 ആൾക്കാരും. അത് കഴിഞ്ഞിട്ട് അവൻ വന്നു. അപ്പം ഈ കണ്ടപ്പോൾ അവൻ ശരിക്കും ഞെട്ടിയിട്ടുണ്ട്. ആസിൻ നന്നായി അവൻ ഞെട്ടിയിട്ടുണ്ട്. ആസിൻ അവന് കൃത്യമായിട്ട് എവിടെയാണ് ഞാൻ വന്ന് പെട്ടതെന്നുള്ളത് എനിക്ക് അവൻ്റെ മുഖത്ത് അറിയായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ആവുന്നത്ര നമ്മുടെ ഭാഗത്ത് എഫേർട്ട് ഇട്ടിട്ട് ടു മേക്ക് ഹിം കംഫർട്ടബിൾ, മേക്ക് ഹിം അറ്റ് ഈസ് എവരിത്തിങ്. പക്ഷെ അപ്പോഴും അന്ന് രാത്രി എനിക്കിപ്പോഴും ഞാനും സഞ്ജയായിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ട്. ആസിൻ ഇവൻ നാളെ വരുമെന്നുള്ള നമുക്കൊരു ഉറപ്പില്ല. ആസിൻ കാരണം ഇതൊക്കെ കണ്ട് മനസ്സിലായിട്ട് അവൻ പിടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിത്തിരി ഒപ്റ്റിമിസ്റ്റിക്കാണ്. ഞാൻ പറയുന്നുണ്ട് ഉറപ്പായിട്ടും വരും. അപ്പോൾ സഞ്ജയ് പറഞ്ഞു, അങ്ങനല്ല, അവൻ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലും വരില്ല അടുത്ത ദിവസം. പക്ഷെ അവൻ അടുത്ത ദിവസം വന്നു. കാരണം അപ്പം അവൻ തന്നെ പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അവൻ വിചാരിച്ചിട്ട് അവന് വേറെ ഓഫറൊന്നുമില്ല. അപ്പോൾ 1 മാസം സാലറി വാങ്ങിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അവൻ 2ാം ദിവസം വന്നിട്ടുള്ളത്. അപ്പം ഏർലി ഡേയ്സിൽ മെയിൻ ചാലഞ്ച് വാസ് ഫൈൻഡിങ് ടാലൻറ്റ് തന്നെയായിരുന്നു. ആൻഡ് ഫൈൻഡിങ് ടാലൻറ്റ് ഹാസ് ഓൾവേസ് ബീൻ ദ ചാലഞ്ച്. ജസ്റ്റ് ഫോർ ദ കോണ്ടെക്സ്റ്റ്, ഈ സെയിൽസ് ഫോഴ്സിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ ആണോ വേണ്ടി വരും? അതെ, സെയിൽസ് ഫോഴ്സ് പ്രൊജക്ട്സിൽ വർക്ക് ചെയ്തിട്ടുള്ള ടാലൻറ്റ് വേണം. ആസ് നമ്മൾ ഇത്രയും വലിയ പ്രൊജക്ട്സ് കമ്മിറ്റ് ചെയ്യുമ്പോൾ അതൊരു ഇപ്പം സെയിൽസ് ഫോഴ്സിൻ്റെ ബാക്ക് ആൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പെക്സ് എന്നൊരു ലാംഗ്വേജ് ആണ്. ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്വൽ ഫോഴ്സ്, അന്ന് വിഷ്വൽ ഫോഴ്സ്, ഇന്ന് ലൈറ്റ്നിങ്. അപ്പം ഈ ടെക്നോളജി വൈൽ ഇറ്റ് സിമിലർ ടു ജാവ സ്ക്രിപ്റ്റ്, അത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് ആ ടാലൻസ് കുറവാണ്. അന്ന് ആ ടാലൻറ്റ് കുറവാണ്. അപ്പം കമ്പാരിറ്റീവ്ലി ആ ടാലൻറ്റ് അന്ന് ഭയങ്കര കുറവാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം ഫസ്റ്റ് ഇയർ തൊട്ടിട്ട്, അതായത് 2015 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 15 ആ ഇയർ തൊട്ട് തന്നെ നമ്മൾ കോളേജിൽ പ്ലേസ്മെൻറ്റ് പോയി. അപ്പോൾ ഫസ്റ്റ് ഇയർ നമ്മൾ പോകുന്ന VITയിലാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം തൊട്ട് വി വർ ഗോയിങ് ടു ഓൾ സൗത്ത് ഇന്ത്യൻ NITs, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, TKM, CET, NIT, സൗത്ത് ഇന്ത്യൻ NITs, NIT വാറങ്കൽ, സൂറത്ത്, ട്രിച്ചി, കാലിക്കറ്റ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ ടാലൻറ്റിനെ ഹയർ ചെയ്യാൻ തുടങ്ങി. ആൻഡ് നമ്മൾ തന്നെ ട്രെയിൻ ചെയ്തെടുക്കാൻ തുടങ്ങി. കാരണം അതല്ലാണ്ട് വേറൊരു സൊല്യൂഷൻ ഉണ്ടായിരുന്നില്ല. ഇഫ് യു വോണ്ട് ടു ഡു ദിസ് അറ്റ് സ്കെയിൽ, നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുക എന്നല്ലാതെ വേറൊരു സൊല്യൂഷൻ ഉണ്ടായിരുന്നില്ല.
ആദ്യത്തെ 1-2 വർഷം കഴിഞ്ഞപ്പോൾ അത് ഈസിയായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോളേജസിലെ കുട്ടികൾക്കും റിലേറ്റ് ചെയ്യാൻ തുടങ്ങാൻ പറ്റും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സീനിയേഴ്സ് അവിടെ ഉണ്ട്. ദേ നോ ദാറ്റ് ഇറ്റ്സ് എ ഫൺ പ്ലേസ് ടു ബി. കാരണം നമ്മളും ആ സെയിം ബാക്ക്ഗ്രൗണ്ടിൽ ആൾക്കാരാണ്. അപ്പം ആദ്യത്തെ 2 വർഷം കഴിഞ്ഞപ്പോൾ ഇത് ഈസിയായി. പക്ഷേ ഇനീഷ്യൽ ഡേയ്സിൽ ഇത് ഇത്തിരി ഭയങ്കര പാടായിരുന്നു ഈ ടാലൻറ്റ് കണ്ടുപിടിക്കാനും ട്രെയിൻ ചെയ്യാനും ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി കൺവിൻസ് ചെയ്യാനും ടു ജോയിൻ എ സ്റ്റാർട്ടപ്പ്. ഇപ്പം കുറേ കൂടെ സ്റ്റാർട്ടപ്സിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. അന്ന് ഇത്ര സക്സസ് സ്റ്റോറീസ് ഇല്ല. അത് ആസ് ഇൻ 2012-2013 US ഉണ്ടാവും, പക്ഷേ ഇന്ത്യയിൽ അത്രയും സക്സസ് സ്റ്റോറീസ് ഇല്ല. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഫ്ലിപ്കാർട്ട് വാൾമാർട്ട് അക്വയർ ചെയ്തപ്പം എത്രയോ പീപ്പിൾ ഓവർനൈറ്റ് ബില്യനേഴ്സ് ആയി. ആ സ്റ്റോറീസൊക്കെ ഇപ്പം അറിയാം. പക്ഷേ നമ്മളെ സമയത്ത് ആസ് ഇൻ വൈൽ ഇറ്റ്സ് നോട്ട് 10 കൊല്ലം മുമ്പാണ്, 12 കൊല്ലം മുമ്പാണെങ്കിൽ പോലും എസ്പെഷ്യലി സർവീസ് സൈഡിൽ ഇപ്പോൾ ഉള്ളതുപോലെ ആൾക്കാരുടെ ഒരു ഓപ്പൺനെസ് ഉണ്ടായിരുന്നില്ല സ്റ്റാർട്ടപ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ പുതിയ കമ്പനിക്ക് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കൂടെ സെയിം സ്റ്റോറി റൈറ്റ്, 3 people, പക്ഷേ വി ഹാവ് എ പ്രൂവൺ ഹിസ്റ്ററി, അതുണ്ട്. പക്ഷേ അപ്പോഴും ഇഫ് യു ഇൻ്റർവ്യൂ 10 people, 8 are willing to join now. പക്ഷേ അന്ന് ഇഫ് യു ഇൻ്റർവ്യൂ 10 people and release 10 offers, 9 will not join. അപ്പോൾ ആ ഒരു വ്യത്യാസം ഇന്നിപ്പം സംഭവിച്ചിട്ടുണ്ട്. ഈ ടാലൻറ്റിൻ്റെ സ്ട്രഗിൾ ആക്ച്വലി എല്ലാ കാലത്തും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ഇപ്പോഴത്തെ ഒരു റെലവൻ്റ് ആയിട്ടുള്ളൊരു അഡ്വൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അഡ്വൈസ് അല്ല, അപ്പം നമ്മൾ ടാലൻറ്റ് എപ്പോഴും ചേസ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നമ്മളെ ഇൻഡസ്ട്രിയിൽ, നമ്മൾ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ നമ്മളെ പീപ്പിൾ ഈസ് എവരിത്തിങ്. ഓക്കെ, അവരുടെ ടാലൻ്റാണ് കമ്പനീനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പം വി ഷുഡ് ഹയർ പീപ്പിൾ ബെറ്റർ ദാൻ യു, അതൊരു ആസ്പെക്റ്റ്. രണ്ടാം സ്ഥാനത്തിൽ ഈ പറഞ്ഞ വിഷനോട് കമ്മിറ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പം ആ ടൈപ്പ് അല്ലെങ്കിൽ എക്സ്ട്രീംലി ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മളെ കമ്പനിയിൽ ജോയിൻ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മളെ സക്സസിൻ്റെ ഒരു മെയിൻ ഫാക്ടറാണ്. ഓക്കെ, ഇപ്പം നമ്മളൊപ്പം അന്ന് ഉണ്ടായിരുന്ന പലരും ഇന്ന് ബ്രില്ലിയോ എന്നുള്ള കമ്പനിയിൽ സീനിയർ ആർക്കിടെക്ട്സ് ആണ്, ഡയറക്ടേഴ്സ് ആണ്. ആ ഒരു ഫുൾ ഫ്ലോ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ദേ വുഡ് ബി ദ യങ്ങസ്റ്റ് വൺസ്. ബ്രില്ലിയോ പോലത്തെ ഒരു കമ്പനിയിൽ ദേ വുഡ് ബി ദ യങ്ങസ്റ്റ് അസോസിയേറ്റ് ഡയറക്ടർ ആൻഡ് സീനിയർ ആർക്കിടെക്ട്സ്. ആ ഒരു കൾച്ചറുണ്ട്. പക്ഷേ ഇവരെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ CEO ആയിരുന്നല്ലോ, അപ്പം ഈ ഹയറിങ് എൻ്റെ അടിയിലായിരുന്നു. അപ്പം വൺസ് വി ഫൈൻഡ് എ ഗുഡ് ടാലൻറ്റ് ഞാൻ ചേസ് ചെയ്യായിരുന്നു. ഇപ്പോൾ MECയിൽ ഒരു സഹൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ബ്രില്ലിയോയിലുണ്ട്, നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2018 സമയത്താണ് അവൻ 2017 സമയത്താണ് അവൻ ഫസ്റ്റ് ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. നമുക്ക് അറിയാൻ നല്ലതാണ്. അവൻ കൊച്ചിയിൽ ക്യൂബേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. പക്ഷേ ഹി വാസ് നോട്ട് വില്ലിംഗ് ടു ജോയിൻ അസ്. പിന്നെ എല്ലാ വിഷുവിനും എല്ലാ ന്യൂ ഇയറിനും ഞാൻ മെസ്സേജ് ചെയ്യും, ഹൈ ഹാപ്പി ന്യൂ ഇയർ, ഹൗ ആർ യു. ആസ് ഇൻ നമുക്ക് ജസ്റ്റ് വി നീഡ് ടു ഷോ ദം ദാറ്റ് നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ യു ആർ വെയിറ്റിംഗ് for him to have a moment of frustration with his company, അല്ലെങ്കിൽ അവനെന്നെ തോന്നണം ഓക്കെ ഇനഫ് വിത്ത് ദിസ് ആൻഡ് ഐ വോണ്ട് ടു മൂവ് ടു സംതിങ് എൽസ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവൻ്റെ മുമ്പിൽ ഉണ്ടാവണം. ഓക്കെ, ഔട്ട് ഓഫ് ഫേസ് ഈസ് ഔട്ട് ഓഫ് മൈൻഡ് എന്നാണ്. അപ്പം ആ രീതിയിൽ ദർ ആർ സോ മെനി പീപ്പിൾ ഐ ലിറ്ററലി ചേസ് ഡൗൺ ആൻഡ് ദർ ആർ പീപ്പിൾ യു വുഡ് ജോയിൻ ഓൾസോ ഈവൻ ആഫ്റ്റർ ദാറ്റ്. അപ്പോൾ 2022 വരെ, അതായത് ഞാൻ അക്വിഷൻ കഴിയുന്നവരെ, there is this person, I think വേദ is her name. ഇപ്പോൾ വേദ ബാംഗ്ലൂർ സെയിൽസ്ഫോഴ്സ് കമ്മ്യൂണിറ്റിയിൽ ഭയങ്കര ഫേമസ് ആണ്. There's a huge Salesforce community in Bangalore, like developer community. അതിൽ ഭയങ്കര ഫേമസ് ആണ്. അപ്പം ഒരു 2019 തൊട്ട് 2023 വരെ എവറി ന്യൂ ഇയർ അല്ലെങ്കിൽ എവറി ഒക്കേഷൻസ് ഐ സെൻഡ് എ മെസ്സേജ് ആൻഡ് ഐ ഗിവ് എ snapshot where the company stands now, the exciting things that we are doing, etc. പക്ഷേ എന്നിട്ടിപ്പോഴും പിന്നെ ജോയിൻ ചെയ്തില്ല. പക്ഷേ അപ്പോൾ ഐ തിങ്ക് the important aspect is actually we need to give that importance to people. Customers and people are the two pillars. ഓക്കെ, എസ്പെഷ്യലി ഇൻ സർവീസ് ബിസിനസ് പീപ്പിൾ ഈസ് എവരിത്തിങ്. കാരണം അതാണ് നമ്മൾ കൊടുക്കുന്ന സർവീസ് എന്ന് പറയുന്നത് ഈ പീപ്പിളിൻ്റെ ടൈമാണ്. ഓക്കെ, അപ്പം നല്ല ആൾക്കാരെ നമ്മൾ ചേസ് ചെയ്യണം. ആൻഡ് അത് ഇത്തിരി ബോറിങ് ജേണി ആയിരിക്കാം, ഇത്തിരി എഫേർട്ടായിരിക്കാം, ഇത്തിരി ഈഗോനെ ഇത്തിരി ഹിറ്റ് ചെയ്യും. കാരണം you are chasing down somebody end of the day, right? And you are getting rejected over and over and over again. But I think you should do that. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. Oh yeah, that is with the people. Then ഒരു 0 to 1 journey പറയുകയാണെങ്കിൽ was it always easy to get the customers on one side? 0 to 1 വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി ഇനീഷ്യൽ ഫേസ് ഭയങ്കര ഈസി ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ നോക്കുമ്പോഴും പെട്ടെന്ന് ഇവർ സ്കെയിൽ ചെയ്യുന്നു, പെട്ടെന്ന് ഇവർ 10-30 പേരാവുന്നു. ബാംഗ്ലൂർ അപ്പം ഓഫീസൊക്കെ ഉണ്ടാവുമല്ലോ മുന്നേക്കൊലാല ഫ്ലാറ്റിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ ഇന്ദിരാനഗറിൽ ഓഫീസ് എടുക്കുന്നു. കാരണം അന്ന് 100K is a lot of money. അപ്പം ഈ 2 പ്രോജക്റ്റിൽ when we had that kind of revenue, right, നമ്മൾ once year we test in the first 6 months or 9 months something സാധനത്തിൽ. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇത്തിരി ഹൈഫൈ ഓഫീസ് സാധനങ്ങൾ നമുക്ക് അങ്ങനെ ഭയങ്കര യങ്ങാണല്ലോ. വി വർ ലൈക്ക് 24-25 years old. അപ്പം ഈ സാധനത്തിനോടൊക്കെ ഇത്തിരി അട്രാക്ഷനും ഉണ്ട് ടു ഷോ പീപ്പിൾ സാധനങ്ങൾ. അപ്പം അത് കഴിഞ്ഞ് 2-3 പ്രൊജക്ട്സ് വന്ന് അത് കഴിഞ്ഞൊരു ഭയങ്കര ഡ്രൈ സ്പെല്ലായിരുന്നു. അതിന് ഒരു വർഷത്തോളം വി വർ നോട്ട് ഗെറ്റിംഗ് എനി ഡ്രൈവ് ടു പോലത്തെ സൈസിലുള്ള നല്ല പ്രൊജക്ട്സ് ഒന്നും വരുന്നുണ്ടായിരുന്നു.
ആസിൻ ഐ തിങ്ക് നമുക്ക് ഫസ്റ്റ് 3 പ്രൊജക്ട്സ് നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ഫസ്റ്റ് സെറ്റ് ഓഫ് പ്രൊജക്ട്സ് നമുക്ക് കിട്ടിയത് നമ്മൾ മെറിറ്റ് കൊണ്ടായിരുന്നില്ല. ഇറ്റ്സ് ലൈക്ക് എ ചാൻസ് തിങ്, റൈറ്റ്? അപ്പോൾ അടുത്ത സെറ്റ് ഓഫ് പ്രൊജക്ട്സിന് വേണ്ടി നമ്മൾ വി നീഡ് ടു ഡു ദാറ്റ് ഹാർഡ് വർക്ക്, ഓക്കെ, ആൻഡ് വി നീഡ് ടു ഷോ ദാറ്റ് ക്രെഡിബിലിറ്റി. അതത്ര ഈസി ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ B1 വിസയിൽ നമ്മൾ US പോകുന്നു, നമ്മൾ ട്രൈ ചെയ്യുന്നു, അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. US പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? 2016-15 മെയ് ലേറ്റ് 15 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 16 തന്നെ നമ്മൾ US പോയിട്ട് വി വർ അറ്റൻഡിങ് മീറ്റപ്സ് ആൻഡ് എവറിത്തിങ് ടു സീ പൊട്ടൻഷ്യൽ പ്രോജക്ട്സ്. പക്ഷേ അവിടെ നിന്ന് കിട്ടുന്ന പ്രോജക്ട്സ് ഭയങ്കര ചെറിയ പ്രോജക്ട്സ് ആണ്. പിന്നെ അതേസമയം വേറെ ചാനൽസ് ഉണ്ടെങ്കിൽ സർവീസ് ബിസിനസ്സിൽ വൺ ഓഫ് ദ എന്താണ് നമ്മൾ ചെയ്ത അടുത്ത മിസ്റ്റേക്ക് ഞാൻ പറയില്ല, ദർ ആർ കമ്പനി സക്സസ്ഫുൾ കമ്പനീസ് ഡൂയിങ് ദിസ്. പക്ഷേ ഇന്ത്യൻ പ്രോജക്ട്സിൽ ഭയങ്കര നമ്മൾ ഇന്ത്യൻ കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്യായിരുന്നു. കാരണം നമ്മളിവിടെയാണ്. അപ്പം മോനിസ സമയപ്പോഴേക്ക് BPCL വിട്ട് ജോയിൻ ചെയ്തു, ആൻഡ് ഹി വാസ് ആക്ച്വലി കൈൻഡ് ഓഫ് ട്രൈങ് ടു ലാൻഡ് സം ഇന്ത്യൻ കസ്റ്റമേഴ്സ്. അവിടെ ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും നമ്മുടെ സ്കോപ്പ് ഇങ്ങനെ കൂടി വരും. ഒരു പ്രൊജക്റ്റിൽ ഡെലിവറി ആണല്ലോ, ബജറ്റ് ആണെങ്കിൽ നേരെ താഴോട്ട് വരും. കാരണം 2 ടീം അത് ഡിസ്കസ് ചെയ്യാം. ബജറ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിനാൻഷ്യൽ ടീം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ബജറ്റ് അവർ മാക്സിമം അവർ താത്തി പിടിക്കും. ആ സമയം സ്കോപ്പ് എന്ന് പറയുന്ന സാധനങ്ങൾ നെവർ എൻഡിങ് സൈക്കിൾ, അതിങ്ങനെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നമ്മൾ ആ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് മാർജിൻ വരുന്നില്ല. ഓക്കെ, നമുക്ക് എന്താണ് ആക്ച്വലി നഷ്ടത്തിലാണ് ആ പ്രോസസ്സ് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് വന്നു. നമ്മൾ കുറച്ചൊക്കെ വീട്ടുകാരുടെ അടുത്തുനിന്ന് ഒരു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി റേസ് പോലെ വീട്ടുകാരുടെ അടുത്തുനിന്ന് ശമ്പളം കൊടുക്കാൻ വേണ്ടി പൈസ വാങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വരെ വന്നു. അപ്പോൾ അതൊക്കെ ഇത്തിരി വിഷമമുള്ള കാര്യങ്ങളുമാണ്. കാരണം നമ്മൾ അങ്ങനെ വീട്ടിൽ പൈസ ചോദിച്ചിട്ടൊരു പരിചയമൊന്നുമില്ല. പ്ലസ് നമ്മൾ ആദ്യം ഒരു ഇനീഷ്യൽ സക്സസ് കാണിച്ചപ്പോൾ നമ്മളിത്തിരി കഴിഞ്ഞിട്ട് അവർക്കും പേടിയുണ്ടല്ലോ, ദീസ് പീപ്പിൾ റിയലി സ്ട്രഗ്ലിംഗ്, ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി സ്ട്രഗ്ലിംഗ് ഫേസ് ആയല്ലോ. അപ്പം ആ ഒരു സ്റ്റേജാണ് നമ്മൾ അടുത്ത സ്റ്റേജ്. ഓക്കെ, അതായത് ഒരു 2016 സമയത്ത്. അത് കഴിഞ്ഞിട്ട് അടുത്ത യാദൃശ്ചികത ഇൻസിഡൻറ്റ്, ഒരു ഹർഷ എന്ന് പറഞ്ഞിട്ട് US സ്റ്റാഫിംഗ് കമ്പനി നടത്തുന്ന ഒരു പുള്ളിയുണ്ട്. ലൈക്ക് നമ്മളെക്കാളും കുറച്ചുകൂടി പ്രായമുള്ള ഒരാൾ. അപ്പം നമുക്ക് US കസ്റ്റമേഴ്സിന് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വി നീഡഡ് എൻ എൻറ്റിറ്റി ഇൻ US. ഓക്കെ, അത് ഒരു പെർട്ടിക്കുലർ കസ്റ്റമർ വന്നപ്പോൾ അതൊരു മാൻഡേറ്ററി ആയി. അങ്ങനെ നമ്മൾ കണക്ട്സ് കൂടെ അന്വേഷിച്ചാണ് നമ്മൾ ഹർഷൻ്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ ഹർഷ വാസ് ലൈക്ക് ഐ വിൽ സപ്പോർട്ട്, യു ക്യാൻ ബിൽ ആൻഡ് ഐ വിൽ പാസ് ത്രൂ. ഹർഷ അവിടെ ബില്ല് ചെയ്തോളും, എന്നിട്ട് ആ റവന്യൂ ഹി വിൽ പാസ് ടു ലൈക്ക് വി ആർ ഡൂയിങ് ലൈക്ക് എ സബ് കോൺട്രാക്ട് പോലെ. അപ്പോൾ ഹർഷയായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ തുടങ്ങി ഈ ഒരു സമയത്ത്. അപ്പോൾ ഹർഷ ബാംഗ്ലൂർ ഹൈദരാബാദാണ്. അപ്പം ഹർഷ ബേ ഏരിയ ബേസ്ഡ് ആണ്. ബാംഗ്ലൂർ ഹൈദരാബാദ് വന്നപ്പോൾ ഹി കെയിം ആൻഡ് വിസിറ്റഡ് അസ്. അപ്പോൾ ഹർഷ സെഡ് ഐ വിൽ റൈറ്റ് എ ഫസ്റ്റ് ചെക്ക്. ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അതും നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി നമ്മൾ അങ്ങോട്ട് പോയതല്ല. പക്ഷേ ഹർഷ ഐ തിങ്ക് ഹി saw something and he said I'll invest. ആ സമയത്ത് നമുക്ക് എത്രയാണ് വാല്യൂഷൻ വേണ്ട, എത്രയാണ് പൈസ കൂടെ ഒന്നും അറിയില്ല. പക്ഷേ the check he wrote was pretty big. Okay, because he was experienced enough and he wanted to get into Salesforce business. അപ്പം he kind of seen this as an opportunity to get into that business. Okay, അപ്പം ഹർഷ ഇന്ത്യൻ നമ്മുടെ എക്വിറ്റി എൻറ്റിറ്റിയിൽ he acquired a significant stake through this big check. അപ്പോൾ അത് കഴിഞ്ഞപ്പം വി ഗോട്ട് എ ബിഗ് ചങ്ക് ഓഫ് മണി ടു സ്പെൻഡ് ഓൺ മാർക്കറ്റിംഗ്, സെയിൽസ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ അവിടെയാണ് എന്നെ ഹി ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് എസ് എ ലോട്ട് ഓഫ് US കണക്ട്സ്. അപ്പോൾ ഒരു 2016-17 സമയത്ത് വി ഗോട്ട് സം റിയലി ഗുഡ് പ്രോജക്ട്സ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് തന്നെ സഞ്ജയ് ഓൾസോ മൂവ് ടു US. ഒരു കോഫൗണ്ടർ US മൂവ് ചെയ്തു. അപ്പം ഓട്ടോമാറ്റിക്കലി വി ഹാഡ് പ്രസൻസ് ദർ ആൻഡ് പ്രോജക്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും അവിടെ പ്രസൻസ് ഉണ്ടാവുന്നത് ഇമ്പോർട്ടൻ്റ് ആണോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ മിക്കവാറും ഡീൽസ് നമുക്ക് നടക്കുന്നത് ആ ഒരു ഫേസ് ട്രസ്റ്റ്. കാരണം ഇന്ത്യയിൽ നിന്ന് ഇപ്പോഴത്തെ അവസ്ഥ പോലെ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ഒരു US കോഫൗണ്ടറുടെ ലിങ്ക്ഡിൻ ഇൻബോക്സിൽ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ്സ്, അതായത് സർവീസ് ഇൻഡസ്ട്രി സ്റ്റാർട്ടപ്പ്സിൻ്റെ കയ്യിൽ നിന്ന് മിനിമം ദിവസം ഒരു 10 മെസ്സേജ് കിട്ടുന്നുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം ഇത്രയും പേര് അവരെ റീച്ച് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കോമ്പറ്റീഷൻ ഉണ്ട് അവിടെ ഈ ഒരു ഫീൽഡിൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഫസ്റ്റ് ലെയർ ഓഫ് ഫിൽറ്റർ എന്ന് പറയുന്നത് സംബഡി ഹു ഹാസ് പ്രസൻസ് ഇൻ US തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇത് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അൺലെസ് ആൻഡ് അൺടിൽ യു ഹാവ് പ്രസൻസ് ദർ, എ ടീം ദർ, ദേ ഹാവ് എൻ ഓഫീസ് ടു വിസിറ്റ്, ആൻഡ് അഗെയിൻ കുറേ അധികം ഡീൽസ് ഒരു കോഫി ഹാൻഡ് ഷേക്കിലാണ് ഫൈനലി ക്ലോസ് ആവുന്നത്. ഓക്കെ, അപ്പം ഹാവിങ് എ പ്രസൻസ് ഇൻ US ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2017 സമയത്ത് ഹർഷ സെഡ് ദാറ്റ് നമുക്കൊരു കാര്യം ചെയ്യാം, വിൽ സ്റ്റാർട്ട് എ ന്യൂ US എൻറ്റിറ്റി. ഓക്കെ, ഐ വിൽ ബി വൺ ഓഫ് ദ കോഫൗണ്ടർ, അല്ലെങ്കിൽ ഐ വിൽ ബി വൺ ഓഫ് ദ പാർട്ട്ണർ, ആൻഡ് ഹി ഓൾസോ വാണ്ടഡ് ടു പ്ലേ എ ബിഗർ റോൾ. കാരണം അഗെയിൻ അവരുടെ ഒരു വിഷനിൽ ഹി സോ ദാറ്റ് ദിസ് ഈസ് സംതിങ് ദാറ്റ് വി കുഡ് ഗ്രോ
മോർ ദാൻ ഹിസ് കറന്റ് ബിസിനസ് ഒരു തോന്നലുണ്ടായിരുന്നു. ഓ അപ്പോൾ നമുക്കത് ഓക്കെ ആയിരുന്നു, കാരണം ഹീ ഈസ് വെരി വെൽ കണക്റ്റഡ് ഇൻ US. ഹീ കമ്മിങ് ആസ് എ പാർട്ണർ മേക്സ് എ ലോട്ട് ഓഫ് സെൻസ്. സഞ്ജയ് ഈസ് ഓൾറെഡി ദർ. ഹോർമീസ് ഓൾസോ ട്രാവൽ ടു US അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം. അങ്ങനെയാണ് നമ്മൾ US സ്റ്റാൻഡേവ് എന്നുള്ള ബ്രാൻഡ് നെയിമിൽ, അതുവരെ നമ്മളെ കമ്പനിയുടെ പേര് 3Q എന്നായിരുന്നു. ഓ 3Q തേർഡ് ക്വസ്റ്റ്യൻറ്റ്. ഓക്കെ. അപ്പം 2017 നമ്മൾ US നമ്മൾ മെജോറിറ്റി ഷെയർ ഹോൾഡറായിട്ട് ഈ ഹർഷൻ്റെ ഒപ്പം നമ്മളൊരു കമ്പനി തുടങ്ങുന്നത്. ആ സമയത്ത് തന്നെ ഒരു വൺ മോർ തിങ് ഹാപ്പൻ. വി നീഡഡ് എ പ്രോപ്പർ സെയിൽസ് ഗൈ. We needed somebody who has a lot of experience selling in US. Like a grey hair, somebody these people can actually relate to, very polished, who has spent a lot of time in US, who has got a lot of those kind of connects. And we found Harsha had somebody in his mind, and we spoke to him. He was also on board. പേരെന്തായിരുന്നു അല്ലേ? Pratik എന്ന് പറഞ്ഞിട്ട്, പ്രതീക് മുഖോപാധ്യായ. US സിറ്റിസൺ ആണ്, പക്ഷേ ഇന്ത്യൻ ഒറിജിൻ ഗായ്. അപ്പം പ്രതീകും കൂടെ വന്നിട്ട് അപ്പം നമ്മൾ 6 പേര് കൂടിയിട്ടാണ് ഈ 2017 സ്റ്റാൻഡേവ് എന്നുള്ള കമ്പനി ഫോം ചെയ്യുന്നത്. പക്ഷേ സെയിം 3Qൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ്റെ ടാലൻ്റ് തന്നെയാണ് അവിടെ പോകുന്നത്. പക്ഷേ ആ പോയിന്റ് തൊട്ടിട്ട് വി ഹാഡ് എ ലോട്ട് ഓഫ് ഐ തിങ്ക് ലെക്ക് കെയിം ബാക്ക്. നമ്മളൊരു ഡൈ സ്പെല്ലിന് ശേഷം ലെക്ക് കെയിം ബാക്ക് ആണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ ഓൺലി വി ഡിഡ് $1 million ബിസിനസ്. നെക്സ്റ്റ് ഇയർ വി ഡിഡ് 3, 7, 14. And the final year we did, I cannot disclose that final amount, പക്ഷേ 20 million. 13714 ഒരു നാച്ചുറൽ പ്രോഗ്രഷനിൽ വാട്ട് ഓർ ബി ദ നമ്പർ, സെയിം കൈൻഡ് ഓഫ് ആ ഒരു നമ്പറിലെ ബിസിനസ് നമ്മൾ ചെയ്തു. ആ കൊല്ലം തന്നെ വി ഗോട്ട് അക്വേർഡ് ഓൾസോ. ഇൻട്രസ്റ്റിംഗ്. നിങ്ങളൊരു മേ ബി ഒരു ക്ലോസ് ടു 100 million ഒക്കെ അടുത്തായിട്ടായിരിക്കും അക്വസിഷൻ പോയിന്റ് ആവാം. I'll say that high 8-digit number. Okay, fair enough. Maybe the audience can guess the number as well. Awesome. Okay, ആ ഒരു ജേർണിയാണ്. ഓക്കെ, സോ ഐ മീൻ ഇവിടെയുള്ള കുറച്ച് ക്യൂരിയോസിറ്റി, കുറേ ഡബിൾ ടാപ്പ് ചെയ്യാൻ കുറേ പോയിന്റ്സ് ഉണ്ട് ഇൻ ദാറ്റ് ജേർണി ആസ് വെൽ, റൈറ്റ്? സോ വേർ ഡു യു തിങ്ക് ഫോർ ദ ഓഡിയൻസിനും ഡബിൾ ടാപ്പ് ചെയ്യാൻ പറ്റിയൊരു പോയിന്റ്? ഈ സർവീസ് ഇൻഡസ്ട്രീൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ഐ സി എ ലോട്ട് ഓഫ് സർവീസ് കമ്പനീസ് നമ്മുടെ മാർക്കറ്റിൽ. അപ്പം നമ്മളും ആ ഒരു വൺ ഓഫ് മെനി ആയിട്ട് പോകേണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് സാധനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ Salesforce എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു സെഗ്മെൻറ്റ് കുറഞ്ഞു, നമുക്കൊരു സ്പെഷ്യലിസ്റ്റായിട്ട് നിൽക്കാൻ പറ്റിയ. പക്ഷേ ഈവൻ Salesforceനകത്തും ആയിരക്കണക്കിന് പാർട്ട്നേഴ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പം നോക്കുകയാണെങ്കിൽ അന്ന് അത്രയും ഉണ്ടാവില്ല, പക്ഷേ ഇപ്പം നോക്കുകയാണെങ്കിലും 1000 വുഡ് ബി ആൻ എക്സാജറേറ്റ് നമ്പർ, ബട്ട് ഐ തിങ്ക് ഇറ്റ് മൈറ്റ് ഹോൾഡ് ട്രൂ. അപ്പം അത്രയും കമ്പനീസ് ഉണ്ട്. അപ്പം നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആൻഡ് യു ഓൾസോ ഇപ്പം എസ്പെഷ്യലി വെൻ യു വോണ്ട് ടു ലാൻഡ് ബിഗർ പ്രോജക്ട്സ് വിത്ത് ബിഗർ കസ്റ്റമേഴ്സ്, യു ഹാവ് Infosys, TCS, KPMG, all of these people there, okay, working for the same project with their mighty machinery to land these projects, experience, like the people who have been doing this for 2 decades, 3 decades. അപ്പം നമുക്ക് അവരോട് കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്, ഇഫ് യു വോണ്ട് ടു ഗെറ്റ് ഇൻ ടു ബിഗർ പ്രോജക്ട്സ്, നമുക്കൊരു നീഷ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലക്കിലി ഫോർ us 2016 അല്ലെങ്കിൽ 2017, ഐ മൈറ്റ് ബി ലിറ്റിൽ ബിറ്റ് ഹിയർ ആൻഡ് ദർ ഓൺ ദ ഇയർ, Salesforce CPQ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ സ്റ്റീൽ ബ്രിക്ക് എന്ന് പറഞ്ഞൊരു കമ്പനീനെ അക്വയർ ചെയ്തിട്ട് Salesforceൻ്റെ അകത്ത് അവർ പുതിയൊരു പ്രൊഡക്റ്റ് റിലീസ് ചെയ്തു. അത് CPQ വെച്ചാൽ കോൺഫിഗർ പ്രൈസ് കോട്ട്. ഓക്കെ, അതായത് ഇപ്പം ഇഫ് യു വോണ്ട് ടു ബൈ എൻ ലാപ്ടോപ്പ് ഫ്രം ആപ്പിൾ would have like hundreds of configurations possible, 16GB RAM, 32GB RAM. Okay, അതിനൊപ്പം there could be add-on products. ഓക്കെ, അപ്പോൾ ഒരു B2B വേൾഡ് ഇതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. കാരണം യു വിൽ ഹാവ് ലൈക്ക് hundreds of products and each of this product can actually have like so many configurations. അപ്പോൾ അതിനനുസരിച്ചിട്ട് പ്രൈസിങ് വിൽ വേരി, നിങ്ങൾ സെലക്ട് ചെയ്ത കോൺഫിഗറേഷൻ അനുസരിച്ചിട്ട് ഡിസ്കൗണ്ട്സ് വിൽ വേരി. അപ്പം ഇത് മാനേജ് ചെയ്യാനുള്ള Salesforceനകത്ത് ആൻഡ് ഓഫ് കോഴ്സ് യു ഹാവ് ടു ഡു ദ ബില്ലിംഗ് ആസ്പെക്ട്, ഇത് മാനേജ് ചെയ്യാനുള്ള Salesforce സൊല്യൂഷനാണ് Salesforce CPQ. ഓക്കെ, അതിനവർ അക്വയർ ചെയ്തു. സ്റ്റീൽ ബ്രിക്ക് എന്ന് പറഞ്ഞൊരു കമ്പനീനെ അവർ അക്വയർ ചെയ്തു. ഓക്കെ, അപ്പം ഓട്ടോമാറ്റിക്കലി അവിടെ ചിലപ്പോൾ സർവീസിന് സ്കോപ്പ് ഓപ്പൺ അപ്പ് ആവാൻ ചെയ്തത്. അതെ, അപ്പോൾ യു കുഡ് ബി ദ വൺ ഹു ടേക്ക് ഓവർ ദാറ്റ്. എക്സാക്ട്ലി. അപ്പോൾ ആ അക്വിഷൻ നടന്നപ്പം നമ്മൾ ഭയങ്കര പെട്ടെന്ന് നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അഗെയിൻ നമുക്ക് ഫസ്റ്റ് ഒരു CPQ പ്രോജക്റ്റ് നമുക്ക് ബൈ ചാൻസ് നമുക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ആസിൻ ഇതിലൊരു സ്കോപ്പ് ഉണ്ട്. കാരണം Salesforce ആ സമയം ആകുമ്പോഴേക്ക് തന്നെ ഓൾമോസ്റ്റ് എവറി മേജർ കസ്റ്റമേഴ്സ് ഇൻ US ആർ യൂസിങ് Salesforce. ഓക്കെ, Salesforceന് സെയിൽസ് ക്ലൗഡും സർവീസ് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ 2 ഹിറ്റ് പ്രോഡക്ട്സ് ഉണ്ട്. ആ 2 പ്രോഡക്റ്റ് ആയിരിക്കും മെയിനായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടാവും. ഈ പ്രൊഡക്റ്റാണ് റവന്യൂ ക്ലൗഡ്. ഈ റവന്യൂ ക്ലൗഡ് പക്ഷേ ഈ സെയിൽസ് ക്ലൗഡ് ഉപയോഗിക്കുന്ന ആൾക്ക് ഇറ്റ് ഇസ് ഓൺലി ലോജിക്കൽ ടു കം ടു റവന്യൂ ക്ലൗഡ് ആൻഡ് ഡു ദാറ്റ് ഫ്രഷ് ഇംപ്ലിമെന്റേഷൻ. ആ സമയത്ത് എനിക്ക് തോന്നുന്നൊരു 50-60 പേരുണ്ടെങ്കിൽ 17-18 സമയത്താണിത്, നമ്മൾ 60 പേരെയും നമ്മളിതിൽ സർട്ടിഫൈ ചെയ്തു ഈ പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൽ. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി Salesforce നോക്കുമ്പോഴും ദർ ഇസ് ദിസ് യങ് പാർട്ട്ണർ. ഓക്കെ, ഇതിനു മുമ്പ് കേട്ടിട്ടേ ഇല്ല, അവർ പെട്ടെന്ന് ദേ ആർ ഷോയിങ് എ ലോട്ട് ഓഫ് തോട്ട് ലീഡർഷിപ്പ്. അപ്പോൾ Salesforce ഇങ്ങനത്തെ കാര്യത്തിൽ അവരുടെ ലീഡർഷിപ്പും ഭയങ്കര സപ്പോർട്ടീവാണ്. ഓക്കെ, കാരണം നമ്മുടെ ഒപ്പം ഡീൽസിന് വരാൻ തുടങ്ങി. Salesforce will be recommending your service to their clients. Exactly.
എക്സാക്ട് So you have like a referral thing going. റെഫറൽ തിങ് ഗോയിങ് ഓൺ ആസ് ഇൻ അവർ അതായത് സെയിൽസ് ഫോഴ്സിൻ്റെ സെയിൽസ് മാനേജ് ചെയ്യുന്ന ആൾക്കാർ അക്കൗണ്ട് എക്സിക്യൂട്ടീവ്സ് എയ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മൾ എയ്സിൻ്റെ അടുത്ത് പോയി നമ്മൾ പിച്ച് ചെയ്യും, നമുക്ക് ഇത്ര ക്രെഡിബിലിറ്റി ഉണ്ട്, നമ്മൾ ഇത്ര പ്രൊജക്ട്സ് ചെയ്ത് ദീസ് ആർ ദ ആക്സിലറേറ്റേഴ്സ് ദാറ്റ് വി ഹാവ് ആക്ച്വലി കൈൻഡ് ഓഫ് ബിൽഡ് ഓൺ ദിസ്. അപ്പോൾ സെയിൽസ് ഫോഴ്സിൻ്റെ അകത്ത് തന്നെ ഈ CPQയിൽ സെയിൽസ് ഫോഴ്സിൻ്റെ ഒരു കോമ്പറ്റേറ്റർ ആയിരുന്നു ആപ്റ്റസ് എന്ന കമ്പനി. അതിൽ നമുക്ക് ഇത്തിരി എക്സ്പെർട്ടൈസ് ഉണ്ടായിരുന്നു. അപ്പം ആപ്റ്റസ് ഓൾസോ എ CPQ പ്രോഡക്റ്റ്. അപ്പം നമ്മളൊരു ഒരു ഫ്രീ ആക്സിലേറ്റർ ദാറ്റ് വി ക്രിയേറ്റഡ് ഈ ആപ്റ്റസ് സെയിൽസ് ഫോഴ്സിലോട്ട് ഡാറ്റ മൈഗ്രേഷൻ ഈസി ആക്കാൻ പറ്റുന്നത്. ഇറ്റ്സ് ആക്ച്വലി ന്യൂ ക്ലയൻറ്റ് ഫോർ Salesforce അങ്ങനെ വരുമ്പോൾ അല്ലേ? അപ്പം ഓൾറെഡി സെയിൽസ് ഫോഴ്സ് ഉണ്ട് സിസ്റ്റത്തിൽ. പക്ഷേ ആപ്റ്റസ് ഉപയോഗിക്കുന്ന ആൾക്ക് സെയിൽസ് ഫോഴ്സ് CPQയിലോട്ട് വരാൻ വേണ്ടിയിട്ട് ദീസ് പീപ്പിൾ ആർ ബിൽഡിംഗ് ആക്സിലറേറ്റേഴ്സ്. ദീസ് പീപ്പിൾ ബേസിക്കലി തോട്ട് ലീഡർഷിപ്പ് നമ്മൾ കാണിച്ചു, നമുക്ക് കേപ്പബിലിറ്റി നമ്മൾ കാണിച്ചു. അറ്റ് സം പോയിന്റ് ഇൻ ടൈം സെയിൽസ് ഫോഴ്സ് ബില്ലിംഗ് എന്ന് പറഞ്ഞാൽ സെയിം ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രൊഡക്റ്റാണ് ബില്ലിംഗ്, ഈ CPQൻ്റെ അകത്ത് തന്നെ. അതിൽ ബില്ലിംഗ് എന്ന് പറഞ്ഞ സംഭവത്തിൽ വി വർ റെക്കഗ്നൈസ് വൺ ഓഫ് ദ ടോപ്പ് 5 പാർട്ട്നേഴ്സ് ഓൾ ഓവർ ദ വേൾഡ്. ഓക്കെ, അപ്പം ആ ഒരു നീഷിലോട്ട് നമ്മൾ വന്നപ്പം നമുക്ക് നമ്മുടെ എന്താ പറയുക കോമ്പറ്റീഷൻ ഫീൽഡ് ഇത്തിരി ലെവലായി. നമ്മൾ ഒരു ഫോർച്യൂൺ നമ്മളിപ്പോൾ നോക്കിയ ഈസ് വൺ ഓഫ് അവർ ലാർജസ്റ്റ് കസ്റ്റമേഴ്സ്. ഓക്കെ, അപ്പം നോക്കിയക്ക് ഒരു 5G ആണ് അവരുടെ മെയിൻ പ്രൊഡക്റ്റ് ആയിട്ട് അവരപ്പം സെല് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ 5G നോക്കിയസ് നോ, അവർ ഫോൺ ബിസിനസ് ആണ് സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൂ. അവർ 5G മെഷീനറി 5G വയർലെസ് റോൾ ഔട്ട് പ്ലാൻസിലൊക്കെ ദേ ഹാവ് അമേസിംഗ് പ്രൊഡക്ട്സ് ആൻഡ് ദേ ആർ ഡൂയിങ് പ്രിറ്റി വെൽ. സ്റ്റിൽ ഫോർച്യൂൺ 500. ഓക്കെ, അപ്പം നോക്കിയ ഹിൽട്ടൺ ഹോട്ടൽസ്, ഓക്കെ, ബെയർ ഫാർമ, അങ്ങനെ ഒരു ഫോർച്യൂൺ 500 ഒരു 10-20 കസ്റ്റമേഴ്സ് നമ്മൾ ആ ഒരു പീരീഡിൽ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. എത്ര കസ്റ്റമേഴ്സ് ആണ് ഡ്രോവ് ദാറ്റ് കൈൻഡ് ഓഫ് റെവന്യൂ ടു യു? നമുക്ക് 41 കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. 41 customers. ക്വസ്റ്റ്യൻ ആവുന്ന പോയിന്റിൽ ടു ഡു ദിസ് വാട്ട് എവർ ദ നമ്പർ യു ഹാവ് മെൻഷൻഡ് വി ഹാഡ് 41 കസ്റ്റമേഴ്സ്. ഓക്കെ, അസ്യൂമിംഗ് 20 million ARR ആണ്. അതിൽ മേബി അറൗണ്ട് ഒരു 200K അല്ലല്ല, അത് പെർ കസ്റ്റമർ എത്ര? 5 million, അതായത് 1 to 3 million റേഞ്ചിൽ വി പ്രോബ്ലി വുഡ് ഹാവ് ലൈക്ക് 5 customers. Okay. 80% or 70% of our revenue would be coming from top 10% or 20% customers. Okay. ബാക്കി would be smaller projects, smaller engagements, etc. പക്ഷേ അത് സർവീസ് ഇൻഡസ്ട്രിയിൽ മിക്കവാറും എല്ലാ കമ്പനീസിലും ഹോൾഡ് ചെയ്യും. സെയിം റവന്യൂ അല്ലല്ലോ, പ്രൊഡക്റ്റ് പോലെ അങ്ങനെ അല്ലല്ലോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ബെയർ ഫാമ ഞാൻ പറഞ്ഞില്ലേ, TCSന് അവിടെ $300 million അക്കൗണ്ട് ഉണ്ട് സിംഗിൾ കസ്റ്റമറിൽ. ഓക്കെ, അത് ഇപ്പോൾ ഈവൻ UST ഗ്ലോബൽ വരുന്ന കമ്പനി എടുക്കുകയാണെങ്കിലും ഐ എം നോട്ട് നെയിമിങ്, ഐ ഡോണ്ട് നോ ഐ ഷുഡ്, പക്ഷേ there are $40 million, $50 million customers, one customer. Even Brilio has that kind of customers. Verizon is like a huge customer of Brilio where you have around 1,000 people working for them. അപ്പം സർവീസ് ഇൻഡസ്ട്രിയിൽ അങ്ങനെയാണത് വർക്ക് ചെയ്യുക. ഇതിൽ രണ്ടാമതൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നീ സെഗ്മെൻറ്റ് പോകുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഇസ് ആക്ച്വലി ഈസിയർ ടു കോമ്പീറ്റ് വിത്ത് ബിഗർ പ്ലേയേഴ്സ്. അതൊന്ന്. രണ്ടാമത്തെ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഹാവ് അട്രാക്റ്റീവ് കസ്റ്റമേഴ്സ്. അപ്പോൾ അത് ഒരു അക്വിഷൻ എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റിൽ അത് ഒരു വലിയ റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇഫ് യു വോണ്ട് ടു ഗെറ്റ് അക്വയർഡ് ബൈ എ ബിഗർ ഫേം വിത്ത് എ ഗുഡ് വാല്യുവേഷൻ, അവർ പ്രൈമറിലി നോക്കാൻ പോകുന്ന ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി ഓഫ് യുവർ റവന്യൂ ആണ്, വിച്ച് ഈസ് ക്വാളിറ്റി ഓഫ് എ കസ്റ്റമേഴ്സ്. കാരണം അവർക്ക് അവിടെ ചെന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇപ്പം ലെറ്റ്സ് സേ വി ഹാവ് എ കസ്റ്റമർ, ലെറ്റ്സ് സേ ഹിൽട്ടൺ, they want to get an entry into Hilton through this acquisition and sell their other services and build a $10 million account for them. ആ ടൈപ്പ് റവന്യൂ ഒരു ചെറിയ കമ്പനിയിൽ ഒരിക്കലും വരില്ല. If you are in an SMB, even if you are doing same 20 million, I mean whatever be the number revenue, ചെറിയ കസ്റ്റമേഴ്സ് ആണെങ്കിൽ സ്റ്റിൽ യു നോ the bigger companies won't be interested to acquire you, കാരണം അവരുടെ ഷെയർ ഓഫ് വാളറ്റ് ഭയങ്കര കുറവായിരിക്കും. കാരണം എല്ലാ കമ്പനിക്കും ഒരു IT ബജറ്റ് ഉണ്ട്, വിച്ച് വുഡ് ബി പ്രോബ്ലി 3% 5% ഓഫ് ദെയർ ഓവറോൾ റവന്യൂ. അതിന് മേലെ അതൊരിക്കലും പോവില്ല. ഓക്കെ, അപ്പം 100 million വിൽക്കുന്ന കമ്പനി ആണെങ്കിൽ ആകെ IT ബഡ്ജറ്റ് വുഡ് ബി ഈ $5 million. അതെല്ലാവർക്കും വേണ്ട. കുറച്ച് കൺഫ്യൂഷൻ ആയി ഇറക്കിച്ചിട്ട്. അതായത് ഇപ്പം നമ്മളിപ്പം ഒരു മിഡ് സ്റ്റേജ് കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവരാകെ റവന്യൂ 100 million ആയിരിക്കും. അപ്പം ആകെ IT സർവീസസിന് വേണ്ടി അവർക്ക് സ്പെൻഡ് ചെയ്യാവുന്ന നമ്പർ എന്ന് പറയുന്നത് ഒരു ഇയറിൽ 1 million അല്ലെങ്കിൽ 2 million ആയിരിക്കും, നോട്ട് മോർ ദാൻ ദാറ്റ്. അപ്പം നമ്മൾ അക്വയർ ചെയ്യാൻ വരുന്ന കമ്പനി, വലിയ കമ്പനികൾ വുഡന്റ് ബി ഇൻട്രസ്റ്റഡ് ഇൻ ദീസ് കസ്റ്റമേഴ്സ്. ദേ വാണ്ട് ബിഗ് സ്പെൻഡിങ് കസ്റ്റമേഴ്സ് ഇൻ യുവർ പോർട്ട്ഫോളിയോ. നീഷ് പിടിക്കുമ്പോൾ സിൻസ് യു ആർ ഗെറ്റിംഗ് എൻ എൻട്രി ഇൻ ടു ദീസ് ബിഗർ ഫോർച്യൂൺ 500 customers, that's a huge gold mine. that would be very interesting for the people who want to acquire. അപ്പോൾ നമുക്ക് ഈ അക്വിഷൻ നടക്കുന്ന സമയത്ത് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ M&A പ്രോസസ്സിലൂടെ പോയിട്ടുണ്ട്. അവൻഡസ് ആയിരുന്നു. അവൻഡസ് പറഞ്ഞിട്ടൊരു വൺ ഓഫ് ദ ലാർജസ്റ്റ് IB in India. അവരായിരുന്നു നമ്മുടെ സൈഡ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് വി ഹാഡ് അറൗണ്ട് 30 ഇൻട്രസ്റ്റഡ് പാർട്ടീസ്.
Not all of them converted to an offer. That's what I'm saying. Oh. We at least met and pitched our idea to 30 interested parties. Oh, wow. As in what we are about, what is the revenue, what is the potential, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം അതിൻ്റെ ഒരു മേജർ ഫാക്ടർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ക്വാളിറ്റി ഓഫ് റവന്യൂ ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നോബഡി വുഡ് ബി ഇൻട്രസ്റ്റഡ് ഇൻ ബൈയിങ് യു. ബേസിക്കലി ഇപ്പോൾ ലോ ക്വാളിറ്റി ക്ലയൻസിനേക്കാളും കൂടുതൽ ഹൈ ക്വാളിറ്റി ക്ലയൻസ് വന്നതാണ്. ലോ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വുഡ് ബി എ കോൺട്രവേഴ്സ്യൽ. സൈസ് ഓഫ് ദ കമ്പനി മാറ്റേഴ്സ്. സൈസ് ഓഫ് ദ ക്ലയൻസ് യു ഹാവ്. സൈസ് ഓഫ് ദ ക്ലയൻസ് യു ഹാവ് മാറ്റേഴ്സ് എ ലോട്ട്. മേക്സ് സെൻസ്. ഈ എപ്പിസോഡിന്റെ സ്പോൺസർ ഒരു B2B എന്റർപ്രൈസ് കമ്പനിയാണ്. ക്ലൂട്രാക്ക് എന്നാണ് ആ കമ്പനിയുടെ പേര്. അണ്ടർസ്റ്റാൻഡ് വൈ ബിഹൈൻഡ് ദ എക്സ്പീരിയൻസ് എന്നുള്ളതാണ്, കസ്റ്റമർ എക്സ്പീരിയൻസ് എന്നുള്ളതാണ് ഈ കമ്പനി ടാഗ് ലൈൻ. ഇവരുടെ ഫൗണ്ടർ ഷൺവിലായിട്ട് നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ പല റോളിലേക്ക് ഹയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ റീച്ച് ഔട്ട് ചെയ്യുക. ഇതുപോലുള്ള പല കമ്പനീസും KPH മാഫിയ എന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഹയർ ചെയ്യുന്നതുകൊണ്ടിരിക്കുകയാണ്. സോ മേക്ക് ഷുവർ ചെക്ക് ദ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ആൻഡ് നൗ ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കസ്റ്റമർ ലാൻഡ് ചെയ്തു, ആ കസ്റ്റമറിൽ നിന്ന് മാക്സിമം റവന്യൂ, മേ ബി മില്യൺസ് ഓഫ് റവന്യൂ ജനറേറ്റ്, അതെങ്ങനെ എക്സ്പാൻഡിങ് ചെയ്യുക? അപ്പം മിക്കവാറും നമ്മളൊരു പ്രൊജക്റ്റിൽ നമ്മൾ ആദ്യം എത്തുന്നത് നമുക്കൊരു ലീഡ്, ഒരു വാം ഇൻട്രൊഡക്ഷൻ, അല്ലെങ്കിൽ Salesforce നമ്മളോട് പറയുന്നവർക്ക് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്, അങ്ങനെ ഏതെങ്കിലും രീതിയിലായിരിക്കും നമ്മളൊരു കസ്റ്റമറിൽ എത്തിപ്പെടുക. അത് കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ ആ ഒരു അക്കൗണ്ട് എന്ന് പറയാം, അക്കൗണ്ട് നമ്മൾ ഗ്രോ ചെയ്യുന്നത് പ്യുവർലി ഒരു റിലേഷൻ ബേസ്ഡ് ഗെയിമാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ചില കാര്യത്തിൻ്റെ മുകളിൽ നമുക്ക് എത്രത്തോളം എക്സ്പെർട്ടൈസ് ഉണ്ട്, നമുക്ക് എത്രത്തോളം കോണ്ടന്റ് ഉണ്ട്, അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം ഈ കസ്റ്റമർ എന്നൊക്കെ പറയുകയാണെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ ദാറ്റ് ഇസ് എ പേഴ്സൺ. അവരുടെ സെയിൽസ് ടെക്കിൽ ഉള്ള, അല്ലെങ്കിൽ അവരുടെ CIO ഓർഗനൈസേഷനിലുള്ള, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ടീമിലുള്ള ഒന്നോ രണ്ടോ ആൾക്കാരാണ് ഈ കസ്റ്റമർ നമ്മൾ പറയുന്നത്. അപ്പം അവർക്കും അവരുടെ കരിയർ ജേണി ഉണ്ട്. ദേ ഓൾസോ വാണ്ട് ടു ഗെറ്റ് പ്രൊമോട്ടഡ്. ഓക്കെ, ദേ ഓൾസോ വാണ്ട് ടു ഷോ വാല്യൂ ടു ദ ലീഡർഷിപ്പ്. അപ്പം നമ്മൾ നല്ല ഐഡിയാസ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അവരോട് പറയുകയാണ്, ഈ ഒരു പെർട്ടിക്കുലർ ഇംപ്ലിമെന്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഡു ദിസ് മച്ച്, യു ക്യാൻ ജനറേറ്റ് ദിസ് മച്ച് ROI, അല്ലെങ്കിൽ യു ക്യാൻ ഡു ദിസ് മച്ച് കോസ്റ്റ് കട്ട്. നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ, ഇങ്ങനത്തെ കോൺവെർസേഷൻസ് ആക്ച്വലി നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഐഡിയാസ് നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ നമ്മളെ ബാറ്റിൽസ് നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും ടു ഗെറ്റ് ദ ബഡ്ജറ്റ്. അപ്പം നമ്മൾ ഒരു അക്കൗണ്ട് ഗ്രോ ചെയ്യുക എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, ഫാമിംഗ് ആൻഡ് മൈനിങ് എന്ന് പറയും, അല്ലെങ്കിൽ അക്കൗണ്ട് ഗ്രോ ചെയ്യുക എന്നുള്ള കൺസെപ്റ്റ് ടിപ്പിക്കലി സ്റ്റാർട്ട്സ് ഫ്രം യുവർ റിലേഷൻഷിപ്പ് വിത്ത് ദ കസ്റ്റമർ. അല്ലെങ്കിൽ നമ്മൾ പറയാം ചാമ്പ്യൻ കസ്റ്റമർ എന്ന് പറയാം. അതായത് ഓരോ അക്കൗണ്ടിനകത്തും വി നീഡ് ടു ക്രിയേറ്റ് എ ചാമ്പ്യൻ ഫോർ യു, that who would actually kind of go and fight for your budget, get you access, get you information. That is more important, right? അവരുടെ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ എന്ത് ഇമ്പ്രൂവ്മെന്റ് കൊടുക്കാൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം അതിന് നമുക്ക് ഫസ്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഗോ ഡീപ്പ്. നമുക്ക് നല്ല ധാരണയും നമുക്ക് നല്ല എന്താ പറയുക കോണ്ടന്റും അറിവും ഈ സാധനത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റുള്ളൂ. അത് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമ്പം ഓട്ടോമാറ്റിക്കലി ദേ വുഡ് ആക്ച്വലി കൈൻഡ് ഓഫ് ബ്രിങ് യു മോർ പ്രോജക്ട്സ്. കാരണം അവർക്കും എല്ലാ കൊല്ലവും ടാർഗറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ഇത്ര ബജറ്റിനകത്ത് ഇത് മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര ബിസിനസ് ഗ്രോ ചെയ്യണം. ഇപ്പം ഇഫ് യു ആർ ഡൂയിങ് ലൈക്ക് $100 million ബിസിനസ് നൗ, അടുത്ത കൊല്ലം ഈ സെയിം ടെക് സിസ്റ്റം ഷുഡ് ബി ഏബിൾ ടു ഹാൻഡിൽ $200 million ബിസിനസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സിസ്റ്റത്തെ സ്കെയിൽ ചെയ്യുക എന്നുള്ളത് ഇവരുടെ ടാർഗറ്റാണ്. അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്യാൻ നമ്മളാണെങ്കിൽ നമ്മൾ അഡ്വാൻറ്റേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല കസ്റ്റമേഴ്സിലും സിമിലർ ജേണീസ് നമ്മൾ കാണുന്നുണ്ട്. വി ആർ നോട്ട് വർക്കിംഗ് വിത്ത് വൺ കസ്റ്റമർ. അപ്പോൾ നമുക്കറിയാം വേറെ ഏതെല്ലാം കസ്റ്റമറിൽ വാട്ട് ഈസ് വർക്കിംഗ് ഫോർ ദം. അപ്പം ആ എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ ഇവരുടെ അടുത്ത് വീണ്ടും പിച്ച് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഈ XYZ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ സെയിൽസ് പ്ലേ ബുക്സ് എന്നാണ് പറയുക. അപ്പോൾ എവറി കമ്പനി ഷുഡ് ഹാവ്, നമ്മളെപ്പോലത്തെ കമ്പനി ഷുഡ് ഹാവ് ഫ്യൂ കോർ തീംസ് ദാറ്റ് യു ആർ ഫോക്കസിങ് ഓൺ. അപ്പോൾ നമ്മൾ ആ തീംസ് അവരുടെ അടുത്ത് പിച്ച് ചെയ്യുമ്പോൾ, അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സിൻസ് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദെയർ കരിയർ, ആൻഡ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ദേ വിൽ ടേക്ക് യു ടു പ്ലേസസ്. ബേസിക്കലി നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടാണ്, ഒരു കമ്പനിയാണ്. അപ്പോൾ അവിടെയുള്ള ഹോർ യു ആർ ഡീലിംഗ് വിത്ത്, അവരുടെ റാപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ള ദെൻ വി ക്യാൻ ഫിഗർ ഔട്ട് ഹൗ വി ക്യാൻ എംപവർ ദാറ്റ് ദം, നോട്ട് empower is the right word. Yes, empower them so that they can get promoted and they can get more. More than get promoted, how they can create value for their company using our services, അല്ലെങ്കിൽ using our knowledge. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്. അപ്പോൾ നമ്മളെ കേസിൽ നമ്മൾ all the accounts we have done more than $1 million business. ഇതിൻ്റെ ഒക്കെയും കോമൺ തീം ഈസ് ലൈക്ക് ദിസ് ഭയങ്കര ചെറുതായിട്ട് 1% സ്റ്റാഫിംഗ് ആയിട്ട് തുടങ്ങിയ എൻഗേജ്മെന്റ് പിന്നെ $1-2 million റവന്യൂ പെർ ഇയർ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഹാവ് എ റിയലി ഗുഡ് ടീം, റൈറ്റ്? അപ്പോൾ ആ ടീം എങ്ങനെ നിങ്ങൾ ബിൽഡ് ഔട്ട് ചെയ്തു അറ്റ് യുവർ സൈഡ് ഇൻ ഓർഡർ ടു കൈൻഡ് ഓഫ് ഗെറ്റ് ടു ദർ? ടീം ഇപ്പം രണ്ട് രീതിയിലുണ്ട്. ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതാണ് ഇപ്പം ഫോർ എ ടിപ്പിക്കൽ സർവീസ് കമ്പനി typical ratio would be most of the people, 90-95% people will be in India. നമ്മളെ കേസിൽ നമ്മൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൺ ഇഫ് ഇറ്റ് ഈസ് അറ്റ് എ കോസ്റ്റ്, ഓക്കെ, വി ബിൽഡ് എ US team. 75 ആൾക്കാർ US നമ്മളൊരു സ്ട്രോങ് ഓൺസൈറ്റ് ടീം നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ ഹയർ ചെയ്ത്
ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരല്ല, അവിടെ നിന്ന് തന്നെയുള്ളവരാണ്. ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, പക്ഷേ മെജോറിറ്റി അവിടെ ഹയർ ചെയ്തത്. കാരണം ഇവിടുന്ന് കൊണ്ടുവന്നാൽ H1B ലോട്ട് കുറേ പ്രോസസ് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ H1B എല്ലാ കൊല്ലം നമ്മൾ കുറേ പേർക്ക് അപ്ലൈ ചെയ്യും, കിട്ടുന്ന ആൾക്കാരൊക്കെ അവിടെ പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും അവിടെ തന്നെയുള്ളവരെ ഹയർ ചെയ്യും. അവിടെ തന്നെയുള്ള ആൾക്കാർ ഏത് എന്താണ് ഹയർ ചെയ്യുമ്പോൾ ഉള്ള ക്രൈറ്റീരിയ? അവിടെ ഹയർ ചെയ്യുമ്പോൾ ക്രൈറ്റീരിയ ഇൻ സെയിൽസ്ഫോഴ്സ് എക്സ്പെർട്സ്, ഓക്കെ, അവിടെയുള്ള കസ്റ്റമർ ഫേസിങ് കൺസൾട്ടൻസ്. ഓക്കെ, അപ്പം അവരായിരിക്കും ആ പ്രൊജക്റ്റ് അവിടെ ലീഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊരു ആസ്പെക്ട്. പിന്നെ രണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീനിയർ ലീഡേഴ്സ് ആണെങ്കിലും, ഇപ്പം സെയിൽസിലാണെങ്കിലും പ്രീ സെയിൽസിലാണെങ്കിലും, ഈവൻ സഞ്ജയ്, ഹോർമീസ്, അവിടെയുള്ള ആൾക്കാർ ദേ ഗോ ആൻഡ് മീറ്റ് ദിസ് കസ്റ്റമേഴ്സ് ഓഫ്റ്റൻ ആൻഡ് ഓഫ്റ്റൻ അഗെയിൻ ആൻഡ് അഗെയിൻ, യുനോ, സോ ദാറ്റ് യുനോ ദേ ഓൾസോ ബിൽഡ് ദാറ്റ് റാപ്പോ. കാരണം ഒരു ജൂനിയർ റിസോഴ്സിൻ്റെ യു കനോട്ട് എക്സ്പെക്ട് ദാറ്റ് കൈൻഡ് ഓഫ് തോട്ട് ലീഡർഷിപ്പ് ടു ഗോ ടു ദം ടു കൺവിൻസ് ദം. അപ്പോൾ അവിടെയാണ് നമ്മുടെ പ്രീ സെയിൽസ് ടീം. പ്രീ സെയിൽസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്തൊക്കെ സൊല്യൂഷൻസ് കസ്റ്റമേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ടീമാണ് പ്രീ സെയിൽസ് വിത്തിൻ എ കസ്റ്റമർ. അപ്പം വി ബിൽഡ് എ പ്രോപ്പർ പ്രീ സെയിൽസ് ടീം. സഞ്ജയ് വാസ് ലീഡിങ് ഇറ്റ്. അപ്പം സഞ്ജയ് ഗോ ആൻഡ് ഹാവ് എ കോൺവെർസേഷൻ, യുനോ, കസ്റ്റമേഴ്സ് ആർ ഓൾവേസ് ഹാപ്പി ബിക്കോസ് യുനോ ദേ ആർ ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ന്യൂ ഐഡിയാസ്. അപ്പം ഒരു കാര്യം കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെലിവറി എന്ന് പറഞ്ഞ ടേം ഉണ്ട്. ഡെലിവറി ഈസ് ലൈക്ക് ടെക്നോളജി ഡെലിവറി. നമ്മൾ ചെയ്യുന്ന പ്രൊജക്ട് വർക്കിനാണ് നമ്മൾ ഡെലിവറി എന്ന് പറയാം. അപ്പം നമ്മളെ ഡെലിവറി നല്ലതല്ലെങ്കിൽ ഇതൊന്നും കാര്യമില്ല. കാരണം ഡെലിവറി ഈസ് യുവർ ബിഗ്ഗസ്റ്റ് സെയിൽസ് അഡ്വക്കേറ്റ്. ഓക്കെ, അപ്പം ഡെലിവറി നന്നായി പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊജക്ട്സ് സക്സസ് ആവുക. അപ്പോൾ നമ്മളെ പ്രൊജക്ട്സ് സക്സസ് ആവുന്നു, അവിടെ ഉള്ള അവർക്ക് ഹാപ്പിയാണ്. കാരണം അവർക്ക് അവിടെ പ്രസൻസ് ഉണ്ട്, നമുക്ക് അവിടെ പ്രസൻസ് ഉണ്ട്, നമുക്ക് അവരുടെ ഓഫീസിൽ പ്രസൻസ് ഉണ്ട്. അപ്പം ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ നമ്മുടെ ഡെലിവറി സ്ട്രോങ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വുഡ് ആക്ച്വലി കൈൻഡ് ഓഫ് ലാൻഡ് ടു മോർ ആൻഡ് മോർ റവന്യൂ. അപ്പോൾ നമ്മൾ പ്രീ സെയിൽസ് ടീമിനെ ബിൽഡ് ചെയ്തു. ആൻഡ് സം പീപ്പിൾ വർ സിറ്റിംഗ് ഇൻ ഇന്ത്യ ആൻഡ് സം പീപ്പിൾ വർ സിറ്റിംഗ് ഇൻ US അണ്ടർ സഞ്ജയ്. അപ്പം അവരുടെ ആ ടീമിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ ടു ഷോ ദ കസ്റ്റമേഴ്സ് യു നോ ദ ആർട്ട് ഓഫ് പോസിബിൾ. ഓക്കെ, ഇന്നെന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ആർട്ട് ഓഫ് പോസിബിൾ. അത് ഭയങ്കര സക്സസ് ആയി. ഓക്കെ, അപ്പം ദേ വർ അറ്റ് എവറി സ്റ്റെപ്പ് സപ്പോർട്ടിങ് ദ കസ്റ്റമേഴ്സ്, even to convince their leadership that why we should invest in these technologies or these people. അപ്പം അത് ഭയങ്കരമായിട്ട് വർക്കായിട്ടുള്ള സാധനമാണ്. പിന്നെ രണ്ടാമത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യത്തിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ടിപ്പിക്കലി പലപ്പോഴും നമ്മളെ ഇപ്പം നമ്മളെ ഒരു ഗ്രോത്തിൻ്റെ പാർട്ടിൽ നമ്മളെ കമ്മ്യൂണിക്കേഷൻ, ഇപ്പം ഞാനൊരു പ്രോപ്പർ മലയാളം മീഡിയം സ്കൂൾ പ്രൊഡക്റ്റാണ്. അപ്പം ഏർലി സ്റ്റേജിൽ എനിക്കും ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു ഞാൻ സംസാരിക്കുമ്പോൾ. അപ്പം നമ്മൾ ഹയർ ചെയ്ത ആൾക്കാരിലും ഇങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. കാരണം ഞാൻ മ്യൂസിക് മേലിൽ ഫൈനൽ ഇൻ്റർവ്യൂ കൊടുത്തപ്പം സച്ചിൻ ചോഗ് എന്ന് പറഞ്ഞൊരു പുള്ളി ഒരു ഇന്ത്യൻ നേവിയിൽ വലിയൊരു ഓഫീസറായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഹി റിട്ടയർഡ് ആൻഡ് ഹി വാസ് ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് ഫോർ മ്യൂസിക് മാം. അപ്പം പുള്ളിയായിരുന്നു തന്നെ ഫൈനൽ HR ഇൻ്റർവ്യൂ എടുത്ത്. അപ്പോൾ പുള്ളി പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്, അഖിൽ, ഐ മീൻ വി റിയലി ലൈക്ക് യു, വി റിയലി വോണ്ട് ടു ഹയർ യു, ബട്ട് പ്രോമിസ് മീ യു വുഡ് വർക്ക് ഓൺ യുവർ കമ്മ്യൂണിക്കേഷൻ. കാരണം ഞാൻ മനസ്സിൽ ആലോചിക്കുന്ന ലാംഗ്വേജ് മലയാളം. ടിപ്പിക്കൽ പക്ക കോഴിക്കോടൻ ഭാഷയിലാണ് എൻ്റെ തലയിലകത്ത് സാധനങ്ങൾ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴല്ലോ ആയിട്ട് അക്വയർ ചെയ്ത കുറേ ഫിൽറ്റേഴ്സിൻ്റെ അകത്തോടെ ഇത് പുറത്ത് വരുന്നുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഓട്ടോമാറ്റിക്കലി ഞാനും ആദ്യത്തെ ആസ് എൻ ഏർലി സ്റ്റേജ് ഓഫ് കരിയറിൽ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. ആസ് എൻ എനിക്കാണെങ്കിൽ നല്ല തിക്ക് ആക്സെൻറ്റും ഉണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഐ വാസ് വെരി കോൺഷ്യസ്. എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്തെടുത്തത്? ആക്ച്വലി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അഗെയിൻ ലേറ്റർ അതായത് ഒരു 17-18 ആ സമയത്തൊക്കെ എത്തിയപ്പം അത് നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ദ പീപ്പിൾ വി ലുക്ക് അപ്പ് ടു. അപ്പം അവരും നമ്മളോട് പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രോപ്പർ സെറ്റപ്പിൽ ഇഫ് യു ആർ ടോക്കിംഗ് ടു പീപ്പിൾ, അതായത് ഇതൊന്നും വിഷയമാവുന്നില്ല. നിങ്ങളുടെ ആക്സെൻറ്റ്, പിന്നെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, ദർ ആർ പീപ്പിൾ, ഇപ്പം ലാറ്റിൻ അമേരിക്കൻ പീപ്പിൾ അല്ലെങ്കിൽ യൂറോപ്യൻ പീപ്പിൾ, അവർ ഭയങ്കര മോശം ആക്സെൻറ്റിലാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. നമ്മളെക്കാളും മോശം ആക്സെൻറ്റിലാണ് അവർ, ആക്സെൻ്റ് എന്നല്ല, നമ്മളെക്കാളും ഇംഗ്ലീഷിനോടുള്ള അവരുടെ ലാംഗ്വേജിനുള്ള ധാരണ കുറവാണ്. എന്നിട്ടും ദർ ആർ ലൈക്ക് റിയലി നോട്ടബിൾ CEOs ആൻഡ് CEOs ആൻഡ് ദേ സ്പീക്ക് ഇൻ ദെയർ ലാംഗ്വേജ്. അവരിത് പിന്നെ ഒരു ഫേക്ക് ആക്സെൻറ്റ് ഉണ്ടാക്കിയെടുക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. ആൻഡ് ദേ ആർ ആക്ച്വലി കൈൻഡ് ഓഫ് ഡൂയിങ് വെരി വെൽ. അപ്പം ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഹൂ വി ആർ എന്നുള്ള സാധനം നമ്മൾ എംബ്രേസ് ചെയ്യണം. അതെ, അപ്പം ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഷ എന്നുള്ള സാധനം നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിലാണ്. അപ്പം അത് നമ്മുടെ ഐഡന്റിറ്റിന്റെ ഭാഗമാണ്. അത് അക്സെപ്റ്റ് ചെയ്യാന്നുള്ള സാധനമാണ് ഒരു ആസ്പെക്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ആൾക്കാർ ഇംപ്രസ് ചെയ്യാന്നുള്ള സാധനം ഡെഫിനറ്റ്ലി നമ്മളെ കോണ്ടന്റ് ആണ്. നമുക്ക് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്കിൽ എത്രത്തോളം എന്താ പറയുക നോളജ്, എത്രത്തോളം വിവരമുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് അതിനെ ഡീപ്പായിട്ട് പോകാൻ പറ്റും. നമ്മൾ ഭയങ്കര സൂപ്പർഫിഷ്യലായിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ആണ് ഇതൊക്കെ പൊങ്ങി വരാൻ പോകുന്നത്. നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിലൂടെ നമ്മൾ ഡീപ്പായി പോകുന്നതിനനുസരിച്ചിടത്തോളം നിങ്ങളെ ആക്സെൻറ്റ് എന്തോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ആൾക്കാർ കേൾക്കും. ആ റൂമിലിരിക്കുന്ന ആൾ നിങ്ങൾ പറയുന്നത് കേട്ടിരിക്കും.
മേ ബി ആദ്യത്തെ ഒരു 5 മിനിറ്റിൽ ഒരു നെറ്റ്വർക്കിംഗ് ഇവൻറ്റിൽ ഒരാൾ ഇമ്പ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് പാടായിരിക്കും. എനിക്ക് ഏറ്റവും വലിയൊരു ഇഷ്യൂ പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ടെക്നോളജി റിലേറ്റഡ് അല്ലെങ്കിൽ എൻ്റെ വർക്ക് റിലേറ്റഡ് സാധനത്തിൽ എനിക്ക് ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും, പക്ഷേ ചിറ്റാറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഹൗ ഈസ് ദ വെദർ ആ സാധനം ഒരിക്കലും പറ്റില്ല. ഓക്കെ, അപ്പം എനിക്കൊരു നെറ്റ്വർക്കിംഗ് ഇവൻറ്റിന് പോയിട്ടുണ്ടെങ്കിൽ ആ ഇനീഷ്യൽ 5 മിനിറ്റ്സ് ഇംപ്രഷൻ ഉണ്ടാക്കാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഐ തിങ്ക് വൺസ് യു ഗെറ്റ് ടു ദ ടോപ്പിക് ദെൻ യു ആർ ദ മാസ്റ്റർ ഇൻ ദാറ്റ് അല്ലേ? മാസ്റ്റർ ഞാൻ പറയില്ല, പക്ഷേ വൺസ് ഇറ്റ് ഗെറ്റ്സ് ടു സം പ്ലേസ് ഐ എം കംഫർട്ടബിൾ. അപ്പം ഞാനും ചെയ്യാതാണ്, ഞാനും ഐ ടേക്ക് ദാറ്റ് കോൺവെർസേഷൻ ടു സംവർ ഐ എം കംഫർട്ടബിൾ. ഓക്കെ, സെയിൽസ്ഫോഴ്സിനെ പറ്റി സംസാരിക്കുക, അല്ലെങ്കിൽ ഓപ്പറേഷൻസിനെ പറ്റി സംസാരിക്കുക, ടാലന്റിനെ പറ്റി സംസാരിക്കുക. ഓക്കെ, അങ്ങനെ എനിക്കിഷ്ടമുള്ള സ്ഥലത്തോട്ട് ഞാൻ ആ കോൺവെർസേഷൻ നൈസായിട്ട് കൊണ്ടുപോകാൻ നോക്കും. ഇപ്പം ആൻഡ് അഗെയിൻ നോട്ട് ജസ്റ്റ് മീ, നമ്മളെ കമ്പനിയിൽ ഈ മല്ലു ക്രൗഡ് 300 ആൾക്കാരിൽ എത്ര ആൾക്കാർ മലയാളീസ് ആയിരിക്കും? അയ്യോ, ഞാൻ ആ നമ്പർ എക്സാക്ട്ലി പറയുന്നില്ല, പക്ഷേ വി ഹാഡ് എ ലോട്ട് ഓഫ് മല്ലു പീപ്പിൾ. കാരണം നമ്മൾ 4-5 മോർ ദാൻ ഹാഫ്, നോ 30-40%. അപ്പോൾ നമ്മൾ ഹയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒന്ന് നമ്മൾ NIT നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന കുറേ പേര് ഹയർ ചെയ്തു. 2 നമ്മൾ ഔട്ട് ഓഫ് ദ 5-6 കോളേജ് ആറ്റ് വി വർ ഹയറിങ് 3 ആർ കേരള കോളേജസ്, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, CET, പിന്നെ NIT കാലിക്കറ്റ്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു മല്ലു പോപ്പുലേഷൻ്റെ എണ്ണം കൂടാൻ തുടങ്ങി. നമ്മൾ സൂറത്കല്ല് പോയാലും യു വിൽ ഫൈൻഡ് മല്ലു ടാലൻറ്റ്, NIT സൂറത്കല്ല് പോയാലും യു വിൽ ഫൈൻഡ് മല്ലു ടാലൻറ്റ്. അപ്പോൾ അതിൽ ദർ ആർ സിറ്റി കിഡ്സ് ഹു ആർ എക്സ്ട്രീംലി ഗുഡ് അറ്റ് കമ്മ്യൂണിക്കേഷൻ, ബട്ട് അറ്റ് ദ സെയിം ടൈം ദർ വർ പീപ്പിൾ ലൈക്ക് ഹു ഇസ് ബിറ്റ് വീക്ക്, കോൺഫിഡൻസിലാക്കിയ ആൾക്കാർ. അപ്പം അവരുടെ അടുത്താണെങ്കിലും നമ്മുടെ ഈ കൾച്ചർ ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് വി വർ ആക്ച്വലി കൈൻഡ് ഓഫ് എൻകറേജിങ് ദീസ് പീപ്പിൾ ടു have these conversations, അല്ലെങ്കിൽ to put them in difficult situations. ഓക്കെ, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ഫസ്റ്റ് കോൾസിൽ ഞാൻ കയറുമ്പോൾ ഞാൻ എസ്പെഷ്യലി മ്യൂസിയം ടൈമിൽ അന്ന് ഈ സൂം ടീം നമ്മൾ വീഡിയോ ഓൺ ആക്കേണ്ട പ്രശ്നം അത്രയല്ല. ഒരു ഫോണിൽ നമ്മളൊരു നമ്പർ ഡയൽ ചെയ്യുക, എന്നിട്ട് അതിന് ബ്രിഡ്ജ് എന്നാ പറയുക, എന്നിട്ട് അതിലോട്ട് കണക്ട് ചെയ്യുക. മിക്കവാറും കോൾസ് അങ്ങനെ നടക്കുക. വെബ്എക്സ് ഒക്കെ ഉണ്ടെങ്കിലും മിക്കവാറും കോൾസ് എന്നിട്ട് എല്ലാവരും വട്ടത്തിലൊരു ഇതിനെ ചുറ്റിരുന്ന ഞാൻ എഴുതി പോവായിരുന്നു എനിക്ക് കൊടുക്കേണ്ട സ്റ്റാറ്റസ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. പക്ഷെ അതിൽ നിന്നാണ് നമ്മൾ അപ്പം ആ ഒരു ജേണി ഞാൻ പോയതുകൊണ്ട് എനിക്ക് ഈ ആൾക്കാരെ അല്ലെങ്കിൽ നമുക്ക് ഈ ആൾക്കാരെ കളക്റ്റീവ്ലി ഹെൽപ്പ് ചെയ്യാനും ഭയങ്കര എളുപ്പമായിരുന്നു. അപ്പം അപ്പോൾ 2 കാര്യങ്ങൾ, ഒന്ന് പാർട്ട് ഓഫ് യുവർ ഐഡൻറ്റിറ്റി. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എന്താണ് അഷെയിം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോ വേ. ആസ് ഇൻ നല്ല കൊള്ളാവുന്ന ആൾക്കാർ US ആൾക്കാരും നമ്മൾ പറയുന്ന കണ്ടന്റുകൾ കേൾക്കും. ദേ ആർ നോട്ട് ഗോയിങ് ടു ജഡ്ജ് യു ബേസ്ഡ് ഓൺ യുവർ ആക്സെൻറ്റ്. അത് വളരെ ക്ലിയർ ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ട് ഹിറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് പോയിന്റ്സ് നമുക്ക് തന്നെ നോട്ട് വെച്ചിട്ട് ആ കോൺവെർസേഷൻസ് നമുക്ക് കോൺവെർസേഷൻ നമ്മൾ അതിനേക്കാൾ ഉപരി നമുക്ക് ഒരാളെടുത്ത് ഇപ്പം ദ സെറൻഡിപ്പിറ്റി മൈൻഡ് സെറ്റ് എന്നൊരു ബുക്ക് ഉണ്ട്. അപ്പം ഒരു സ്റ്റാർട്ടപ്പ് ആൾക്കാർ എന്തായാലും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് സെറൻഡിപ്പിറ്റി മൈൻഡ് സെറ്റ്. അപ്പം അതിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഈ ചാൻസസ് വിൽ ഹെൽപ്പ് യു ടു ഡു ബിഗർ തിങ്സ് ആണ് ആ ബുക്കിൻ്റെ ഒരു തീം. ഇപ്പം നമ്മളെ കേസിലാണെങ്കിലും കുറേ അധികം സെറൻഡിപ്പിറ്റി ഇൻസിഡൻസ് ആണ് ഈ സെയിൽസ് ഫോഴ്സ് എന്നുള്ള കമ്പനിയിലോട്ട് നമ്മൾ എത്തുകയും അല്ലെങ്കിൽ നമ്മളെ എന്താണ് നമ്മുടെ ഇവൻച്വൽ ഔട്ട്കത്തിനൊക്കെ ഈ കുറേ അധികം ചാൻസസ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ചാൻസസ് ഒരിക്കലും എന്താണ് ഇഫ് യു ആർ നോട്ട് ഓപ്പൺ ടു ടേക്ക് യുവർ ചാൻസസ്, അല്ലെങ്കിൽ ഇഫ് യു ആർ നോട്ട് ഓപ്പൺ ടു അപ്രോച്ച്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ആ ബുക്കിൽ തന്നെ പറയുന്ന എക്സാമ്പിൾ അത് തോന്നുന്നു. നമ്മളൊരു കോഫി ഷോപ്പിലിരിക്കുന്നു, നമ്മൾ തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ടെക്നോളജിയിൽ ഒരു വലിയ മച്ചാനാണ്, അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഓക്കെ, അപ്പം ആ കോഫി ഷോപ്പിൽ ആ പോയിന്റിൽ നിങ്ങൾ എത്തിച്ചത് ചാൻസ്. നിങ്ങൾ അയാളോട് പോയി സംസാരിക്കില്ല എന്നുള്ളത് നമ്മുടെ ഓപ്പൺനെസ് ടു എന്താണ് അഗ്രസീവ്ലി അപ്രോച്ച് ദി സിറ്റുവേഷൻ. ഓക്കെ, അപ്പം ആ കോൺഫിഡൻസ് ഈസ് നോട്ട് അബൌട്ട് യുവർ കമ്മ്യൂണിക്കേഷൻ എനിത്തിങ്. ആ കോൺഫിഡൻസ് ഹാസ് ടു കം. അപ്പം ആ ഒരു മൈൻഡ് സെറ്റ് കൾട്ടിവേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ഇറസ്പെക്റ്റീവ് ഓഫ് പ്രൊഫഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ലോകത്തുള്ള മിക്കവാറും എല്ലാ വലിയ കമ്പനീസ് ആണെങ്കിലും എല്ലാ വലിയ ഇൻസിഡൻസ് ആണെങ്കിലും കുറേ ഇപ്പോൾ പെൻസിലിൻ കണ്ടുപിടിച്ചത് ചാൻസ് ഉണ്ടാന്ന് പറയുന്നുണ്ട്, ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ചത് ചാൻസ് ഉണ്ടാന്ന് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ പല കാര്യങ്ങൾ സംഭവിക്കുക ഈ ചാൻസ് ആയിരിക്കും. പക്ഷേ ആ ചാൻസ് നിങ്ങളുടെ മുമ്പിൽ സംഭവിക്കുമ്പോൾ ആ ഓപ്പർച്യൂണിറ്റി എടുക്കാനുള്ള എഫേർട്ട് നിങ്ങൾ കാണിക്കണം. ഈവൻ ആ പോഡ്കാസ്റ്റ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു കോൾ ടു ആക്ഷൻ ആയിരിക്കാം, ഫോർ ടു ആക്ട് ആസ് വെൽ. അവരൊന്നും വിചാരിക്കാൻ പോകുന്നില്ല. അതാണ് നമ്മൾ ഫസ്റ്റ് സാധനം. അപ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കും അവരെന്ത് വിചാരിക്കും നമ്മളെ പറ്റി. ഒന്നും വിചാരിക്കാൻ പോകുന്നില്ല. ദേ ആർ ഹാപ്പി ദാറ്റ് യു കം ആൻഡ് മാക്സിമം സംഭവിക്കും, ഇന്ന് സമയമില്ല എന്ന് പറയും, നമുക്ക് നഷ്ടം. അപ്പം അത് നമ്മൾ മല്ലൂസിന് ഭയങ്കര മോശമാണ്. ആസ് ഇൻ വി ആർ നോട്ട് ദാറ്റ് പീപ്പിൾ. ആസ് ഇൻ ഞാൻ ജനറലൈസ് ചെയ്യാമല്ലോ, ഉറപ്പായിട്ട് ജനറലൈസ് ചെയ്യാലോ, ദർ വിൽ ബി എക്സെപ്ഷൻസ്. പക്ഷേ ഐ തിങ്ക് ദാറ്റ് ഈസ് ദർ. നമ്മുടെ വരാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ആസ് വി സീ ദാറ്റ് ഈസ് എ ന്യൂ നോം, ദെൻ പീപ്പിൾ ആർ ഓൾറെഡി ഉറപ്പായിട്ടും ദാറ്റ് ഈസ് ദ തിങ് ഐ അണ്ടർസ്റ്റുഡ്. നിങ്ങൾ കമ്പനി തുടങ്ങി, ഗ്രോ ഇറ്റ് ടു several millions in ARR revenue.
ആൻഡ് 2021 നവംബറിൽ നിങ്ങളുടെ കമ്പനി അക്വയർ ചെയ്തു. അപ്പോൾ സാധാരണ ഞാൻ ഈ ഒരു കമ്പനി അക്വസ്റ്റ് ചെയ്യുമ്പോൾ ഫുൾ എന്താ പറയുക കളേഴ്സൊക്കെയാണല്ലോ, അതായത് കോടികൾ ഉണ്ടാക്കി നെക്സ്റ്റ് റിച്ച് ലൈഫ്, ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്, റിട്ടയറിങ്. ശരിക്കും ഈ ബിഹൈൻഡ് പ്രോസസ് എന്താണ് ഫൗണ്ടേഴ്സ് ഗോ ത്രൂ ചെയ്യുന്നത് എന്നുള്ളത് ഫ്രം റിയൽ എക്സ്പീരിയൻസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. വാട്ട് വാസ് ദാറ്റ് ജേർണി ലൈക്ക്? അതിൽ 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന്, നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ ഇത് നമ്മളൊരു ബേബിനെ പോലെ നമ്മൾ വളർത്തിക്കൊണ്ട സാധനമാണ്. അപ്പം ഇത് സെല്ല് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമോഷണൽ പോയിൻ്റാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം എവരി ജേർണി ഹാസ് ടു എൻഡ് സംവർ. അപ്പം നമ്മളെ കേസിലാണെങ്കിലും എന്താണ് ആ ഒരു പോയിന്റിൽ നമ്മുടെ എഗെയിൻ ഒരു യാദൃശ്ചികമായിട്ടാണ് നമുക്ക് നമ്മളെ ഫസ്റ്റ് ഓഫർ വരുന്നത്. നമ്മളൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ആ പ്രൊജക്റ്റിൽ നമുക്ക് കോമ്പറ്റീറ്റർ ഉണ്ടായിരുന്ന ഒരാൾ നമ്മളപ്പം അവർ ഒരു ഇന്ത്യയിലെ വലിയൊരു ഫേമാണ്, പ്രോബ്ലി ടോപ്പ് 10 IT ഫേംസ് ഇൻ ഇന്ത്യ. ഓക്കെ, ഞാൻ നെയിം ചെയ്യുന്നില്ല. അപ്പം അവരാണ് ആക്ച്വലി നമുക്കൊരു ഫസ്റ്റ് ഓഫറായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പം നമുക്കും ഓഫറിൻ്റെ വാല്യൂ കണ്ടപ്പോൾ നമ്മൾ ഇത്തിരി ഞെട്ടി. ഓക്കെ, അപ്പം നമുക്കിത് കൊള്ളാലോ. കാരണം ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബേൺ ഔട്ട് ആസ്പെക്റ്റ് ഉണ്ട്. സർവീസ് ബിസിനസ്സിന് ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കസ്റ്റമറിൻ്റെ ചീത്ത കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇൻഡിവിജ്വൽ പ്രൊജക്ട്സ് ഇപ്പം 40 കസ്റ്റമർ ഉണ്ടെങ്കിൽ പ്രോബ്ലി 80 or 100 പ്രോജക്ട്സ് ആർ ആക്ച്വലി ഗോയിങ് ഇൻ പാരലൽ. എല്ലാ പ്രോജക്ട്സും ഒരിക്കലും സമയത്ത് തീർക്കാനും ഒന്നും പറ്റില്ല. അപ്പം അവിടെ കയറിയിട്ട് ഇതെങ്ങനെ കോൺവെർസേഷൻസ് മാനേജ് ചെയ്യുക, കസ്റ്റമറിൻ്റെ എക്സ്പെക്ടേഷൻസ് മാനേജ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പം കരിക്ക് സീരീസിലൊരു ഇതുണ്ട്, ഈ വീട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത ആഴ്ച ഇതിൻ്റെ വീട്ടുകൂടലാണെന്ന് തോന്നുന്നുണ്ടോ, വീട്ടുകൂടൽ ഹൗസ് വാമിങ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അപ്പം പറയും ഇല്ല, ഒക്കെ ഒരു വിശ്വാസമാണെന്ന് പറയുന്ന പോലെ. അങ്ങനെ നമുക്ക് പോയിട്ട് കസ്റ്റമറിൻ്റെ അടുത്ത് നമുക്ക് പോയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ അവർക്ക് വേണ്ടത് അടുത്ത ആഴ്ചൻ്റെ വീട്ടുകൂടൽ ഹൗസ് വാമിങ് നടക്കണം എന്നുള്ളതാണ് കസ്റ്റമറിൻ്റെ ആവശ്യം. അപ്പം നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ എത്തുമ്പോൾ നമ്മൾ തന്നെ കമ്മിറ്റ് ചെയ്ത ഡെഡ് ലൈൻ ആയിരിക്കും. ഓക്കെ, നമുക്ക് നന്നായിട്ട് ചീത്ത കേൾക്കും. ഓക്കെ, ചീത്ത കേൾക്കുക ആസ് ഇൻ നോട്ട് അങ്ങനെ ചീത്ത കേൾക്കുന്നല്ല, പക്ഷേ പ്രൊഫഷണലി ദേ വുഡ് ഷോ ദെയർ ഡിസ്പ്ലഷർ ആൻഡ് ദെർ ഈസ് ഓൾവേസ് ഗോയിങ് ടു ബി escalations. Somebody, ഒരു key resource in the project might get another offer from some other company, he would just leave. അപ്പോൾ അതൊരു എസ്കലേഷൻ സിറ്റുവേഷൻ ആയി. നമ്മുടെ പ്രോജക്റ്റ് ഡെഡ്ലൈൻ മീറ്റ് ചെയ്യാതെ എസ്കലേഷൻ സിറ്റുവേഷൻ ആയി. നമ്മൾ ഒരു പ്രോജക്റ്റ് ഗോലായി പോകുമ്പം ബഗ്സ് വരുന്നത്, ബഗ്സ് ഒക്കെ എപ്പോഴായാലും വരും, പക്ഷേ എത്രത്തോളം ബഗ്സ് വരുന്നുണ്ടുള്ളത് വേറൊരു എസ്കലേഷൻ സിറ്റുവേഷൻ ആയി. അപ്പോൾ ആ സിറ്റുവേഷൻസിലൂടെ കസ്റ്റമേഴ്സ് ചിലപ്പം ഭയങ്കര സ്ട്രോങ് ആയിട്ട് റിയാക്റ്റും ചെയ്യും. അപ്പം അതിൻ്റെ റിപ്പർക്കഷൻസ് ഇവിടെ എല്ലായിടത്തും വരും. ഈവൺ ഇഫ് യു ആർ നോട്ട് കസ്റ്റമർ ഫേസിങ്, ടാലൻറ്റിനെ മാനേജ് ചെയ്യുന്ന സിറ്റുവേഷൻസിലാണെങ്കിൽ പോലും ടാലൻറ്റ് ലീവ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഇഷ്യൂസ് വേറെ വരും. അപ്പം ദർ ഈസ് ഓൾവേസ് ഹൈ പ്രഷർ. അപ്പോൾ നമ്മളൊരു 5-6 വർഷം ഈ സൈക്കിളിൽ കൂടെ പോയപ്പം, ആൻഡ് എസ്പെഷ്യലി ഇപ്പം എൻ്റെ പേഴ്സണൽ കേസ് പറയുകയാണെങ്കിൽ ഐ ഹാഡ് എ ബേബി അറൗണ്ട് ദാറ്റ് ടൈം 2018-19. അപ്പം ഇനീഷ്യലി ഭയങ്കര എളുപ്പമായിരുന്നു. പക്ഷേ ആസ് ഹി വാസ് ഗെറ്റിംഗ് ഓൾഡ് ഹി വാസ് ഓൾസോ ഡിമാൻഡിങ് എ ലോട്ട് ഓഫ് ടൈം ഫ്രം മീ. അപ്പം ആ ഒരു സിറ്റുവേഷൻ കൂടെ വന്നപ്പം ഇറ്റ് ഗെറ്റ്സ് ബിറ്റ് ഡിഫിക്കൽട്ട് ടു മാനേജ് ഒരു സാധനം വന്നു. അപ്പം ഇതിലൊരു അപ്പം ആ ഒരു പോയിന്റിലാണ് ഈ ഓഫറും സാധനങ്ങളൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താ പറയുക മനസ്സൊക്കെ നിളകുമല്ലോ, കൊള്ളാമല്ലോ ഇത് വാങ്ങിയിട്ട്. കാരണം ഒരിക്കലും ഈ ജേണി അവിടെ തീരുമില്ല. അപ്പം 2021 നിങ്ങൾക്കൊരു ഓഫർ കിട്ടിയിട്ടുണ്ടെങ്കിലും 2024 വരെ മിക്കവാറും എല്ലാ അക്വേഷൻസിലും ഒരു 3 year പീരീഡ് യു ഹാവ് ടു ഒരു ഏൺ ഔട്ട് പീരീഡ് ഉണ്ടാവും. അവരൊരിക്കലും ഫുൾ പൈസ അപ്പ് ഫ്രണ്ട് തരുമൊന്നുമില്ല. 60-40, 50-50. ഓക്കെ, അപ്പോൾ ആ ബാക്കിയുള്ള പൈസ നമുക്ക് ഇഫ് യു വോണ്ട് ടു ഏൺ യു ഹാവ് ടു സ്റ്റേ ഫോർ ദിസ് പീരീഡ് ആൻഡ് മീറ്റ് സർട്ടൻ ടാർഗറ്റ്സ്. അപ്പം ആ 2021 അക്കർ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങിയത് 2024 ഏപ്രിലാണ്. ഓക്കെ, അപ്പം ആ പോയിന്റിൽ അക്വേഷൻ നടക്കുമ്പോൾ അഗെയിൻ ഇറ്റ്സ് ഗോയിങ് ടു ബി അനദർ 3 year പീരീഡ്. അപ്പം നമ്മൾ വി തോട്ട് ഓക്കെ വിൽ ഗിവ് ഇറ്റ് എ ട്രൈ, വിൽ സി വാട്ട് ഓഫേഴ്സ് വിൽ ഗെറ്റ്, ദാറ്റ് ഈസ് വിൽ ഗോ ത്രൂ ദാറ്റ് പ്രോസസ്. അങ്ങനെ നമ്മളൊരു IBനെ കണ്ടുപിടിച്ചു, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ. അവൻഡസ് എന്നാണ് നമ്മളെ IBൻ്റെ പേര്. അവർ ഇന്ത്യ സർക്കിൾസിൽ ഭയങ്കര ഫേമസ് ആണ്. സ്വിഗ്ഗിൻ്റെ ഒക്കെ IB അവരാണ്. അപ്പം നമുക്ക് ഇത്തിരി റവന്യൂ സൈസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ദേ വർ ഓൾസോ കോൺഫിഡൻറ്റ് ദാറ്റ് അവർക്ക് നല്ല ഓഫേഴ്സ് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അങ്ങനെ IB ഓൾസോ ഹാസ് ടു ചൂസ് യു. So IB picked you, then they search for the potential. Then they would actually kind of market you. അപ്പോൾ നിങ്ങളുടെ റവന്യൂ, നിങ്ങളുടെ കസ്റ്റമേഴ്സ്, നിങ്ങളുടെ ഫ്യൂച്ചർ പാത്ത്, നിങ്ങളുടെ പാസ്റ്റ് ഗ്രോത്ത്. ഇപ്പോൾ ഞങ്ങളുടെ കേസിലാണെങ്കിൽ ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുള്ള 2 സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വെരി അഗ്രസീവ് ഗ്രോത്ത് റേറ്റ് 1, 3, 7, 14 that thing. And second part is actually there was a lot of quality customers. മൂന്നാമത്തെ സാധനം there was a niche focus. അപ്പം IB was actually kind of searching for people who has a lot of services. At the same time അവർക്ക് Salesforce CPQ അല്ലെങ്കിൽ ഈ Salesforce revenue cloud എന്ന് പറഞ്ഞ സർവീസസ് വീക്കായിട്ടുള്ള കസ്റ്റമേഴ്സ്, വീക്കായിട്ടുള്ള വലിയ കമ്പനീസ് തന്നെ. അപ്പം വി മെറ്റ് ലോട്ട് ഓഫ് കമ്പനീസ്. വി മെറ്റ് TCS, വി മെറ്റ് ഹാപ്പിയസ്റ്റ് മൈൻഡ്സ്, PwC. We had a lot of interest and we had a lot of these conversations. അങ്ങനെ നമ്മൾ so what will happen is actually the founder team would actually have a couple of conversations with the M&A സൈഡിൽ മറ്റേ കമ്പനിയുള്ള ടീം. ഈ IB will facilitate that conversation.
അത് കഴിഞ്ഞിട്ട് certain companies will say that we want to proceed. Okay, and then they will actually kind of give you an indicative offer. Okay, indicative offer. Okay, അപ്പം ഈ റേഞ്ചിലാണ്. അപ്പം ആ ലൈക്ക് ഇറ്റ്സ് കോൾഡ് എ ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ്. Okay, LOI. യാ. അപ്പം ഒരു ഇൻഡിക്കേറ്റീവ് ഓഫറും സാധനങ്ങളും നമ്മൾ കാണുമ്പോൾ ഈവൻ ബിഫോർ ദാറ്റ് ദർ ഇസ് എൻ IOI, ദാറ്റ് ഇസ് എൻ ഇൻഡിക്കേഷൻ. ലെറ്റർ ഓഫ് ഓഫർ ഇസ് ലൈക്ക് എ സോളിഡ് ഡോക്യുമെൻറ്റ്. ഈവൻ ബിഫോർ ദാറ്റ് ദേ വിൽ ടെൽ യു ലൈക്ക് ദിസ് ഈസ് ഹൗ മച്ച് ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പം നമുക്ക് ആ ഒരു ഇത് കിട്ടുമ്പോൾ ഇപ്പം നമ്മളെ കേസിൽ ഒരു 4 കമ്പനീസ് ആ ഒരു സ്റ്റേജിലോട്ട് എത്തി. LOI തന്നു. LOI തന്നു. അപ്പോൾ അതിൽ നിന്ന് യു ചൂസ് 1 LOI. യു കനോട്ട് ചൂസ് ഓൾ 4. അപ്പം 1 LOI യു ചൂസ് ബേസ്ഡ് ഓൺ ദ വാല്യൂ, ബേസ്ഡ് ഓൺ ദ കൾച്ചറൽ ഫിറ്റ്. അപ്പോഴേക്ക് നമ്മൾ യു വുഡ് ഹാവ് ഹാഡ് സോ മെനി കോൺവെർസേഷൻസ് വിത്ത് ദീസ് 4 കമ്പനീസ്. അപ്പോൾ നമുക്ക് വി മെറ്റ് ദീസ് പീപ്പിൾ ഇൻ പേഴ്സൺ. കാരണം നിങ്ങളായാലും ഇവൻ ഇവിടെയുള്ള കമ്പനിയിലുള്ള എംപ്ലോയീസ് അവിടെയാണല്ലോ വർക്ക് ചെയ്യേണ്ടത്. സോ നമ്മുടെ എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത്തത് വിഷൻ അലൈൻഡ് ലീഡർഷിപ്പ് കണക്ട് അലൈൻഡ് ആവണം. അങ്ങനെ കുറേ ആസ്പെക്ട്സ് ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഓൾ ദീസ് ഓഫേഴ്സ് വർ ഡിഫറെൻറ്റ് വാല്യൂസ്. അപ്പോൾ നമ്മളെ കേസിലാണെങ്കിലും നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ഓഫർ അല്ല ചൂസ് ചെയ്തത്. ഇൻട്രസ്റ്റിംഗ്. Okay, I'm not going details into that. പക്ഷേ point is that we need to and again it's like it's all early guesses. നമ്മൾ ആകെ കമ്പനിയിൽ 4 പേരെ കാണുന്നുള്ളൂ. ആ ഗസ് പിന്നെ തെറ്റിപ്പോയിരിക്കും. പക്ഷേ ബേസ്ഡ് ഓൺ ദാറ്റ് ഇൻഫർമേഷൻ അവൈലബിൾ യു വുഡ് മേക്ക് എ ചോയ്സ്. പിന്നെ ഗട്ട് ഡിസിഷൻ ഉണ്ടല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ വൺസ് യു സൈൻ ദ LOI then the diligence people come. Due diligence. Okay. That was the most painful process I went through in my entire life. Okay, EY ആയിരുന്നു ഞങ്ങളുടെ കേസിൽ കസ്റ്റമർ അക്വയർ ചെയ്തിട്ടുള്ള ഹയർ ചെയ്തിട്ടുള്ള ഡിലിജൻസ്. ആ ഒരു പ്രോസസ് എങ്ങനെയാണ്? They will verify everything. They will verify your contracts, they will verify your systems, they want to see project wise margin. അപ്പം സോ നമ്മളെ കേസിൽ നമ്മൾ സ്റ്റാർട്ടപ്പ് ആയിട്ട് റൺ ചെയ്യുമ്പോൾ വൈൽ എവറിത്തിങ് ഇസ് ജെന്യുവൻ, നമുക്കൊന്നും മറച്ചു വെക്കാനൊന്നുമില്ലെങ്കിലും വി വിൽ നോട്ട് ട്രാക്ക് എ ലോട്ട് ഓഫ് സിസ്റ്റംസ്. നമ്മളെ കേസിൽ വി വർ നെവർ ട്രാക്കിംഗ് പ്രോജക്റ്റ് വൈസ് പ്രോഫിറ്റബിലിറ്റി. വി ഹാഡ് എൻ ഐഡിയ വാട്ട് ഈസ് അവർ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി. വി ഓൾസോ ഹാഡ് എൻ ഐഡിയ വാട്ട് ഈസ് എ കസ്റ്റമർ വൈസ് പ്രോഫിറ്റബിലിറ്റി. വട്ട് വി നെവർ ട്രാക്ഡ് ഹു ആർ ദ പീപ്പിൾ ഇൻ വാട്ട് പ്രോജക്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും. അപ്പം ദാറ്റ് ഫോർ 2 years ബാക്കിംഗ് if you have to create project by project, figuring out who all the people work based on time sheets and calculating what is actual profit from the projects എന്നൊക്കെ പറയുമ്പോൾ അതൊരു നൈറ്റ്മെയർ പ്രോസസ് ആയിരുന്നു. അതേപോലെ എവറിത്തിങ് they want all the contracts to be in certain. അപ്പോൾ അതിൽ ഏതെങ്കിലും കോൺട്രാക്ട് മിസ്സിംഗ് ആണെങ്കിൽ യു നീഡ് ടു ഗോ ആൻഡ് ഹാവ് എ കോൺവെർസേഷൻ വിത്ത് ദ കസ്റ്റമർ ആൻഡ് ഗെറ്റ് ദാറ്റ് ഇൻ ദാറ്റ് ഫോം. അപ്പം ഇത് ആൻഡ് ദേ വിൽ ഇൻ്റർവ്യൂ യുവർ കസ്റ്റമേഴ്സ്. ആൻഡ് യു നീഡ് ടു ഫെസിലിറ്റേറ്റ് ദാറ്റ് ആസ് വെൽ. ടോപ്പ് 10 കസ്റ്റമേഴ്സിനെ അവർ ഇൻ്റർവ്യൂ ചെയ്യും. ഓക്കെ, പിന്നെ അവരുടെ ഫിനാൻസ് ടീം വന്നിട്ട് നമ്മളെ ബുക്സ് അരിച്ചു പേർക്കും എവിടെയെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ. ആൻഡ് എവറി എക്സ്പെൻസ് യു ആർ ആൻസറബിൾ. എന്തിന് ഈ എക്സ്പെൻസ് വന്നു, എന്തിന് ഇത് ഇത്രയും സ്പെൻഡ് ചെയ്തു. ബേസ്ഡ് ഓൺ ദാറ്റ് ദേ വിൽ ഗിവ് എ റിപ്പോർട്ട് ടു ഈ നമ്മളെ വാങ്ങാൻ പോകുന്ന കമ്പനിക്ക്. സെയിം ഓക്കെ, ഒന്ന് ജെനുവിനിറ്റി, 2 ഇത് എല്ലാ അക്വിഷൻസും ഒരു ഫൈനാൻഷ്യൽ യൂസ് കേസ് മീറ്റ് ചെയ്യണം. ആസ് ഇൻ ദേ വുഡ് വോണ്ട് ടു റിക്കവർ ദെയർ മണി ഇൻ ദ നെക്സ്റ്റ് 5 years. നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് അക്വയർ ചെയ്യുമ്പോൾ ദേ വുഡ് വോണ്ട് ടു റിക്കവർ ദ മണി ഇൻ 3 to 5 years. അതിനുള്ളൊരു പാത്ത് ഉണ്ടോ എന്നുള്ളതും ഇവരുടെ ഒപ്പീനിയനാണ്. അപ്പോൾ വി നീഡ് ടു കൺവിൻസ് ദീസ് പീപ്പിൾ ദാറ്റ് വി ആർ ദാറ്റ് ഗുഡ്, വി കാൻ ഡു ദിസ്. ഇന്ന കസ്റ്റമറിൽ ഇത്ര ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട്. ആൻഡ് നൗ വി ഹാവ് യുവർ extended sales team support as well. In your customers also we can sell this. Right. And we need to convince them ഞങ്ങളുടെ കസ്റ്റമേഴ്സിൽ you can sell these services. അപ്പം ആ ഒരു പ്രോസസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കേസിൽ ഒരു ടിപ്പിക്കൽ ഒരു 3 months കൊണ്ട് ക്ലോസ് ചെയ്യേണ്ടതാണ്. നമ്മളെ കേസിൽ അതൊരു 6 months മേലെ പോയി. ആൻഡ് അഗെയിൻ ഇറ്റ് വാസ് കോവിഡ് ടൈം. 2021 സെക്കൻഡ് വേവ് കോവിഡും സാധനങ്ങളൊക്കെ വരുമ്പോഴാണ് നടക്കുന്നത്. ആൻഡ് ഐ ഹാവ് ടു ട്രാവൽ ടു US. ആൻഡ് വൺ തിങ് ഈസ് ആക്ച്വലി അവർ ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ്ലി US ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ആസ് ഇൻ 14 days മുമ്പ് സർട്ടൻ കൺട്രീസ് പോയിട്ടുണ്ടെങ്കിൽ അവർ US എൻട്രി ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ മെക്സിക്കോ പോയിട്ട് 14 ദിവസം ക്വാറന്റൈൻ കിടന്നു ടു ഗെറ്റ് ഇൻ ടു US ടു ഹാവ് ദിസ് കോൺവെർസേഷൻ. അപ്പം അതൊക്കെ അതൊരു ഭയങ്കര ടഫ് സ്റ്റേജ്. ആസ് ഇൻ ഒരു 16-18 hour വർക്ക് ഡേയ്സ് സംഭവം അതിൽ നടന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു സാധനത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഹാവിങ് എൻ IB ഹെൽപ്സ്. ദേ ഹാവ് എക്സ്പീരിയൻസ് പ്രൊഫഷണൽസ് സപ്പോർട്ടിങ് യു. കാരണം അവരുടെ ആവശ്യം ഒരു IB വർക്ക് ചെയ്യുക എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ദേ വിൽ നോട്ട് ടേക്ക് എ സിംഗിൾ പെന്നി ഇഫ് ഡീൽ ഡസൻ ഗോ ത്രൂ. കമ്മീഷനാണ് അപ്പോൾ അവർ ഡീലിൻ്റെ X% കമ്മീഷനാണ്. ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പറാണ്. കമ്പനീസ് ടു കമ്പനീസ് ഇറ്റ് വേരി. ഒരു സിംഗിൾ ഡിജിറ്റ് ലോ സിംഗിൾ ഡിജിറ്റ് നമ്പറാണ് അവർ കമ്മീഷനായിട്ട് എടുക്കുക. less than 5% or something they take as commission. അപ്പം അത് അപ്പം ഈ ഡീല് നടക്കേണ്ട അവരും കൂടെ ആവശ്യമാണ്. ആൻഡ് ദേ ഹാവ് എ ലോട്ട് ഓഫ് റിയലി ക്വാളിഫൈഡ് പ്രൊഫഷണൽസ്. ലൈക്ക് ഞങ്ങളുടെ കേസിൽ ഒരു IMC MBA സീനിയർ പ്രൊഫഷണലായിരുന്നു നമ്മുടെ കേസിൽ. പിന്നെ നമ്മുടെ അപ്പം ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം ഹീ വുഡ് ആൻഡ് അഗെയിൻ നമ്മുടെ കേസ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് IBൻ്റെ സൈഡിൽ നിന്ന് IIT IIM അലും ആൻഡ് വെരി നോൺ
നെയിം അഭിനവ് എന്ന് പറഞ്ഞിട്ട് ഓ വെരി സ്ട്രോങ് ഇൻഡിവിജ്വൽ ഈ പ്രൊഫഷനിൽ. അപ്പോൾ ഇവരെ സപ്പോർട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഹെൽപ്പാണ് ഈ കാര്യങ്ങൾ. അല്ലെങ്കിൽ വി വുഡ് ഹാവ് നെവർ ബീൻ ഏബിൾ ടു ഗോ ത്രൂ the diligence process and all of these things. അപ്പം എസ്പെഷ്യലി ഇഫ് ഇറ്റ്സ് എ ബിഗർ ഡീൽ. നമ്മൾ ആക്ച്വലി ഇതിനെ പറ്റി ഒരു വേറെ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. മേക്ക് ഷുവർ ചെക്ക് ഇറ്റ് ഔട്ട്, ലിങ്ക് ഇൻ ദ ഐ ബട്ടൺ. ഓക്കെ, ഞാൻ ആക്ച്വലി എപ്പിസോഡ് കണ്ടിട്ടുണ്ട്. കണ്ടന്റ് എപ്പിസോഡ് ഞാൻ ഒരു IB എന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ട്. ആൻഡ് ഹി ഗോട്ട് ദ പോയിന്റ്. അപ്പം ഹാവിങ് എ IB ഹെൽപ്സ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വിൽ ഗെറ്റ് എൻ ഓഫർ. അപ്പം ഫൈനൽ ഡോക്യുമെൻറ്റേഷൻ്റെ സമയത്താണ് അടുത്ത ഇഷ്യൂ വരിക. അടുത്ത ഇഷ്യൂ ലോയേഴ്സ് വിൽ ഗെറ്റ് ഇൻവോൾവ്. ഓക്കെ, ആൻഡ് ലോയേഴ്സ് കുറച്ച് ഏർലി സ്റ്റേജിലേ വന്നു തുടങ്ങും. ഇപ്പോൾ നമ്മൾ വി ഓൾസോ ഹാവ് ടു ഹയർ എ ലോയർ. ദേ വിൽ ഹയർ എ ലോയർ. ദേ ഹയർഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ US. ആൻഡ് സോ വി ഓൾസോ ഹാവ് ടു ഹയർ അറ്റ്ലീസ്റ്റ് സംബഡി ബെസ്റ്റ് ഇൻ ഇന്ത്യ. ഈ ലോയേഴ്സ് ശരിക്കും ഇതിൽ പാർട്ടാവണം എങ്ങനെയാണ്? ആ ഒരു ലോയേഴ്സ് നമ്മൾ you are signing a contract with somebody that involves millions of dollars. Okay, of course, അതിൻ്റെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നാളെ എനിക്ക് ഏൺ ഔട്ട് പീരീഡ് ഉണ്ട്, നാളെ രാവിലെ എന്നെ ഫയർ ചെയ്തു, ഞാൻ എന്ത് ചെയ്യും? അപ്പം ആ കോൺട്രാക്റ്റിൽ അത് സോൾഡിഫൈ ആയിരിക്കണം. ഇന്ന് റീസൺ കാരണം എന്നെ ഫയർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം there would be certain reasons they have to fire me. സ്ട്രോങ് ആക്കണം അല്ലെങ്കിൽ അല്ല. അപ്പം അതേസമയം there are certain reasons they cannot actually, they should not be able to fire me just like that. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ കമ്പനീൻ്റെ ആക്ച്വൽ സ്ട്രക്ചേഴ്സ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ കേസിൽ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കംപ്ലയിൻറ്റ് സൈഡിൽ 1-2 ചെറിയ ലാബ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് വി ഹാവ് ടു റെക്ടിഫൈ. അപ്പം ഈ ലോയേഴ്സാണ് നമുക്കത് കണ്ടുപിടിച്ച് തന്നത്. അപ്പം ദാറ്റ് വി ഹാവ് ടു റെക്ടിഫൈ വർക്കിംഗ് വിത്ത് RBI ബിഫോർ വി ആക്ച്വലി കൈൻഡ് ഓഫ് ഗെറ്റ് ഇറ്റ് occurred. We did it as in it was not that big and it was fairly straightforward, and RBI was also very helpful in our case. Okay, as in they were responding. നമുക്കൊരു ടിപ്പിക്കൽ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് ദാറ്റ് they were not. പക്ഷേ ദാറ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ അവർ they responded fairly quickly. ഓക്കെ, എനിവേസ്, അപ്പം ഈ കംപ്ലയിൻസ് സാധനങ്ങളുടെ ലൂപ്പ് ഹോൾസ് ഫില്ല് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയും ഈ ലോയേഴ്സ് ഇൻവോൾവ് ആവും. അപ്പോൾ ലോയേഴ്സ് ഇൻവോൾവ് ആയിട്ടുള്ള പ്രോസസ് അഗെയിൻ ഇറ്റ് ഗെറ്റ്സ് ഡിഫിക്കൽട്ട്. പക്ഷേ യു ഡോണ്ട് ഹാവ് ടു ഫൈറ്റ്. ലോയേഴ്സ് വിൽ ഫൈറ്റ് ഈച്ച് അതർ ആൻഡ് ദേ വിൽ റീച്ച് നമ്മൾ ജസ്റ്റ് കേട്ട് കൊടുത്താൽ മതി. അപ്പം അത് കഴിഞ്ഞിട്ട് യു വിൽ ഹാവ് എൻ എഗ്രിമെൻറ്റ് ദാറ്റ് വിൽ വെരി ക്ലിയർലി സ്റ്റേറ്റ് ദീസ് തിങ്സ്. Then whatever be the upfront money, from 50%, 60%, 70%, depends on the company to company, what you have negotiated. They would. അപ്പോൾ ഞങ്ങളുടെ കേസിലാണെങ്കിൽ 40% upfront തൊട്ടിട്ട് 70% upfront വരെ ഞങ്ങൾക്ക് ഓഫർ നമ്മൾ കണ്ടിട്ടുണ്ട്. There were companies who were only paying 40% upfront. There were companies who were paying 70% upfront. Which one did you take? Somewhere in the middle. Okay. We had our reasons to choose this thing. അപ്പം what I'm trying to say is actually, അപ്പോൾ അത് കഴിഞ്ഞിട്ട് you will sign, and they would the day of signing only they will actually kind of transfer the amount. ആ എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക്. ആ ഒരു ഡേ എങ്ങനെയാണ്? ഇഫ് യു ഗോ ബാക്ക് ടു ദാറ്റ് ഡേ, വിച്ച് ദാറ്റ് മണി ഹിറ്റ് ഇൻ യുവർ അക്കൗണ്ട്? കമ്പനി അക്കൗണ്ടിലാവുമല്ലോ ഹിറ്റ് ചെയ്യേണ്ടവ അല്ലേ? കമ്പനി അക്കൗണ്ട് അല്ല, ആക്ച്വലി നമ്മളെ US കമ്പനിയിൽ നമ്മളെ സ്റ്റേക്ക് മൊത്തം നമ്മുടെ ഇന്ത്യൻ കമ്പനി വെച്ചിട്ടാണ് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ സോ US കമ്പനിയാണ് അവർ അക്വയർ ചെയ്തത്. Okay, so the amount will be to the US account. The amount will be to our Indian account. For this company where we only had നമ്മൾ 4 പേർക്ക് മാത്രം സ്റ്റേക്ക് ഉള്ള, ബാക്കി മറ്റൊരു US സിറ്റിസൺസ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ആ ഒരു മൊമെന്റ് എന്തായിരുന്നു? ലൈക്ക് ഇഫ് യു കുഡ് ഗോ ബാക്ക്, അത്രയും മണി അറ്റ് ഓൾ അറ്റ് വൺസ്. കണ്ടില്ല. അപ്പം ഇറ്റ് വാസ് നൈസ്, മണി ഈസ് നൈസ്. അങ്ങനെ ലാസ്റ്റ് നമുക്ക് ഓഫ് കോഴ്സ് നമ്മൾ ഞെട്ടും, സന്തോഷം വരും. കാരണം ലൈഫ് ചേഞ്ചിങ് മണിയാണ്. ഫോൺ നമ്പർ പോലത്തെ നമ്പറാണ് നമ്മൾ കാണുക. അപ്പം അതൊരു നമ്മൾ സിനിമയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള സാധനമാണ്. അപ്പം ഇറ്റ് മേക്സ് വെരി ഹാപ്പി. What was the thought that go into heads? First thing is, first day, I'm being very honest. Yes. First day, I'm very happy. Okay. We were top of the moon. നമ്മളെല്ലാവരും ഓരോ സ്ഥലത്തായിരുന്നല്ലോ. ഞാൻ കോഴിക്കോടാണ് ഉണ്ടായിരുന്നത് മൊമെന്റ് സംഭവിക്കുമ്പോൾ. 2 പേര് US-ലാണ്, ഒരാൾ ബാംഗ്ലൂരാണ് ഉണ്ടായിരുന്നത്. അപ്പം വി വർ നോട്ട് ടുഗദർ. പക്ഷേ ഇത് കണ്ടപ്പം തന്നെ വി കോട്ട് ഇൻ ടു കോൾ ആൻഡ് വി വർ വെരി വെരി ഹാപ്പി. കാരണം ഇതൊരു 2015 തൊട്ടിട്ട്, അല്ലെങ്കിൽ നമ്മൾ കോളേജ് തൊട്ടിട്ട് നമ്മൾ കണ്ടിട്ട് ഡ്രീമിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കമാണ് വന്നിട്ടുള്ളത്. അപ്പം ആൻഡ് വി വർ എല്ലാവരും പറയും ബെസ്റ്റ് ഫ്രണ്ട്സിനൊപ്പം കമ്പനി തുടങ്ങരുത്. ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനൊപ്പമാണ് കമ്പനി തുടങ്ങിയത്. ഞാൻ അടുത്ത കമ്പനി തുടങ്ങാൻ പോകുന്നതും ഈ ബെസ്റ്റ് ഫ്രണ്ട്സിനൊപ്പം തന്നെയാണ്. ഇറ്റ് വർക്ക്ഡ് ഔട്ട് ഫോർ അസ്. കാരണം നമ്മുടെ എല്ലാ സ്ട്രഗിൾസും കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അസിൻ ഒരു കോളേജ് കാലം തൊട്ടിട്ട് നമ്മളൊപ്പമുള്ള ആൾക്കാർ, നമ്മൾ 18 വയസ്സായപ്പോൾ തൊട്ട് നമ്മളൊപ്പം നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളെല്ലാ സ്ട്രഗിൾസും കണ്ടിട്ടുള്ള ആൾക്കാരാണ് അവർ. ഓക്കെ, പോസിറ്റീവ് സാധനങ്ങളാണെങ്കിലും. അപ്പം ഐ ഡോണ്ട് നോ, ഇറ്റ് വർക്ക്ഡ് ഔട്ട് ഫോർ മീ, ആൻഡ് ഐ തിങ്ക് യു ഷുഡ് ഗിവ് ഇറ്റ് എ ട്രൈ ഇഫ് യു ആർ ലിസണിങ് ടു ദിസ്.
ഓക്കെ അപ്പം എന്താണ് അപ്പം നമുക്ക് ആ ഒരു ഇമോഷണൽ ബോണ്ടും കൂടെ ഉള്ളതുകൊണ്ട് ആ മൊമെൻറ്റ് വാസ് വെരി നൈസ് വെൻ ഓൾ ഓഫ് എസ് വെർ ഇൻ ദാറ്റ് കോൺവെർസേഷൻ ടുഗദർ ഇൻ എ വൺ ഫോൺ കോൾ ഇറ്റ് വാസ് വെരി വെരി നൈസ് ഓഫ് കോഴ്സ്. എൻ്റെ വീട്ടുകാർക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല ആസ് ഇൻ ഹൗ മച്ച് മണി അതിപ്പോഴും അറിയില്ല. അപ്പം ഞാൻ ജസ്റ്റ് അച്ഛൻ്റെ നമ്പർ കാണിച്ചപ്പോൾ ഐ തിങ്ക് ഹി സ്റ്റിൽ ഗോട്ട് 1 digit റോങ്. ഓക്കെ, എനിവേസ് പിന്നെ യൂഷ്വലി സംഭവിക്കുന്നുണ്ടെങ്കിൽ 4 പേര് അക്കൗണ്ടിലോട്ട് 4 സ്പ്ലിറ്റ് ആയിട്ടല്ലേ വരിക. ഇത് 1 കമ്പനി അക്കൗണ്ട് ആയതുകൊണ്ട് വി ഗോട്ട് ടു എക്സ്പീരിയൻസ് ദാറ്റ് വൺ നമ്പർ ഓൾ ടുഗദർ. അപ്പോൾ ഇല്ല മണി അതൊരു ഓഫ് കോഴ്സ് ഇറ്റ് വാസ് എ നൈസ് മൊമെൻറ്റ്. ഓക്കെ, പക്ഷേ നെക്സ്റ്റ് ഡേ റിയാലിറ്റി ഹിറ്റ്സ്. നെക്സ്റ്റ് ഡേ അറ്റ് വാട്ട് കോസ്റ്റ്? At what cost? As in, this is a company that you have grown to 300 people. At some point, we thought that, we would make it a 1,000 people company. At some point, we thought that we would make it a $100 million company, revenue, ARR. It's like opportunity cost. അല്ലെങ്കിൽ ഇതിങ്ങനെ ആവായിരുന്നു, ബട്ട് അതല്ല, അപ്പം നമ്മൾ അതില്ലെങ്കിൽ നമ്മുടെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാനൊരു 24-25 years old ആയപ്പോൾ തുടങ്ങിയ കമ്പനി. ആക്വിസിഷൻ നടക്കുന്ന പോയിന്റ് ഐ തിങ്ക് I was 32. ഓക്കെ, അപ്പം എന്താണ്, അപ്പം നമ്മുടെ ആ ഒരു 7 years നമ്മുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പീക്ക് ഇയേഴ്സിലുണ്ടായിരുന്ന നമ്മുടെ ഐഡൻറ്റിറ്റി മൊത്തം ഇതാണ്. വേറൊന്നും അറിയില്ല, വേറൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, 2 വർഷം എവിടെയോ മ്യൂസിയം പോയി വർക്ക് ചെയ്തല്ലാണ്ട് വേറൊരു കാര്യം നമ്മൾ ചെയ്തിട്ടില്ല. നമ്മുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മളുടെ റെക്കഗ്നീഷൻ, നമ്മുടെ സെൽഫ് എല്ലാം ഇതിനൊരു ടൈഡാണ്. അത് 8 സെക്കൻഡിലൊക്കെ പോയി. അപ്പോൾ നൗ യു ഡോണ്ട് നോ, ദർ ആർ സോ മെനി അൺനോൺസ്. യു ആർ ഗോയിങ് ടു ഹാവ് എ ബോസ്. അതാണ് ഫസ്റ്റ് സാധനം. ദ നെക്സ്റ്റ് ഡേ വെൻ യു ആർ ഗോയിങ്, I am going to report to somebody, probably after so many years, and that person will have questions. That person will, അപ്പം ആ ഒരു അതോറിറ്റി സാധനം പോയി. അപ്പം ആ നെക്സ്റ്റ് ഡേ വാസ് വെരി ഡിഫിക്കൽട്ട്. ആസ് ഇൻ ആ ഒരു നെക്സ്റ്റ് ഡേ അല്ല, നെക്സ്റ്റ് ഫ്യൂ വീക്സ് വാസ് ആക്ച്വലി ഡിഫിക്കൽട്ട്. ഇപ്പോഴും ഞാൻ ആലോചിക്കുമ്പം ആ പോയിന്റിൽ അത് റൈറ്റ് ഡിസിഷൻ ആയിരുന്നു സെല് ചെയ്യാന്നല്ല. കാരണം മാർക്കറ്റ്സ് വാസ് അറ്റ് ഓൾ ടൈം ഹൈ. കാരണം US ഫെഡ് കുറേ അധികം ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻഫ്യൂസ് ചെയ്തോണ്ട് ഇൻട്രസ്റ്റ് 0% സമയമാണോ സോ മച്ച് മണി വാസ് കോവിഡിൻ്റെ റിലീഫായിട്ട് US ഗവൺമെൻറ് സോ മച്ച് മണി ദേ പുട്ട് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ദർ വാസ് സോ മച്ച് മണി എമംഗ് ദീസ് VC ഫേംസ് ആൻഡ് പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് ആൻഡ് എവരിബഡി, ബാങ്ക്സ്. അപ്പം ഏറ്റവും ഹയസ്റ്റ് വാല്യുവേഷൻസിൽ ഓഫേഴ്സ് നടന്നുകൊണ്ട സമയത്താണ് നമ്മൾ സെല് ചെയ്തത്. അപ്പം തിയററ്റിക്കലി നോക്കുമ്പോൾ വി ഡിഡ് ദ റൈറ്റ് തിങ്. ഇപ്പം ഇന്നത്തേക്ക് നമ്മൾ വെയിറ്റ് ചെയ്തായിരുന്നെങ്കിൽ വി വുഡ് നെവർ ഗോട്ട് ദാറ്റ് ഓഫർ. ഒരു അറ്റ്ലീസ്റ്റ് 1 year 2 year നമ്മൾ വെയിറ്റ് ചെയ്തായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് എ സിമിലർ ഓഫർ, ഈവൻ ടു ലാൻഡ് ആൻ ഓഫർ. നോബഡി ഹാസ് മണി എനിമോർ. US അത് കഴിഞ്ഞിട്ട് ഇൻഫ്ലേഷൻ കർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി പോയി. സീൻ വാസ് വെരി ഡൾ. അപ്പം സയൻറ്റിഫിക്കലി അല്ലെങ്കിൽ ഒരു ലോജിക്കലി നോക്കുകയാണെങ്കിൽ വി ഡിഡ് ദ റൈറ്റ് ഡിസിഷൻ. പക്ഷേ എന്താണ്, at the same time, now I have to start from zero. There is an anxiety of starting something again from zero. Actually, നല്ലൊരു സ്പേസ് അല്ലേ, like to start again. It's like നമ്മൾ ആ ഒരു കംഫർട്ട് സ്പേസിൽ എത്തിക്കഴിഞ്ഞിട്ട്, കാരണം ആ ഒരു റവന്യൂ റേറ്റിൽ ഒരു കമ്പനി എത്തിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി ബീൻ ടേക്കൺ കെയർ ഓഫ്. എ ഗുഡ് സാലറി, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് മണി. പക്ഷേ നമ്മൾ യു ആർ ഇൻ ദാറ്റ് കംഫർട്ട് സ്പേസ്, ദർ ആർ പീപ്പിൾ ടു സപ്പോർട്ട് യു. ഇപ്പം ഞാനൊരു എന്താണ് ഒരു ടാസ്ക് ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ ചെയ്യണം. ദർ ഇസ് നോബഡി ടു ഡെലിഗേറ്റ്. however similar the task is. അപ്പം വർക്കിംഗ് വിത്ത് എ ടീം ആ ഒരു കംഫർട്ട് സോണിൽ നമ്മൾ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതൊരു ആസ്പെക്ട്. പക്ഷേ മോർ ദാൻ ദാറ്റ് ആൻഡ് അഗെയിൻ സം പീപ്പിൾ ഇൻ മൈ ടീം, even though a lot of people also got really good financial outcome, especially the people they were with us from the പിന്നെ അവരും ആക്ച്വലി ആ പുതിയ കമ്പനിയുടെ ഭാഗമായല്ലോ. അവരുടെ പൊസിഷൻസ് ആസ് ഇൻ ഞാൻ പറഞ്ഞില്ലേ, ആസ് ഇൻ ആ പുതിയ കമ്പനിയിലെ ഇഫ് യു ടേക്ക് ദ യങ്ങസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ, യങ്ങസ്റ്റ് അസോസിയേറ്റ് ഡയറക്ടർ, യങ്ങസ്റ്റ് സീനിയർ ആർക്കിടെക്ട്സ്, ഇതൊക്കെ ആ കമ്പനിയിലെ ടൈറ്റിൽസ് ആണ്. ഓൾ ഓഫ് ദം വുഡ് ബി ഫ്രം സ്റ്റാൻഡേർഡ്. കാരണം നമ്മൾ ഫ്രഷേഴ്സിനെ അല്ലെങ്കിൽ വളരെ യങ് ആയിട്ടുള്ള ആൾക്കാരെ ഹയർ ചെയ്ത് ട്രെയിൻ ചെയ്തിട്ട് ഈ അക്വഷൻ നടക്കുമ്പോഴേക്ക് ദേർ ടാലന്റ് വൈസ് ഓൾസോ. പക്ഷേ യൂഷ്വലി IT സർവീസിൽ സീനിയർ ആർക്കിടെക്ട് വെച്ചിട്ടുണ്ടെങ്കിൽ 15-20 വർഷം എടുക്കുന്നത്, സഹൽ വുഡ് ബി ഹാവിങ് I don't know 10 years of experience and he's a senior architect. Ratan, there are so many cases like that. അപ്പം what has happened is actually they got good outcome and there was a proper financial outcome as well. ഓക്കെ, നമ്മൾ ഈസോപ്പായിട്ട് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഔട്ട് ഓഫ് ദ അക്വിസിഷൻ വി കെപ്റ്റ് എ റിയലി ഗുഡ് ചങ്ക് equivalent to a whatever be the normal ESOP, and we were distributed with the people. Okay, അപ്പം yeah, they got the good outcome. Even then people ask you, why did you sell it? Okay, as in ഇപ്പം നമ്മളൊരു ഭയങ്കര യങ് ആൻഡ്
ഒരു ഫാമിലി പോലത്തെ ഒരു കമ്പനി കൾച്ചറാണ് നമ്മൾ ബിൽഡ് ചെയ്തത്. എല്ലാ ഫ്രൈഡേയും വി യൂസ് ടു ഡു ലൈക്ക് ഫ്രൈഡേ കണക്ട്സ്. ഫ്രൈഡേ കണക്ട്സ് ഈസ് ആക്ച്വലി വി വുഡ് everybody would join and we would just give them actual outputs, updates. ഈ ആഴ്ച എന്ത് സംഭവിച്ചു, കംപ്ലീറ്റ് ട്രാൻസ്പാരന്റ് ആയിരുന്നു. എത്ര ഏത് ഡീൽ സൈൻ ചെയ്തു, എത്രയാണ് ഡീലിൻ്റെ വാല്യൂ, എന്താണ് സംഭവിക്കുന്നത്, എന്തെല്ലാം കാര്യത്തിലാണ് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് തുടങ്ങി എവറിത്തിങ് വി യൂസ് ടു ഡിസ്കസ് എവറി ഫ്രൈഡേ. അപ്പോൾ ദർ വാസ് എ ബോണ്ട് ആൻഡ് പീപ്പിൾ വർ തിങ്കിങ് ദാറ്റ് ഇറ്റ്സ് ദെയർ ഓൺ കമ്പനി. ഇറ്റ് വാസ് ദെയർ ഓൺ കമ്പനി. അപ്പോൾ ആ ഒരു എലമെന്റ്, ഒരു കൾച്ചറൽ സാധനം നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഡേ 1 തൊട്ടിട്ട്. അത് അഗെയിൻ ഈ ആ ഒരു സാധനം ഒരു ബിഗ്ഗർ കമ്പനിയിൽ ഒരിക്കലും ആ ഒരു ഇത് കിട്ടില്ല. ദേ വിൽ നോട്ട് ഫീൽ ദാറ്റ് ഓണർഷിപ്പ്, സെൻസ് ഓഫ് ഓണർഷിപ്പ് എന്നുള്ള സാധനം അത്ര ഒരിക്കലും എത്താൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് ദെയർ ഫോൾട്ട്, കമ്പനീൻ്റെ ഫോൾട്ട് അല്ല. പക്ഷേ അതൊക്കെ ഫീൽ ചെയ്യുമ്പോൾ ആൾക്കാർ പീപ്പിൾ ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ്. ആൻഡ് ഓൾസോ വെൻ യു ആർ വർക്കിംഗ് വിത്ത് ഓൾഡർ മാനേജേഴ്സ്, ഇറ്റ്സ് നോട്ട് എൻ ഏജ് തിങ്. പക്ഷേ ചില ആൾക്കാർ വളർന്നു വന്നിട്ടുള്ള കമ്പനീൻ്റെ കൾച്ചർ വേറെ ആയിരിക്കും. ബി XYZ ബിഗ് ഇന്ത്യൻ IT ഫേംസ് വേർ ദ കൾച്ചർ ഇസ് നോട്ട് ദാറ്റ്. നമ്മൾ ലിങ്ക്ഡിലും കാണുന്നില്ല, സം എക്സ്പീരിയൻസ് ആർ നോട്ട് ഗുഡ് വിത്ത് സം കമ്പനീസ് എക്സെട്ര. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ആൾക്കാരാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചില ആൾക്കാരുടെ പെരുമാറ്റത്തിലും നമ്മൾ ചെയ്ത പോലെ ആയിരിക്കില്ല. ആസ് ഇൻ അപ്പോൾ നമ്മളെ കമ്പനിയിൽ ഒരു അൺറിട്ടൺ റൂൾ ഉണ്ടായിരുന്നു, യു നെവർ റേസ് യുവർ വോയിസ് വിത്ത് എനിവൺ. No matter how much, we never, customers does sometimes. അത് നമുക്ക് കൺട്രോൾ ഇല്ലാത്ത കാര്യമാണ്. പക്ഷെ നമ്മൾ ഈവൺ ഇഫ് സംബഡി ഹാസ് ടു ഡു ഇറ്റ്, we try to say sorry. ഞാൻ തന്നെ പോയിട്ട് ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്. ആസ് എ ഹെഡ് ഓഫ് പിന്നെ ഇന്ത്യ യൂണിറ്റ് ഐ വാസ് ഹെഡിങ്. ഓക്കെ, അപ്പം അതൊരു കൾച്ചറിൻ്റെ ഭാഗമാണ്. അതൊന്നും നമുക്ക് എല്ലായിടത്തും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി ഇഫ് യുവർ മാനേജർ ലൈക്ക് 55 years old, how can you, right? അപ്പം ആൻഡ് വി ഹാഡ് ലൈക്ക് അറൌണ്ട് 30-40% വുമൺ എംപ്ലോയീസ്. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ കൾച്ചറലി നമ്മൾ തന്നെ, അപ്പോൾ അത് കിട്ടാണ്ടാകുമ്പോൾ ആൾക്കാർ അപ്പോൾ ഒക്കെ നമുക്ക് ഇപ്പോഴും വെൻ യു ഗെറ്റ് ദാറ്റ് കോൾ, വെൻ യു ഗെറ്റ് ദാറ്റ് വൺ മെസ്സേജ് സെയിങ് ഐ ആം നോട്ട് ഹാപ്പി ഹിയർ, ഐ വാണ്ട് ടു ലീവ്, വൈ ഡിഡ് യു ഡു ദിസ്, നമുക്ക് കാണുമ്പോൾ ഇത്തിരി വിഷമം ഇപ്പോഴും വരും. പക്ഷേ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. യെസ്. ഓക്കെ, സോ അവിടെ അക്വയർ ചെയ്തു, യു ബിക്കം വെൽത്തി ആസ് വെൽ, ദെൻ യു ഹാവ് ടു സ്റ്റേ ദെയർ ഫോർ ലൈക്ക് 2-3 years അല്ലേ? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അപ്പോൾ നമ്മൾ കേസിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രില്ലിയോ എന്നുള്ള കമ്പനിയിലെ സെയിൽസ്ഫോഴ്സ് പ്രാക്ടീസ് നമ്മളെക്കാളും ഭയങ്കര ചെറുതായിരുന്നു. ആസ് ഇൻ നമ്മുടെ ആയിരുന്നു, വി വർ ദ ബിഗർ പാർട്ട്നേഴ്സ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്നപ്പോൾ ദാറ്റ് എൻ്റെ സെയിൽസ്ഫോഴ്സ് പ്രാക്ടീസിൻ്റെ ലീഡർഷിപ്പ് കെയിം ടു അസ്. ഓക്കെ, സഞ്ജയ് വാസ് ഹെഡിങ് US, ഐ വാസ് സ്റ്റിൽ ഹെഡിങ് ഇന്ത്യ. എന്താണ് അപ്പം ആൻഡ് വി ബോത്ത് വർ റിപ്പോർട്ടിംഗ് ടുഗദർ ടു ഞങ്ങളുടെ ബോസ്, ഹൂ ഇസ് ദ സെയിൽസ്ഫോഴ്സ് പ്രാക്ടീസ് ഉൾപ്പെടെയുള്ള 3-4 പ്രാക്ടീസിൻ്റെ ഹെഡായിട്ടുള്ള പുള്ളി. പക്ഷേ സെയിൽസ്ഫോഴ്സ് പ്രാക്ടീസിൻ്റെ ലീഡർഷിപ്പ് വാസ് ആക്ച്വലി സ്റ്റിൽ അണ്ടർ അസ്. അപ്പം അറ്റ്ലീസ്റ്റ് ദ ടൈം വി വർ ദർ നമുക്ക് ഭയങ്കര ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം വി ഗോട്ട് ടു ലേൺ എ ലോട്ട്. കാരണം അവരെ ഇപ്പം വലിയ കമ്പനീസിൻ്റെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരെത്ര എംപ്ലോയീസ് ഉണ്ടായിരുന്നു? ദേ ആർ ലൈക്ക് 7,000-8,000 people. You are like 300. പക്ഷേ അവരുടെ സെയിൽസ്ഫോഴ്സ് പ്രാക്ടീസിൽ പ്രോബ്ലി 100 people. അപ്പോൾ നമ്മളൊരു 400 people ആയിട്ടാണ് നമ്മൾ അക്വേഷൻ ആവുന്നത്. ബൈ ദ ടൈം വി വർ ഔട്ട് വി വർ 750 people സെയിൽസ്ഫോഴ്സ് പ്രാക്ടീസ്. അവിടുന്ന് നമ്മൾ ഓൾമോസ്റ്റ് അതൊരു 60-70% ഡബിൾ ആയില്ല, പക്ഷേ വി ഗ്രൂ ഇറ്റ് ടു ക്വൈറ്റ് എ സിഗ്നിഫിക്കൻറ്റ് നമ്പർ. മേ ബി നിങ്ങളുടെ ഒരു 20 million റവന്യൂ റേഞ്ചിൽ നിന്ന് എത്രയ്ക്ക് എത്തിയിട്ടുണ്ടാവും ഇൻസൈഡ് ദാറ്റ് കമ്പനി? ബോൾ പാർക്ക് ഫിഗർ പറയാൻ പറ്റില്ല. 100 million? ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഡബിൾ ആയിട്ടില്ല. പക്ഷേ പക്ഷേ അവർക്ക് ഒരു റവന്യൂ ഇതുണ്ടായിരുന്നു, റെസിഡൽ ഉണ്ടായിരുന്നു. they were also doing some $7-8 million in revenue. Understood. I got the number. കാരണം പക്ഷേ 2 years ഇറ്റ് ഹാപ്പൻ. നമ്മൾ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഗ്രോത്ത് റേറ്റ് കുറയും. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ദാറ്റ് വാസ് എ വെരി ഡിഫിക്കൽട്ട് ടൈം ഇൻ മാർക്കറ്റ് ഓൾസോ. സ്റ്റിൽ വി വർ ഏബിൾ ടു ഗ്രോ. എവരിബഡി ഈസ് ഹാപ്പി. ഐ ആം സ്റ്റിൽ ഇൻ വെരി ഗുഡ് ടച്ച് വിത്ത് മൈ ബോസ് ആസ് വെൽ ആസ് ദ ബ്രില്ലിയോ CEO രാജ്, സംബഡി ഐ ലുക്ക് അപ്പ് ടു, വെരി നൈസ് ഗൈ. ആൻഡ് അപ്പം നമ്മൾ എല്ലാ രീതിയിലും റിലേഷൻഷിപ്പ് വൈസ് ആണെങ്കിൽ ഭയങ്കര നല്ല രീതിയിലാണ് നമ്മൾ പുറത്ത് വന്നിട്ടുള്ളത്. ആൻഡ് ഐ ഓൾസോ നോ ദാറ്റ് വെൻ എവർ ഐ വോണ്ട് ടു ഗോ ബാക്ക്, ഐ ഓൾവേസ് വിൽ ഹാവ് എൻ ഓപ്ഷൻ ഇൻ ബ്രില്ലിയോ. ഐ ഡോണ്ട് തിങ്ക് that place would always be there എന്നാണ് എനിക്കും തോന്നുന്നത്. Awesome. Okay. So then what next? You came out from Brilio, then പക്ഷേ ഒരു കാര്യം കൂടി പറയട്ടെ. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ് നമ്മളൊരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ബിഗർ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്ലോ ആവും. ആസിൻ നമുക്ക് മറ്റ് ചില കാര്യങ്ങൾ നമുക്കൊരു പെർമിഷൻ ഒന്നും ഇല്ലാണ്ട് നമുക്ക് വി കുഡ് എക്സിക്യൂട്ട്. ഇതിൽ ദർ ഹാസ് ടു ബി ലൈക്ക് 5 different loops before you can actually kind of execute something. ബ്യൂറോക്രസി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഇൻ സം ഷേപ്പ് ഓഫ് ഫോം ദാറ്റ് എക്സിസ്റ്റ്. അപ്പം നമ്മൾ ഭയങ്കര സ്ലോ ആകുമ്പോൾ നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. നമുക്ക് ഇന്ന് നടന്നു, നാളെ നമ്മളത് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഇത്. പക്ഷേ അവിടെ നിന്ന് പക്ഷേ പഠിച്ച പോസിറ്റീവ്സ് ആണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് സംതിങ് ഇഫ് അറ്റ് ഓൾ ഐ എവർ സ്റ്റാർട്ട് എ സർവീസ് കമ്പനി, ദേ വർ absolutely brave to go for
ബിഗ് ഡീൽസ്. ഓ നമ്മൾ അവിടെ നിന്ന് പിന്നെന്താണ് ഗൂഗിളായിട്ട് നമ്മളൊരു പ്രോജക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഓ നമ്മുടെ എൻ്റെ സ്റ്റാൻഡേർഡ് റവന്യൂവിൻ്റെ 30% ആണ് ഒറ്റ ഡീൽ. ഓക്കെ. ഞാൻ നമ്പർ പറയാൻ പറ്റാത്തതാണ് പെർസെൻറ്റേജിൽ ഇങ്ങനെയൊക്കെ പറയാം. യു ക്യാൻ കാൽക്കുലേറ്റ് ആൻഡ് ഗസ്. പക്ഷേ നമ്പർ പറയണ്ടപ്പോൾ ഓക്കെ ഐ ഗോട്ട് ദ നമ്പർ. ഓ അത്രയും വലിയ ഡീൽ. ഒറ്റ ഡീൽ, സിംഗിൾ ഡീൽ ഗൂഗിളായിട്ട്. അതുപോലെ ഞാൻ ലാസ്റ്റ് മാനേജ് ചെയ്ത പ്രോജക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിൽസ് ഫോഴ്സ് ആയിട്ട് ഡയറക്റ്റ്. ഓക്കെ, സെയിൽസ് ഫോഴ്സ് തന്നെ സർവീസ് കൊടുക്കുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. അതിന് അവർക്കൊരു സബ് കോൺട്രാക്ടിങ് ടീം വേണമായിരുന്നു. ആൻഡ് വി വർ ആക്ച്വലി കൈൻഡ് ഓഫ് വൺ ഓഫ് ദ ചൂസൺ പാർട്ട്നേഴ്സ് ആൻഡ് വി വെന്റ് അഗെയിൻസ്റ്റ് all the biggest Salesforce players including Deloitte and we won the deal. Okay. Salesforce and Accenture are like two well respected Salesforce players. Okay, അതിൽ നമ്മൾ ഞാൻ അവസാനത്തെ 9 മാസമാണ് ഞാൻ ആ ഡീലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ പ്രോജക്റ്റ് പേഴ്സണലി ലീഡ് ചെയ്യായിരുന്നു. അതിൽ ആ ഒരു 6 മാസത്തിൽ വി ഗ്രൂ ഫ്രം 0 to 150 people. ആ പ്രോജക്റ്റ് മാത്രം 150 people in one project. And ഇപ്പം എനിക്ക് തോന്നുന്നത് ആ പ്രോജക്റ്റിൻ്റെ റൺ റേറ്റ് വുഡ് ബി സ്റ്റാൻഡേർഡ് ഹാഫ് ദ റവന്യൂ. 1 പ്രോജക്റ്റിൽ 1 കൊല്ലത്തിൽ 1 ഇയറിൽ യു വിൽ ഹാവ് ഹാഫ് ദ റവന്യൂ ഓഫ് വാട്ട് വി വർ സ്റ്റാൻഡേർഡ് സൈസിലുള്ളത് ഫ്രം വൺ സിംഗിൾ അക്കൗണ്ട്. അപ്പോൾ അങ്ങനത്തെ എക്സ്പീരിയൻസ്, ഹൗ ടു എക്സിക്യൂട്ട് ദാറ്റ്, ഹൗ ടു അപ്രോച്ച് ദോസ് ഡീൽസ്, ഹൗ ടു റെസ്പോണ്ട്. കാരണം അങ്ങനത്തെ പ്രോജക്ട്സ് RFP എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലാണ് വരിക. കാരണം കസ്റ്റമർ പറയും ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെല്ലാ കമ്പനീസിനെയും ഇൻവൈറ്റ് ചെയ്യും. റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ അല്ലേ? റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രപ്പോസൽ കൊടുക്കുന്നു, കസ്റ്റമറായിട്ട് മീറ്റ് ചെയ്യുന്നു, അവരെ നമ്മുടെ ഐഡിയാസും കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുന്നു. ആ ഒരു പ്രോസസ്സ് കൂടെ പോയിട്ടാണ് അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ലാൻഡ് ചെയ്യുക. അപ്പം ഇങ്ങനത്തെ ഈ RFP എക്സ്പീരിയൻസ്, ഇങ്ങനെ വലിയ പ്രോജക്ട്സ് എങ്ങനെ ലാൻഡ് ചെയ്യാം, വലിയ ഡീൽസ് എങ്ങനെ മാനേജ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യത്തിൻ്റെ മുകളിൽ. കാരണം 6 മാസം കൊണ്ട് 0 to 150 people എന്ന് പറയുമ്പോൾ അറ്റ് എ മന്ത് യു ഹാവ് ടു ഹയർ 20-30 Salesforce people. ഓക്കെ, അതിന് യു ഹാവ് ടു റിലീസ് ലൈക്ക് 50-60 ഓഫേഴ്സ്. കാരണം പകുതി പേര് ജോയിൻ ചെയ്യില്ല. 50-60 പീപ്പിളിന് ഒരു മാസം ഓഫർ കൊടുക്കണമെങ്കിൽ യു വിൽ ഹാവ് ടു ഇൻ്റർവ്യൂ ലൈക്ക് 200-300 people. ആര് ഇൻ്റർവ്യൂ ചെയ്യും? Okay, so you have to be very creative in all these things. അപ്പം when you work for a bigger company, you will get all this exposure that I enjoyed quite a bit. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു 5 year ആയിട്ടുള്ള തുടങ്ങിയ കമ്പനി കോടികൾക്ക് വിറ്റു. ഓക്കെ, യു മേ ഹാവ് മെയ്ഡ് മോർ മണി ദാൻ എനി ആവറേജ് പേഴ്സൺ ഹു ഇസ് വാച്ചിങ് ഇറ്റ്, റൈറ്റ്? അപ്പോൾ ആ ഒരു കോടികൾ കൊണ്ട് എന്ത് ചെയ്തു? അതല്ല, നമ്മൾ ആക്ച്വലി ഒരു ഭയങ്കര മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ട് എന്നാണല്ലോ നമ്മളെല്ലാവരുടെയും അപ്ബ്രിങ്ങിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിസ്റ്റമാറ്റിക്കലി ഇൻവെസ്റ്റഡ് അപ്പോൾ അത് ഇഫ് അറ്റ് ഓൾ സംബഡി കംസ് ടു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരികയാണെങ്കിൽ ഹയർ പ്രൊഫഷണൽസ് നമ്മളായിട്ട് ഒരിക്കലും, അതാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ്. യു നെവർ മാനേജ്. എനിക്ക് എക്സാമ്പിൾസ് ഞാൻ കേട്ടിട്ടുണ്ട്. There are investment managers who would actually kind of manage it. അത് എസ്റ്റാബ്ലിഷ്ഡ് കമ്പനീസ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ കേസിൽ ഒരു 2 കമ്പനീസാണുള്ള. IFL എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, അതുപോലെ ഡിസേർവ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാർട്ടപ്പ് ഉണ്ട്. ആൻഡ് ദേ ഹാവ് ബീൻ, ഡിസേർവ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് നോൺ അപ്കമിങ് സ്റ്റാർട്ടപ്പ്, മോസ്റ്റ്ലി ദ നെക്സ്റ്റ് യൂണിക്കോൺ ഫ്രം ഇന്ത്യ. സ്പെല്ലിംഗ് എന്താ? DEZERV, ഡിസേർവ്. ഓക്കെ, അപ്പം ദേ ആർ ആൾസ് കൈൻഡ് ഓഫ് മാനേജിങ്. അവരുടെ പ്രൊഡക്റ്റ് ഇതാണോ മാനേജ് ചെയ്യാനുള്ള ഒരു വെൽത്ത് മാനേജേഴ്സാണ്. ഓക്കെ, അപ്പം ദേ ആർ മാനേജിങ് a lot of money. പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ we wanted to give back to the community. So we have invested in a lot of startups. Oh, nice. Okay, so there is a company called Rooflow. I think they are part of KPH. Yes. Okay, Ashik and team, Ashik, Nitin, Vishnu. Yeah. Okay, then there is this company called Roofits. Roofits is revolutionizing the lab experience for people. ഒരു IAMC startup ആണ്. So we have invested in that. Then we have invested in a couple of US companies. One is called CloudSport. Second name is a company in the similar industry, but I'm not disclosing the name now because it's not final yet. Right. Then there is a company called Haifa. Haifa is like a CareStack in a competitor, but not working in US market at very early stage. അപ്പം അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് തീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദീസ് കമ്പനീസ് ആർ ആക്ച്വലി വേർ വി കുഡ് ഹെൽപ്പ് ഇൻ സം വേ ഓർ ഫോം ഓർ ഫ്രം അവർ അലുമിനി നെറ്റ്വർക്ക്. അതാണ്. പക്ഷേ ഇഫ് അറ്റ് ഓൾ യു ആർ ഹിയറിംഗ്, ഇഫ് യു ഹാവ് എൻ ഇൻട്രസ്റ്റിംഗ് ഐഡിയ, വി ഡോണ്ട് ഇൻവെസ്റ്റ് ഏഞ്ചൽ. കാരണം ഏഞ്ചൽ ഇസ് ലൈക്ക് ടു റിസ്കി ആൻഡ് നമുക്കത് കൃത്യം അറിയില്ല. അത് ചെയ്യുകയാണെങ്കിൽ ഇഫ് യു ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ഏഞ്ചൽ യു ഹാവ് ടു ഡു ലൈക്ക് അറ്റ്ലീസ്റ്റ് ഹൺഡ്രഡ്സ് ഓഫ് ദം എന്നാണ് തിയറി. ബട്ട് വി ഡു ഇൻവെസ്റ്റ് ഇൻ pre-seed/seed. It varies, depends. Whatever the company needs എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെക്ക് ചെയ്താറ്. We have written bigger checks as well, 100K plus checks as well, smaller checks as well. ഒരു VC ഇതുണ്ട്, നമ്മൾ ഓഫ്ലൈൻ ഡിസ്കസ് ചെയ്തിട്ട് ഉറപ്പായിട്ട്. അപ്പോൾ അഗൈൻ വൺ തിങ് വെരി ഹാപ്പി ടു സീ, ഞാൻ KPH വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഞാൻ അവിടെ ഗോസ്റ്റാണ്, ഞാൻ അധികം റെസ്പോണ്ട് ചെയ്യാറില്ല. പക്ഷേ വെരി ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻസ്. നമ്മൾ ഇന്ന് ഞെട്ടിപ്പോകും. ആസ് ഇൻ ദ തിങ്സ് പീപ്പിൾ ആർ ആക്ച്വലി കൈൻഡ് ഓഫ് ഡൂയിങ്. ആസ് ഇൻ നമുക്കൊന്നും ഒരിക്കലും ആ രീതിയിലൊരു എക്സ്പോഷർ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്കറിയാം, ആസ് ഇൻ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ there is answers in that group. Yes. Okay, somebody would have discussed something.
അബൌട്ട് ദാറ്റ് റെലവൻറ്റ് ടോപ്പിക്. അതിപ്പം ടാക്സേഷൻ ആണെങ്കിലും അതിപ്പം ടെക്നോളജിയിലുള്ള ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ആണെങ്കിലും സോ മെനി പാഷനേറ്റ് പീപ്പിൾ ദർ. വെരി 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 ഹാപ്പി ടു ബി ആൻഡ് വെരി എന്താണ് നമ്മൾ സംസാരിച്ചിട്ടും കൂടെ അല്ല ബിഫോർ യു admit that group, right? As in very very grateful to be there. I'm very grateful to be even doing this episode as well. Thank you so much. And now comes to rapid questions ഉള്ളത് some of the books that you recommend. ഏതൊരു ബുക്ക് നേരത്തെ പറഞ്ഞിരുന്നു? What are the other books? ആ ബുക്ക് സെറൻഡിപിറ്റി മൈൻഡ് സെറ്റ് ആണ് ബുക്ക്. അതൊരു ഞാൻ അഗെയിൻ എൻ്റെ ഏർലി അപ്ബ്രിങ്ങിങ്ങിൽ ഞാൻ ഭയങ്കരമായിട്ട് മലയാളം ബുക്സ് വായിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും. അപ്പോൾ നമ്മളൊരു കോളേജ് കഴിഞ്ഞിട്ടുള്ളൊരു ഫേസിൽ അത് കംപ്ലീറ്റ് മിസ്സായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം ഇപ്പം അഗെയിൻ ലാസ്റ്റ് 1-2 years ആയിട്ട് ഭയങ്കരമായിട്ട് വായിക്കുന്നുണ്ട്. അപ്പോൾ എവറിത്തിങ് OV വിജയൻ പിന്നെ ആക്ച്വലി വെരി ഇൻട്രസ്റ്റിംഗ്ലി പിന്നെ സരോദൻ്റെ കൈലാസ്നാഥിൻ്റെ എപ്പിസോഡ് ഉണ്ടായിരുന്നു. അതിൽ ഫാൻഡം ഇൻ ദ ബ്രെയിൻ എന്ന് പറഞ്ഞൊരു ബുക്കിനെ പറ്റി പിന്നെ കൈലാസ് സംസാരിക്കുന്നു. ദാറ്റ് ഈസ് എ മസ്റ്റ് റീഡ് ബുക്ക്. ഞാനൊരു 2018-19 സമയത്ത് വായിച്ചൊരു ബുക്കാണ്. ഐ ഡോണ്ട് നോ എക്സാക്ട് ഇയർ, പക്ഷേ മൈൻഡ് ബ്ലോൺ. ഓക്കെ, അപ്പം so that would be my recommendations. And if anybody needs particular Malayalam book, I don't think it would be relevant. That's what I'm saying. You can shoot out the cloud. Yeah, people will be watching it. ഞാൻ ലാസ്റ്റ് വായിച്ച ബുക്ക് പറയാം. ഞാൻ ലാസ്റ്റ് വായിച്ച C. രാധാകൃഷ്ണൻ്റെ സ്പന്ദന മാപിനികളെ നന്ദി എന്നൊരു ബുക്കാണ്. ഇറ്റ്സ് ലൈക്ക് എ മലയാളം ബുക്ക്. സ്പന്ദന മാപിനി വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്മോഗ്രാഫ്, എർത്ത് ക്വേക്ക് അളക്കാനുള്ള. സോ ബിഫോർ he was a celebrated writer, he was working in a lab. പൂനെയിലെ ലാബിൽ ഈ എർത്ത് ക്വേക്കിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കുന്ന ലാബിൽ he was working. അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് സാധനങ്ങളാണ്. വെരി സീരിയസ് റീഡ് ബട്ട് എ good read. Okay, what are some of the podcasts that you recommend apart from KPH? ഞാൻ ഒന്ന് ഭയങ്കര ക്ലീഷ ആൻസേഴ്സ് ആയിരിക്കും, പക്ഷേ ഹുബർമാൻ ലാബ് പോഡ്കാസ്റ്റ് എന്ന് ഒന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ ആൻറ്റി ഗാൽപ്പി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവർക്ക് പെർഫോം എന്ന് പറഞ്ഞൊരു പോഡ്കാസ്റ്റ് ഉണ്ട്. ഇഫ് യു ആർ ഇൻ ടു ഫിറ്റ്നസ്, ഇപ്പോൾ നമ്മളെ ഏജൊക്കെ എത്തുമ്പം ഓട്ടോമാറ്റിക്കലി യു ഹാവ് ടു നമുക്ക് കുറച്ച് കാലം കൂടെ ഇങ്ങനെ ഓടി നടക്കണമല്ലോ. അപ്പം ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു പേ അറ്റൻഷൻ ടു യുവർ ഫിസിക്കൽ ഫിറ്റ്നസ്. അതിന് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തുള്ള പോഡ്കാസ്റ്റാണ് ആൻറ്റി ഗാൽപ്പിൻ്റെ പെർഫോം എന്നാണ് പോഡ്കാസ്റ്റ്. സ്പോട്ടിഫൈയിലുണ്ട്. യു ഷുഡ് ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. പിന്നെ സ്റ്റാർട്ടപ്പ് പോഡ്കാസ്റ്റിൽ ഐ ഹിയർ എ ലോട്ട് ഓഫ് ഈ എന്താണ് ബാർബർ ഷോപ്പ് വിശാന്തരൊക്കെ എനിക്ക് ഇഷ്ടമാണ്. കാരണം ഇന്ത്യൻ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര നൈസാണ്. നമുക്ക് കാർ ഓടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ പ്ലേ പോഡ്കാസ്റ്റ് ആൻഡ് ലിസൺ ടു ദിസ്. അപ്പോൾ ഇതായിരിക്കും 3 റെക്കമെൻഡേഷൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് വാട്ട് ഈസ് യുവർ ആവറേജ് ഡേ ഇൻ എ ലൈഫ് ലുക്ക് ലൈക്ക്? ഇപ്പോഴത്തെ ഇപ്പോൾ ഫുൾ റിട്ടയറിംഗ് ലൈഫാണ്. അല്ല, ഇപ്പം ആസ് ഇൻ ഇപ്പം ഐ ഹാവ് എ 6-year-old സൺ. അപ്പം ഐ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം വിത്ത് ഹിം. അപ്പം അതൊരു എന്താ പറയുക, ഐ തിങ്ക് ഐ ഹാവ് ദ പ്രിവിലേജ് ഓഫ് ടൈം നൗ. അതിനെ കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. പക്ഷേ ഇറ്റ്സ് സംതിങ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് കെയിം ഔട്ട് ഓഫ് ദ എന്താണ് ഈ അക്വിസിഷൻ ആണെങ്കിലും ഈ ജേണി ആണെങ്കിലും അതിലൊരു ബെസ്റ്റ് തിങ് ദാറ്റ് കെയിം ഔട്ട് ഇസ് ആക്ച്വലി ഐ ഗെറ്റ് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം വിത്ത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഭയങ്കര 2 minutes അത് റാപ്പപ്പ് ചെയ്യും. പക്ഷേ നമ്മളൊരു ഭയങ്കര സ്കെയറി വേൾഡിലാണ് താമസിക്കുന്നത്. ആസ് ഇൻ സോഷ്യൽ മീഡിയ, ദ ഇൻഫ്ലുവൻസ് ഓൺ കിഡ്സ്. ഞാൻ ഈ അടുത്ത് അഡോളസൻസ് പറഞ്ഞൊരു സീരീസ് ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ, ആൾഡോസ്. ആൻഡ് വെരി സ്കെയറി. ഞാൻ കണ്ടിട്ട് എനിക്കൊരു 2 ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ആസ് ഇൻ ഇറ്റ്സ് അബൌട്ട് the kind of pressure kids are under. And ഞാൻ കണ്ടിട്ടില്ല, ബട്ട് ഐ ഹേർഡ് ഇറ്റ്. ബട്ട് കുഡ് യു ലൈക്ക് ഷെയർ മോർ അബൌട്ട് ഇറ്റ്? ഇറ്റ്സ് ലൈക്ക് എ ടീനേജർ. നമ്മളിപ്പോഴത്തെ കറണ്ട് ടീനേജേഴ്സിൽ ദ കൈൻഡ് ഓഫ് പ്രഷർ ദേ ആർ അണ്ടർ, ഐ മീൻ ഗോയിങ് ത്രൂ. ഇപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ, ഇപ്പം ഞാനൊരു 90s കിഡാണ്. ഓക്കെ, നമുക്ക് എന്താണ് എസ്പെഷ്യലി യു ഹാവ് എ ലോട്ട് ഓഫ് എന്താണ് കസിൻസ് ഉണ്ട്, നമ്മളപ്പുറത്ത് വീട്ടിലെ പിള്ളേരുണ്ട്, നമ്മളവരപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം പോയി ക്രിക്കറ്റ് കളിക്കുന്നു. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ലൈഫ്. അപ്പോൾ നമ്മൾ ഈ മാക്സിമം നമ്മൾ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് എന്താ സിനിമാസ്. അപ്പോൾ നരസിംഹം കണ്ട് ചീത്തവാക്ക് പഠിച്ചതിൽ അപ്പുറത്തോട്ട് നമ്മുടെ ഇൻഫ്ലുവൻസ് ഒന്നും പോയിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ഇഷ്യൂസിൽ ഞാൻ നരസിംഹം ചീത്തവാക്ക് പഠിച്ചാൽ അതിങ്ങനെ അതല്ല ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് വാസ് എ മാക്സിമം. അപ്പം പക്ഷേ ഇപ്പോഴത്തെ കേസിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ദേ ആർ കോൺസ്റ്റൻ്റ്ലി അണ്ടർ സോഷ്യൽ മീഡിയ ആ പ്രസൻസിൽ, ആൻഡ് ദേ ആർ സീക്കിംഗ് കോൺസ്റ്റൻറ്റ് വാലിഡേഷൻ. എത്ര ലൈക്സ്, എത്ര സാധനങ്ങൾ. അപ്പം ആൻഡ് അഗെയിൻ ഇത് ഒക്കെ അൽഗരിതംസ് ആണല്ലോ. അത് റവന്യൂ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അൽഗരിതംസ് ആണ്. അപ്പം ഈ പ്രീ ബിൽഡ് അൽഗരിതംസ് ഈസ് ആക്ച്വലി കൈൻഡ് ഓഫ് ഡിറ്റക്ടിങ്, ഐ മീൻ ഡിറ്റർമിനിങ് ഹൗ എ പെർട്ടിക്കുലർ കിഡ് ഷുഡ് ഫീൽ, അല്ലെങ്കിൽ ഹൗ ദേ ഷുഡ് ഡ്രീം. ഇങ്ങനത്തെ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഈ അൽഗരിതംസ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ ഓൾവേസ് അണ്ടർ കോൺസ്റ്റന്റ് പ്രഷർ ലുക്കിംഗ് അറ്റ് ഓൾ ദീസ് തിങ്സ്, ലീഡിങ് ടു വെരി അൺഫേവറബിൾ അല്ലെങ്കിൽ എന്താ പറയുക നോട്ട് സോ ഗുഡ് ഔട്ട്കംസ്. അങ്ങനത്തെ ഒരു ഇൻസ്റ്റൻസ് ആണ് ഈ സീരീസിലും പറയുന്നത്. ഞാൻ സ്പോയിലേഴ്സ് ഒന്നും പറയുന്നില്ല, പക്ഷേ ഇഫ് യു ആർ എ പാരൻറ്റ്
നോട്ട് ജസ്റ്റ് പാരൻസ്, എവരിബഡി ഷുഡ് വാച്ച് ഇറ്റ് വൺസ്. അപ്പോൾ ആ ഒരു ഇത് അപ്പം ഞാനൊരു കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഐ എം വെരി സീരിയസ്ലി റീഡിങ് ആൻഡ് പാരൻറ്റിങ്ങിൻ്റെ സാധനത്തിൽ. ആൻഡ് അഗെയിൻ എൻ്റെ ബാച്ചിലുള്ള കുറേ ആൾക്കാരൊക്കെ പാരൻസ് ആയതുകൊണ്ട് ദർ ഈസ് എ കമ്മ്യൂണിറ്റി ആസ് വെൽ. അപ്പം ഒരു കാര്യം ഞാൻ പഠിച്ചില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈവൻ ഇഷാൻ്റെ കേസിലാണ് ഈസ് ഓൺലി 6 years old, പക്ഷേ ഈ ഓൾസോ ഹാസ് സം സോർട്ട് ഓഫ് എന്താ പറയുക എന്താണ് ഇപ്പം യൂട്യൂബ് കാണുന്ന സാധനങ്ങൾ, ആ സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞാനത് കാണേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതൊരു വാലിഡ് സാധനമാവില്ല. ഇപ്പം ഞാൻ ഇപ്പം ഹി സ്റ്റാർട്ടഡ് കൊക്കോമെലൺ ലൈക്ക് എവരിബഡി എൽസ്, ദെൻ മാഷ ആൻഡ് ദ ബിയർ, നൗ ഈസ് വാച്ചിങ് സംതിങ് കോൾഡ് വ്ളാഡ് ആൻഡ് നിക്കി. ഇറ്റ്സ് ലൈക്ക് എ കിഡ്സ് ലൈഫ് സ്റ്റൈൽ പോഡ്കാസ്റ്റ്. പക്ഷേ ഇവരെ ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായിലും മോളിൽ പോയിട്ട് അമ്മ പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങുന്നു, ഇതാണ് ലൈഫ് സ്റ്റൈൽ. അപ്പം നമ്മൾ ഇവൻ്റെ അടുത്ത് ഇത് കാണരുതെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഓഫ് കോഴ്സ് വിൽ ട്രൈ ടു റെസ്ട്രിക്ട്. പക്ഷേ അവൻ്റെ സ്കൂളിൽ പോയിട്ട് അവൻ്റെ കുട്ടികളോട് സംസാരിക്കുന്നത്, ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് ഇതേ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും അത് നടക്കില്ല. പക്ഷേ വാട്ട് ഹെൽപ്ഡ് ഈസ് ആക്ച്വലി കൈൻഡ് ഓഫ് പുട്ടിങ് ഹിം ഇൻ എ സ്പോട്ട്. ആസ് ഇൻ ഇപ്പോൾ ഞാൻ ഫുട്ബോൾ കളിക്കും, ഓക്കെ, ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ, വലിയ പ്ലെയർ ഒന്നല്ല, പക്ഷേ ഐ റിയലി ലൈക്ക് ദ സ്പോർട്ട്. അപ്പം അവൻ്റെ കേസിലാണെങ്കിലും ഇപ്പം കോഴിക്കോട് പോലത്തെ ഒരു വളരെ ചെറിയ നഗരത്തിലാണെങ്കിൽ പോലും ദർ ആർ സോ മെനി ക്വാളിഫൈഡ് പീപ്പിൾ ഹു നോസ് ഓൾ ഓഫ് ദീസ് തിങ്സ്. ഇപ്പം അവിടെ എലിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ട്രെയിനിങ് സെൻ്റർ ഉണ്ട്, അവിടെ വൈശാഖ് എന്ന് പറഞ്ഞൊരു ട്രെയിനർ ഉണ്ട്. അപ്പം അവൻ്റെ ഒരു പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. അതായത് കുട്ടികളുടെ കുറച്ച് എന്താ പറയുക, ഒന്നുമില്ല, ബോൾ എറിയാൻ പഠിപ്പിക്കും, ഓടാൻ പഠിപ്പിക്കും, പഠിപ്പിക്കാനല്ല, ഒരു ആക്ടിവിറ്റി പോലെ. അതുപോലെ തന്നെ ഡെജിൻ എന്ന് പറഞ്ഞിട്ട് ക്രോം എന്ന് പറഞ്ഞ വേറൊരു ഇതുണ്ട്, പുള്ളി ഹിൽ റൺ ഒബ്സ്റ്റക്കിൾ കോഴ്സസ്, കുറച്ച് ചാടുക, കുറച്ച് സാധനത്തിൽ പോലെ ചാടുക. അപ്പോൾ ഈ സാധനത്തിന് ഞാൻ ഭയങ്കരമായിട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക്കലി അവന് ഈ സാധനം ഈ ടി വി കണ്ടിട്ട് അല്ലെങ്കിൽ യൂട്യൂബ് കണ്ടിട്ട് കിട്ടുന്ന ഹാപ്പി ഹോർമോൺസ് പോലെ തന്നെ ഇപ്പുറത്തൊരു പുറത്തുനിന്ന സാധനത്തിൻ്റെ മുകളിലും ഈ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് വാട്ട് ഈസ് എ ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ സാധനങ്ങൾ. അപ്പം നമ്മൾക്ക് പണ്ട് നമുക്കിത് ഭയങ്കര ഈസി ആയിട്ട് നമ്മൾ വി ആർ പ്രിവിലേജ് ടു ഹാവ് ദാറ്റ്, ബട്ട് നൗ വി ഹാവ് ടു കോൺസ്റ്റന്റ്ലി ക്രിയേറ്റ് സിറ്റുവേഷൻസ് ഫോർ ദീസ് പീപ്പിൾ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഹി സ്റ്റാർട്ടഡ് പ്ലേയിങ് സം ഫുട്ബോൾ ആസ് വെൽ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വീട്ടിൽ അപ്പം ഒരു കാര്യമുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റൈല് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ആക്റ്റീവ് ആണെന്നുള്ളത് അത് കണ്ടാണ് അവർ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എല്ലാപ്പോഴും ഫുട്ബോൾ കാണുന്നു, ഫുട്ബോൾ കളിക്കുന്നു, ഓട്ടോമാറ്റിക് ഹി ഓൾസോ പിക്ഡ് അപ്പ്. നൗ യുനോ ഹി റിയലി ലൈക്സ് ഇറ്റ്. അപ്പം ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ സ്ക്രീൻ ടൈം ആണെങ്കിലും ഈ സാധനങ്ങളൊക്കെയും ഈ ഡെജിൻ വൈശാഖ് ഈ ഫുട്ബോൾ ഈ കോമ്പിനേഷനിൽ ഓട്ടോമാറ്റിക്കലി കുറയാൻ തുടങ്ങി. അപ്പം ഇഫ് യു ആർ എ പാരന്റ്, ഇഫ് യു ആർ ലിസണിങ് ടു ദിസ്, പുട്ട് യുവർ കിഡ്സ് ഇൻ എ ടീം സ്പോർട്ട്. യെസ്, സോ ഐ തിങ്ക് ഇതിൽ ഡിസിപ്ലിനും വരുന്നുണ്ടല്ലോ, എല്ലാം നല്ല ക്വാളിറ്റീസ് എല്ലാം. ഐ ഹാവ് ഓൾസോ സീൻ ഫ്രണ്ട്സ് ഇൻ മൈ കൊളീഗ്സ് ആൻഡ് ഓൾ സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് ശരിക്കും റിയലി ഹെൽപ്ഡ്. ഉറപ്പായിട്ട്. ആൻഡ് അഗൈൻ നമ്മുടെ മെന്റൽ ഹാപ്പിനെസ് എപ്പോഴും യു നോ ദാറ്റ് ദർ ഈസ് അനദർ പ്ലേസ് വെർ യു ക്യാൻ ബി ആൻഡ് യു ക്യാൻ ബി റിയലി യുവർ സെൽഫ്, റൈറ്റ്? അത് ആൻഡ് എവിടെ പോയാലും നമുക്ക് കമ്മ്യൂണിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ദർ ഈസ് ഓൾവേസ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ് വിച്ച് എവർ സിറ്റി യു ഗോ യു വുഡ് ഫൈൻഡ്. ഇപ്പോൾ ഞാൻ കോഴിക്കോട് വന്നപ്പോൾ എനിക്ക് ആരും അറിയണ്ടായിരുന്നില്ല, എനിക്ക് അറിയുന്ന കോഴിക്കോട്ടൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പം 20-25 വയസ്സുള്ള കുറേ പിള്ളേരപ്പാണ് ഫുട്ബോൾ കളിക്കുന്നത്. ദാറ്റ് ഈസ് മൈ കമ്മ്യൂണിറ്റി തരണം. അപ്പം if you are in a sport, you can actually kind of belonging outside the social media, wherever you go, and that is a very and then you are not seeking validation from the social media likes. Okay, you have instant validation. From Felix in the case lanengil, Felix is getting that validation from your friend circle. Yes. Okay, Felix nalla karyam cheyyumbom there are people who actually kind of say, and you would value that over the whatever likes you get in LinkedIn. I know you get a lot of likes in LinkedIn, പക്ഷേ അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പം ആ ഒരു രീതിയിലോട്ട് നമ്മളെ കുട്ടികളെ എങ്ങനെ എത്തിക്കുക എന്നുള്ളതാണ്. Valid point, very valid point. I think every parent must also listen to this as well. അപ്പം അതൊന്ന്. പിന്നെ ഞാൻ ഭയങ്കര യങ് ഏജ് കല്യാണം കഴിച്ച ആളാണ്. 24 years old I was married. കാരണം എൻ്റെ ഒപ്പം കോളേജിൽ ഉണ്ടായിരുന്ന കുട്ടി തന്നെയാണ്. അപ്പം ഷാദ. അപ്പം I married a friend kind of. അപ്പം നമ്മൾ തമ്മിലുള്ള ഈ കോൺവെർസേഷൻസ് ഭയങ്കര, കാരണം നമുക്ക് ഇതിനെ പറ്റി സംസാരിക്കാം. ഷീസ് ഓൾസോ ഇൻ ദ സെയിം വേവ് ലെങ്ത്. ഞങ്ങളുടെ സർക്കിൾ ഭയങ്കര സെയിം ആണ്, ബാക്കി പാരൻസ് ആണെങ്കിലും. അപ്പം വി ആർ വെരി ആക്റ്റീവ്ലി, ഐ ഡോണ്ട് നോ ഒബ്സസ്ഡ് എന്നുള്ള തെറ്റായ വാക്കായിരിക്കും, പക്ഷേ വി ആർ ലിറ്റിൽ വറീഡ്, പക്ഷേ വി ആർ ട്രൈങ് ടു സീ ഹൗ വി ക്യാൻ I think a community form that actually solves it, and as you talk to that community, even as you find kids also being raised in similar way, then you can also that, right? പക്ഷേ ഭയങ്കര പാടാട്ടോ, വിചാരിക്കുന്ന അത്ര എളുപ്പമല്ലേ. ആസിൻ അവർ നമ്മളെക്കാളും ഭയങ്കര എന്താ പറയുക, എനിക്ക് കറക്റ്റ് വാക്കറിയില്ല, പക്ഷേ റെസ്പോൺസൊക്കെ അങ്ങനെ ആയിരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല റെസ്പോൺസ്. ഐ ഹാഡ് വെരി ലിബറൽ പാരൻസ്. ഞാനിങ്ങനെ NIT ബാക്കടിച്ച് കയറുന്നപ്പോൾ അത്ര ബഹളമൊന്നും ഉണ്ടാക്കാത്ത പാരൻസ് എനിക്കുണ്ടായിരുന്നു. വെരി പ്രോഗ്രസീവ് ലിബറൽ പാരൻസ്. പക്ഷേ എന്താണ്, ഐ തിങ്ക് ദെയർ ജോബ് വാസ് മച്ച് ഈസിയർ ദാൻ വി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഷീൽഡ് ചെയ്യേണ്ടായിരുന്നില്ല. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. ഓക്കെ,
Okay, I'll be rewatching this. Okay. Awesome. Okay, next thing is KPH podcast where എല്ലാ ഗസ്റ്റിനോടും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് ഹെൽത്ത്, വെൽത്ത് ആൻഡ് റിലേഷൻഷിപ്സ്. റിലേഷൻഷിപ്പ് ഐ തിങ്ക് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ഹൗ ഡു യു ബാലൻസ് ദീസ് 3 things in your life? Even I think as you got wealthy കുറച്ചുകൂടി ഇതായിട്ടുണ്ട്. ബട്ട് അല്ല, വെൽത്തിൻ്റെ അഡ്വാൻറ്റേജ് വാസ് ആക്ച്വലി ഒന്ന് ഫ്രീഡം ടു ഡു തിങ്സ്. ഇത് ഭയങ്കര ക്ലീഷേ ഡയലോഗ്സ് ആണ്, പക്ഷേ ഒന്ന് ഫ്രീഡം ടു ഡു തിങ്സ്. ഐ ലൈക്ക് ടു ട്രാവൽ അലോട്ട്. അപ്പം ഐ റിയലി ലിറ്ററലി ട്രാവൽ ക്വൈറ്റ് അലോട്ട് വിത്തിൻ ഇന്ത്യ, ഔട്ട്സൈഡ് ഇന്ത്യ. ഒരു സോ മെനി ട്രിപ്സ് ഐ ഡു വിത്ത് ഫാമിലി ആസ് വെൽ ആസ് ഫ്രണ്ട്സ്, രണ്ടും. അപ്പം അതൊരു പാട്ട്. ഐ ലൈക്ക് ടു ഡു ഹൈക്സ്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് കുറേ മലകളൊക്കെ പോയി വലിഞ്ഞു കയറി തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം അതൊരു ആസ്പെക്റ്റ്. രണ്ടാമത്തെ സാധനം എന്തായിരുന്നു? ഹെൽത്തിൽ എന്തൊക്കെ ഹെൽത്തിൽ. അപ്പം ഇപ്പം അഗെയിൻ ലാസ്റ്റ് 2 years ടൈം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പണ്ട് തൊട്ടേ ഫുട്ബോൾ കളിച്ചിട്ട് പരിചയമുണ്ട്. അപ്പം സിൻസ് ദാറ്റ് വാസ് ദെയർ ഇറ്റ് വാസ് ഓൾവേസ് ഐ വാസ് ഓൾവേസ് ആക്റ്റീവ്. അപ്പോൾ കോവിഡിൻ്റെ സമയത്താണ് ആക്ച്വലി അത് പോയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പം കോഴിക്കോട്ടേക്ക് മാറിയതും കുറച്ച് പീസ്ഫുള്ളായിട്ട് ഇരിക്കുക, നല്ല ഫുഡ്, പക്ഷേ ഇഷ്ടംമാതിരി ഫുട്ബോൾ ഗ്രൂപ്പ്സ്, എപ്പോൾ വേണമെങ്കിലും ഫുട്ബോൾ കളിക്കാൻ പറ്റും, ആ ഒരു ഇതിലാണ്. അപ്പം അതുണ്ട്. പിന്നെ ഞാനിപ്പം കുറച്ചുകൂടി ഇപ്പം ഫോക്കസ്ഡ് ആയിട്ട് ഇപ്പോൾ ഹുബർമാൻ പോഡ്കാസ്റ്റൊക്കെ പറഞ്ഞില്ലേ, ആൻറ്റി കാൽപ്പി എന്നൊക്കെ പറഞ്ഞില്ലേ, നമ്മളൊരു പ്രായം കഴിയുമ്പോൾ ഐ തിങ്ക് അബവ് 40 യു സ്റ്റാർട്ട് ലൂസിങ് എ ലോട്ട് ഓഫ് മസിൽ മാസ് ആൻഡ് യു വിൽ സ്റ്റാർട്ട് ഹാവിങ് ഹെൽത്ത് ഇഷ്യൂസ്. അത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ യു വിൽ ഹാവ് ടു ബിൽഡ് സം മസിൽ നൗ, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യണം, സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണം. അപ്പം നമ്മളെ ഇനീഷ്യലി ഞാനിത് ഫസ്റ്റ് ഹെൽത്തി ആണെന്ന് പറഞ്ഞപ്പം കടന്ന് ഓടുമായിരുന്നു. ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് അപ്രോച്ച്. ആസ് ഇൻ അപ്പം വേറെ സ്ട്രെങ്ത് ട്രെയിൻ ചെയ്യാണ്ട് നല്ല ഭക്ഷണം കഴിക്കാണ്ട് വെറുതെ ഓടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ മസിൽ മാസ് പോകുന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് മേ ബി എയറോബിക് കപ്പാസിറ്റി ഒക്കെ ബെറ്റർ ആവുന്നുണ്ടാവും, പക്ഷേ പ്രത്യേകിച്ച് അത് ഇറ്റ്സ് നോട്ട് റെക്കമെൻഡഡ് ടു ഓൺലി ഡു കാർഡിയോ. അപ്പോൾ അത് മാറിയിട്ട് എന്താണ് ഐ ഡു ട്രെയിൻ നൗ. ട്രെയിനറൊക്കെ ഉണ്ട്. ട്രെയിനറുണ്ട്. അത് ട്രെയിനർ ഞാൻ പറഞ്ഞു, എലിക്സ് പറഞ്ഞ ജിമ്മിലെ വൈശാഖ്. അപ്പം അവൻ എൻ്റെ ട്രെയിനറാണ്. പക്ഷേ നമ്മൾ ഒരുപാട് ഈസ് ലൈക്ക് 24 or 25, പക്ഷേ ഭയങ്കര നോളജാണ്. അപ്പം അവനാണ് ഈ കിഡ്സിൻ്റെ കേസിലാണെങ്കിലോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ സൂപ്പറാവെന്നൊക്കെ പറഞ്ഞിട്ട് ഹി ഗെറ്റ് അതർ അവൻ്റെ ബാക്കി ക്ലയൻസിൻ്റെ കുട്ടികളെ അവിടെ കൊണ്ടുവന്നിട്ട് ഈ വുഡ് ഡു സ്റ്റഫ് ആൻഡ് വെരി 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 എഫക്റ്റീവ്. ഹെൽത്ത്, വെൽത്ത് വെൽത്ത് മാത്രമാണല്ലോ ഈ പോഡ്കാസ്റ്റ്. റിലേഷൻഷിപ്സ് ടോക്ക് അബൌട്ട് യുവർ വൈഫ് ആൻഡ് ഹൗ ദാറ്റ് ഹാസ് ബീൻ സപ്പോർട്ട് യു. അയ്യോ അവള് ഇപ്പം ഈ മൊത്തം ജേണിയിൽ ഇപ്പോഴാണ് ആക്ച്വലി അവളിപ്പം ഷീസ് ലൈക്ക് ടേക്കിംഗ് റിവെഞ്ച് പോലെ മോഡാണ്. ആസ് ഇൻ മോൻ്റെ കേസിലാണെങ്കിൽ ഐ ഓൾമോസ്റ്റ് ഡു പ്രിറ്റി മച്ച് എവറിത്തിങ്. ഓക്കെ. പക്ഷേ ആ ഒരു ഏർലി സ്റ്റേജിൽ ആസ് ഇൻ ഞാൻ കല്യാണം കഴിച്ചതും കമ്പനിയോട് ഒരേ വർഷം. ഓക്കെ. അപ്പം വി നെവർ ഹാഡ് എ പ്രോപ്പർ ഹണിമൂൺ. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇപ്പോഴാണ് കുറേ കൂടി കഴിഞ്ഞ 2-3 വർഷമായിട്ടാണ് നമ്മൾ ആക്ച്വലി അത്രയും ട്രാവൽ ചെയ്യാൻ തുടങ്ങി ഒരുമിച്ച്. അതിനിടയ്ക്ക് കോവിഡ് വന്നു. വി ഓൾസോ ഹാഡ് എ ബേബി ഇൻ ബിറ്റ്വീൻ. വി ഹാഡ് എ കോവിഡ്, ദെൻ കോവിഡ് കെയിം. അപ്പോൾ കുറേ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അവളുടെ അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ എൻ്റെ കോഫൗണ്ടേഴ്സിനെ ഒക്കെ അറിയാം. ഓക്കെ. അപ്പം ഏർലി സ്റ്റേജസിൽ നമുക്ക് നല്ല 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 ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവരും പറയും ആസിൻ ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ബാംഗ്ലൂർ സ്ഥലത്ത് നമ്മൾ പോയിട്ട് ദർ ഇസ് എ പാർട്ടി അറ്റൻഡിങ്, then ഷേർദനെ കൂടെ വിളിച്ചോന്ന് പറയും. So that then she will pay, right? She always had a job. Okay. And even now she works for Microsoft. Same tech ആണ്. Really good coder. Okay. React, Next.js ഇതൊക്കെയാണ് ടെക്നോളജി വർക്ക് ചെയ്യുന്നത്. 3-4 വർഷമായിട്ട് മൈക്രോസോഫ്റ്റിൽ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. Okay. I mean, we met when we were like 15 or 16. നോട്ട് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് അങ്ങനെ ഒന്നും ആയിരുന്നില്ല. പക്ഷേ ഞങ്ങൾ സെയിം എൻട്രൻസ് കോച്ചിങ്ങിലുണ്ടായിരുന്നു. അന്ന് അത്ര പരിചയം ഉണ്ടായിരുന്നില്ല. ദെൻ വി ഗോട്ട് ഇൻ ടു സെയിം കോളേജ്. അങ്ങനെയാണത്. കാലിക്കറ്റ് ബേസ്ഡ്. സോ ഇപ്പം നമ്മൾ ലാസ്റ്റ് ഒരു 1.5 maybe 2 hours നമ്മൾ സ്പെൻഡ് ചെയ്തായിരുന്നു ഈ കോൺവെർസേഷനിൽ. ആക്ച്വലി എനിക്ക് അങ്ങനെ എന്താ പറയുക, നമുക്ക് അതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കും. എനിക്ക് അങ്ങനെ ഒരു പോഡ്കാസ്റ്റിലിരിക്കുന്നത് ഞാൻ ടു കോൺഷ്യസ് അല്ല. ഐ വാസ് ലൈക്ക് this was like too friendly conversation. I don't know if I have ഞാൻ പറയാൻ പാടില്ലാതെന്ന് പറഞ്ഞോന്ന് എനിക്കറിയില്ല. I also want to censor a little. Sure. And it's like a really good podcast. ഇത് കാണുന്ന ആൾക്കാർ നമ്മൾ ഭയങ്കര ഡീപ്പായിട്ട് പോയിട്ടുണ്ട്. ആൻഡ് ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ ഡീപ്പായിട്ട് പോകുമ്പോഴാണ് അതിൻ്റെ മാക്സിമം വാല്യൂ തന്നെ ഫോർ ദ ഓഡിയൻസിനും കിട്ടുക. ആൻഡ് താങ്ക് യു സോ മച്ച് കമ്മിങ് ഫ്രം ഓൾ ദ വേ ഫ്രം കാലിക്കറ്റ് ഹിയർ. Definitely, thanks for having me. This is like a huge, even looking back maybe 10 years or 5 years from now, this podcast will be a very good pivotal moment in a lot of people who listen to it. And thank you so much for enabling that. And also Felix, ഒരു കാര്യം എനിക്ക് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ what you are doing to this community, right? അത് see നമ്മളിപ്പോൾ
ഈവൻ ഐം ഫ്രം എൻ ഐ ഡി റൈറ്റ്, നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ആസ് ഇൻ ഒരു ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ള സാധനത്തിൽ മെൻറ്റർഷിപ്പ് സാധനങ്ങളും അല്ലെങ്കിൽ സ്റ്റോറീസ് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നില്ല. ഒരു കേരള ഇതിൽ ആസ് ഇൻ ദർ ഇസ് എ കമ്മ്യൂണിറ്റി ദാറ്റ് യു ആർ ആക്ച്വലി കൈൻഡ് ഓഫ് ബിൽഡിംഗ്. അമേസിങ് റൈറ്റ്, യു നോ. സോ ഡെഫിനറ്റ്ലി യു നോ ഹാറ്റ്സ് ഓഫ് ടു യു ആസ് വെൽ ഫോർ ഡൂയിങ് ദിസ്. And I don't know how you make money or anything out of this, പക്ഷേ പക്ഷേ you know this is brilliant. Yeah, thank you so much. I mean, it's just the beginning of a new chapter. I mean, but have you ever felt that, you know, you should do more content outside Malayalam also, so that to increase your reach? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? I mean, എനിക്കൊരു മലയാളം വരുമ്പോഴാണ് കുറേ റിലേറ്റബിലിറ്റി വരുന്നത്. ആൻഡ് ഐ മീൻ ഐ എം മോസ്റ്റ്ലി സർവിങ് ടു ദ കേരള ഓഡിയൻസ് റൈറ്റ് നൗ. ബട്ട് ഇഫ് അറ്റ് ഓൾ ദാറ്റ് ഓൾസോ ഓപ്പൺസ് അപ്പ് ദെൻ ഫിഗർ ഔട്ട് ചെയ്യാനുള്ളതാണ്. ഐ മീൻ റൈറ്റ് നൗ മൈ പർപ്പസ് ഈസ് ടു യുനോ കേരളത്തിനെ അടിപൊളിയാക്കാനുള്ളതാണ്. സോ all the best. Yeah, that is the whole thing. Yeah, thanks. Thank you. Oh, one more thing. This is a കേട്ടുണ്ടോ ഫുൽവ? ഉറപ്പായിട്ട് ഞാൻ കോഴിക്കോടാണല്ലോ. ആസിൻ കോഴിക്കോട് അവിടെ ഫുൽവ ഭയങ്കര ഫേമസ് ആണ് ആക്ച്വലി. ഫുൽവ കഴിച്ചിട്ടില്ലല്ലോ, നമുക്ക് ലൈവായിട്ട് ഒരു ടേസ്റ്റ് ചെയ്യാം. ഞാൻ കോഴിക്കോട് നിന്ന് കൊച്ചി വന്ന് ഹൽവ കഴിക്കാന്ന് പറയുന്നതിലൊരു ഓക്കെ. ഇതിൽ നമുക്ക് ഫുൽവേൻ്റെ ബ്രാൻഡിങ് ആണ്. അപ്പോൾ കാലിക്കറ്റ് കസിൻസ് എന്ന ടീമാണ് ഇവർ. ആക്ച്വലി I think they are doing big revenue right now. Oh yeah, quite well. I mean, ഇവർ KPH ഒരു കൊച്ചി മീറ്റപ്പിൽ ഇത് കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തായിരുന്നു. That was the first time I saw this, and they റീസെൻ്റ്ലി ഒരു ഫണ്ടിങ് ഒക്കെ കിട്ടിയിട്ട് നല്ല ടീം ആണ്. ഇറ്റ്സ് വെരി They raised some money, capital. യെസ്. മനോരമേൻ്റെ ഒരു പരിപാടി, മനോരമ എലവേറ്റ് എന്ന പരിപാടിയിൽ അവർക്ക് ഫണ്ട് കിട്ടിയായിരുന്നു. പിന്നെ ഏതൊരു ഇവൻറ്റിൽ പോയിട്ട് ഇക്വിറ്റി ഫ്രീ ഗ്രാൻഡും കിട്ടിയായിരുന്നു. സോ ദേ ആർ ക്വൈറ്റ് ഹസ്ലേഴ്സ്, എക്സ്ട്രീംലി ഗുഡ് ടീം. ദേ ഹാവ് വെരി ആക്റ്റീവ് ഓൺ സോഷ്യൽ മീഡിയ ആസ് വെൽ. അപ്പോൾ ഇതിൽ ഏത് ഫ്ലേവർ വേണം? ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. അയ്യോ ഇത് തുടങ്ങാം. യെസ്, നമ്മൾ ലൈവായിട്ട് ഫുൾവ എക്സ്പീരിയൻസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഹോണസ്റ്റ് റിവ്യൂസ് ആണ് ഇത്. യെസ്, അയ്യോ ആക്ച്വലി പ്രീമിയം പാക്കിംഗ് ആട്ടാ. ഇവൻ ഇതൊരു ഗിഫ്റ്റിംഗ് രീതിയിൽ പോലെ കൊടുക്കാൻ പറ്റിയ സാധനം ഫോർ കോർപ്പറേറ്റ് എംപ്ലോയീസിനോ അല്ലെങ്കിൽ അത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ നമുക്ക് നിക്കാഹ് അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ, അവിടെ അങ്ങനത്തെ സർക്കിൾസിലാണ് ഞാൻ ഈ ഫുൽവ കണ്ടിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഫുൾവ ഓപ്പൺ അപ്പ് ചെയ്ത് ലൈവായിട്ട് ഷെയർ ചെയ്യാണ്. ഓക്കെ, ഇതിലേത് ഫ്ലേവർ വേണം? I'll have the tender coconut. I'll have ഓക്കെ മാംഗോ. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഏത് ഫ്ലേവറാണ്? ഇത് ടെൻഡർ കോക്കനട്ട്. എൻ്റെ കയ്യിലുള്ളത് മാംഗോ ഫുൾവയാണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഗോ ഫോർ ഇറ്റ്. അല്ല എങ്ങനെയുണ്ട്? അത് നമ്മൾ യൂഷ്വലി കഴിക്കുന്ന ഹൽവ ഭയങ്കര ഡിഫറെൻറ്റാണ്. ഞാൻ കോഴിക്കോടായതുകൊണ്ട് ഞാൻ കുറേ ഹൽവ കഴിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഡിഫറെൻറ്റ്. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ഒരു പ്രീമിയംനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കാണെങ്കിൽ അറിയാം. വേറെ ഏതാ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്? അയ്യോ, ഞാനിപ്പം പിന്നെ എന്താണ് ആൻറ്റി ഗാൽപ്പിൻ്റെ പെർഫോമൻസിനെ കുറേയൊക്കെ സംസാരിച്ചിട്ട് ഓക്കെ. അപ്പോൾ ദിസ് വാസ് റിയലി അല്ല, എനിക്ക് ഭയങ്കര ഐ ഹാഡ് എ വെരി ബാഡ് റിലേഷൻഷിപ്പ് വിത്ത്. ഞാൻ എല്ലാ ദിവസവും രാത്രി ടെൻഷൻ തീർക്കുന്നത് ഐസ്ക്രീം വാങ്ങി കഴിച്ചിട്ടായിരുന്നു. ഓ ഓക്കെ, പിന്നെ ഫുൾ ബാക്കാലോ. അതെ. ഓ, നല്ല സൂപ്പർ സാധനം, കൊള്ളാം. താങ്ക് യു ഫുൾവ ടീം ഫോർ സെൻഡിങ് ദിസ്. താങ്ക് യു ഫുൾവ ടീം ഫോർ യുനോ എന്താ പറയുക ബീങ് ദ ഗിഫ്റ്റ് പാർട്ട്ണർ. അപ്പോൾ ഇത് കൂടുതൽ അറിയാനായിട്ട് ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. ഇതൊരു പ്രോപ്പർ ആയിട്ട് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. ഇപ്പോൾ നമ്മൾ ഒരെണ്ണം ഗിഫ്റ്റ് ആയിട്ട് ഉള്ള ഒരെണ്ണം വെച്ചിട്ടുണ്ട് നമ്മൾ, അതെന്തായാലും തരുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫുൾവ ടീം ആസ് വെൽ. യാ ഓക്കെ. അപ്പോൾ താങ്ക് യു അഖിൽ ഫോർ യുനോ ബിഗ് പാർട്ട് ഓഫ് KPH പോഡ്കാസ്റ്റ്. ഈവൻ നമുക്ക് വീണ്ടും ഒരു എപ്പിസോഡ് പ്രതീക്ഷിക്കുന്നു. ഈവൻ ഐ ഹേർഡ് യു ആർ ബിൽഡിംഗ് സംതിങ് എൽസ്. ആൻഡ് എന്താണ് നെക്സ്റ്റ് പരിപാടികൾ? നമുക്കൊരു പണ്ട് തൊട്ടേ നമുക്കൊരു അന്ന് നടക്കാത്ത ഒരു ഡ്രീം ഉണ്ടല്ലോ, ടു ബിൽഡ് എ പ്രോഡക്റ്റ് കമ്പനി. ഓക്കെ, അപ്പം നമ്മൾ ഭയങ്കര ചാൻസസ് കാരണമാണ് നമ്മൾ സർവീസസ് ഇൻഡസ്ട്രിയിലോട്ട് എത്തിയത്. അപ്പം നൗ സിൻസ് വി ഹാവ് ദറ്റ് ക്യാപിറ്റൽ ബാക്കിംഗ്, വി ഹാവ് വി നോ സർട്ടൻ ഗുഡ് കസ്റ്റമർ. അപ്പോൾ നൗ വി ആർ ആക്ച്വലി കൈൻഡ് ഓഫ് ബിൽഡിംഗ് ആൻ വെർട്ടിക്കൽ AI സൊല്യൂഷൻ. നമ്മുടെ റിലേറ്റഡ് ഫീൽഡ് തന്നെ, പക്ഷേ മോർ ലൈക്ക് യു നോ ഇഫ് യു ആർ ഇൻ എ B2B SaaS business, okay, where you know you have to manage subscription. As in your customers are actually kind of paying you yearly for your services that you are actually kind of providing, or the product you are actually kind of providing them. അപ്പോൾ അവരുടെ കേസിൽ ഒരു 80% revenue will be coming through renewals, as in retention revenue. അപ്പോൾ അത് AI വെച്ചിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ട്
എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് സൊല്യൂഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇഫ് യു ഹാവ് ലൈക്ക് മോർ ദാൻ 100 കസ്റ്റമേഴ്സ്, റൈറ്റ്, ഇറ്റ്സ് വെരി ഈസി ടു ലൂസ് ട്രാക്ക് ഓൺ വാട്ട് ഇസ് ഹാപ്പനിങ് വിത്ത് ഈച്ച് കസ്റ്റമർ. അപ്പം ഈ ഡാറ്റ ആണെങ്കിൽ ഭയങ്കര സ്കാറ്റേഡ് ആയിട്ടാണ്. ആസ് ഇൻ യുവർ പ്രൊഡക്റ്റ് യൂസേജ് ഡാറ്റ വുഡ് ബി ഇൻ സം സിസ്റ്റം, യുവർ സെയിൽസ് ഡാറ്റ വുഡ് ബി ഇൻ യുവർ CRM, then you have customer success platform, then your support tickets, അതായത് ഈ കസ്റ്റമേഴ്സ് റേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചുള്ള സാധനങ്ങൾ വുഡ് ബി ഓൺ അതർ പ്ലാറ്റ്ഫോം. അപ്പോൾ ഈ എല്ലാ ഡാറ്റയും ഒരുമിച്ച് വന്നാലേ നമുക്കൊരു ലൈക്ലിഹുഡ് ഓഫ് റിന്യൂവൽ, അല്ലെങ്കിൽ റിന്യൂവൽ നടക്കാൻ എത്രത്തോളം എളുപ്പമുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ചാൻസ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മൊത്തം ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവന്നിട്ട് AI ഉപയോഗിച്ചിട്ട് വാട്ട് ഈസ് ദ ബെസ്റ്റ് പ്ലേ ബുക്ക്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ബെസ്റ്റ് റെക്കമെൻഡഡ് ആക്ഷൻ ടു മേക്ക് ഷുവർ ദാറ്റ് ദിസ് കസ്റ്റമർ റിന്യൂവൽസ്, ആൻഡ് ദാറ്റ് ഓൾസോ സ്റ്റാർട്ട്സ് ഫ്രം ബിഫോർ 120 days of the renewal. Then if you have a renewal coming up, annual renewal ആണെങ്കിൽ, if you have renewal coming up in 120 days, ആ പോയിന്റ് തന്നെ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനെ to guide you through that entire process to maximize your retention, even to identify the upsell opportunities using AI and everything. അങ്ങനെ ഒരു വെർട്ടിക്കൽ AI B2B SaaS സൊല്യൂഷൻ ആണ് ലോഞ്ച് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമുക്ക് പൈലറ്റ് കൺഫർമേഷൻസ്, പൈലറ്റ് ഡിസൈൻ കൺഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ വി ഓൾസോ വാണ്ട് ടു start with some mid-market customers. But we are actually kind of looking for some Series A, B startups. അല്ലെങ്കിൽ 100 കസ്റ്റമേഴ്സിൻ്റെ മേലുള്ള ആർക്കും we can actually kind of do. If you are listening to this, if you are in a B2B sort of business with renewals, more than happy to work with you to kind of do this, to do a pilot with you guys as well. Let me know. Awesome. I reach out to Akhil, and he's active on LinkedIn, I think. LinkedIn I'm active. Again, I'm not posting much on any social media. How do people find you? LinkedIn message achaal, of course I can, awesome. And or reach out to Felix and yes, happy to know. Thank you for the definitely. ഞാൻ ഒരു കമ്മ്യൂണിറ്റി ഇവന്റിലൊന്നും വന്നിട്ടില്ല. Next time maybe I can also join. Yes, definitely. One of your KPH look forward to the KPH product demo as well. Look forward to the product demo as well. ഉറപ്പായിട്ട്. Sure. Okay, thank you again. Thank you. Yes. ഈ എപ്പിസോഡ് സ്പോൺസർ ഒരു B2B എൻ്റർപ്രൈസ് കമ്പനിയാണ്. ക്ലൂട്രാക്ക് എന്നാണ് ആ കമ്പനിയുടെ പേര്. അണ്ടർസ്റ്റാൻഡ് വൈ ബിഹൈൻഡ് ദ എക്സ്പീരിയൻസ് എന്നുള്ളതാണ്, കസ്റ്റമർ എക്സ്പീരിയൻസ് എന്നുള്ളതാണ് ഈ കമ്പനി ടാഗ് ലൈൻ. ഇവരുടെ ഫൗണ്ടർ ഷമിലായിട്ട് നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ പല റോളിലേക്ക് ഹയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക, നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ അവർ റീച്ച് ഔട്ട് ചെയ്യുക. ഇതുപോലുള്ള പല കമ്പനീസും KPH മാഫിയ എന്ന കമ്പനിയിൽ നിന്ന് ഹയർ ചെയ്യുന്നതുകൊണ്ടിരിക്കുകയാണ്. സോ മേക്ക് ഷുവർ ടു ചെക്ക് ദ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ആൻഡ് നൗ ബാക്ക് ടു ദ വീഡിയോ.